ഈ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം, അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം, മമത എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ള ഭാവം. ഈ ഞാൻ എൻ്റെ എന്നുള്ള ഭാവം വസ്തുക്കളിൽ നിന്ന് നമുക്ക് പോകുക എന്നുള്ളത് എളുപ്പമല്ല. വസ്തുവിലും പോവില്ല, ഒന്നിലും പോവില്ല. അതാ ചോദിച്ചത് ഇവിടെ. അതായത് എന്താ വെച്ചാൽ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ. അത് വലിയ ബുദ്ധിമുട്ടല്ലേ ത്യാഗം? എങ്ങനെയാ അത് ത്യജിക്കുക? എനിക്കത് മനസ്സിലാവണില്ല. ഏത് വസ്തുവിനെയും നമുക്ക് ഉപേക്ഷിക്കാൻ വിഷമമൊന്നുമില്ല. പക്ഷെ വസ്തുവിലിരിക്കണ ഞാൻ എൻ്റെ എന്നുള്ള ബുദ്ധി പോവില്ല, ഒരു വസ്തുവിലും പോവില്ല. വലിയ പാടാണതേ. അതുകൊണ്ടാണ് ലോകത്തിൽ ഈ ദുരിതം ഉണ്ടാവുന്നത്. പണ്ടൊരിക്കൽ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വന്ന സമയത്ത് അപ്പുറത്ത് മറ്റേ ആൾ ചോദിച്ചു, തിരുമേനി ആ ശ്ലോകം ഒന്ന് എഴുതി തരുമോ ചോദിച്ചു. ഒരു ശ്ലോകം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ പേനയില്ല, കടലാസും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കടലാസായാലും എവിടുന്നോ കൊണ്ടുപോകുന്നു, പേനയില്ല. പേനയില്ലാണ്ട് എങ്ങനെ എഴുതുക? അപ്പോഴാണ് നമ്മുടെ വടക്കേലെ പോയിന്നും കുട്ടിപ്പന്റെ കീശയിൽ ഇങ്ങനെ പേന വരിയായിട്ട് കുത്തി വെച്ച് നടക്കപ്പന്റെ ഏട്ടൻ നാരായണൻകുട്ടി ദുബായിലാണ്. അപ്പൊ അതിൽ കൊണ്ടുവരുന്ന പേനയൊക്കെ ഇപ്പൊ ഇങ്ങനെ കുത്തി, ഇവനെ എഴുത്തുമായിനൊന്നും അറിയില്ല. എന്നിട്ട് കുത്തി പിടിച്ച് നടക്കാനൊരു രസമാണ്. കുറെ 6-7 പേനയുണ്ട് എന്റെ കയ്യിലേ. അപ്പൊ അങ്ങനെ പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ പേനയില്ലല്ലോ നിരീക്ഷിച്ചിരിക്കുമ്പോ കുട്ടി പറഞ്ഞു, തിരുമേനി ഒരു കാര്യം ചെയ്യോ, 6-7 ഉണ്ട്, അതിൽ ആ വക്ക് പൊട്ടി ഇതൊന്നും നമുക്ക് തന്നിട്ട് പറഞ്ഞു, തിരുമേനി എഴുതിക്കോളൂ, അതുകൊണ്ട് എഴുതിക്കോളൂ. നമ്മളതുകൊണ്ട് ശ്ലോകമൊക്കെ എഴുതിയിട്ട് കടലാസ് മറ്റേ ആൾക്കും കൊടുത്തു. പേന എന്ത് ചെയ്തു, ഉടമസ്ഥൻ ഗോവിന്ദൻ കുട്ടിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഗോവിന്ദൻ കുട്ടി എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ, നമ്മള് പറഞ്ഞു അത് ഇനി കുഴപ്പമില്ല, തിരുമേനി സ്വന്തമായിട്ട് എടുത്തോളൂ എന്നും പറഞ്ഞു. എന്ത് ഈ പേനേ തിരുമേനി സ്വന്തമായിട്ട് എടുത്തോളൂ. നമ്മൾ പറഞ്ഞാൽ ഈ നിർബന്ധമില്ല, കുടുംബത്തിൻ്റെ പേനയൊക്കെ ഉണ്ട്, കയ്യിൽ കരുതിയില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, തിരുമേനി സ്വന്തമായിട്ട് എടുത്തോളൂ. സ്വന്തമായിട്ട് എടുത്തോളൂ, വലിയ സ്നേഹമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് എടുത്തോളൂ എന്നാ പറഞ്ഞത്. നമ്മളത് കുപ്പായക്കീശ്ശേരി തിരികെ ഇങ്ങോട്ട് പോരും ചെയ്തു. ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം അമ്പലത്തിൽ ചെന്ന് നമുക്ക് ഗോവിന്ദൻകുട്ടി അമ്പലത്തിലുണ്ട്. ഗോവിന്ദൻകുട്ടി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, തിരുമേനി എങ്ങനെയുണ്ട് എന്റെ പേന? ആരുടെ പേന? എന്റെ പേനയോ? അത് നമുക്ക് തന്നത് എങ്ങനെയാ? സ്വന്തമായിട്ട് എടുത്തോളൂ എന്നാ പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയാ പണ്ട് സ്വന്തമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് തന്ന് ആ പേനയമ്പിലുള്ള അവകാശം ഉപേക്ഷിച്ച ആളാണ് ഇയാള്. പക്ഷെ അയാൾ ആ വസ്തു ഉപേക്ഷിച്ചപ്പോൾ എന്തും ഉപേക്ഷിക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ പശുവിനെ അപ്പുറത്തെ നാട്ടിലേക്ക് വിറ്റു, നല്ല വിലക്കാ വിറ്റത്. അവര് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ നമ്മളാച്ചാ കാലം കുറെ കഴിഞ്ഞ് 1-1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോ ഇരിക്കാത്ത അപ്പുറത്തെ നാട്ടിലെ അമ്പലത്തേക്ക് തൊഴാൻ പാടത്തെ മരപ്പത്തേക്ക് കൂടി പോകുമ്പോ പശുവിനെ പാടത്ത് കൊണ്ടുപോയി കുത്തി തറച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ മണം പശുവിന് നല്ല വശാണല്ലോ. പശു നമ്മളിങ്ങനെ വരണത് കണ്ടപ്പോ പശു തല പൊക്കി ഇങ്ങനെ നോക്കുക നമ്മളെ. അപ്പൊ നമ്മൾ കൂടെ ഉള്ളവനോട് പറഞ്ഞു, നോക്കൂ നമ്മുടെ പശു, നമ്മുടെ പശു അത് നമ്മളതിനെ വിറ്റിട്ട് കാശ് വാങ്ങിയില്ലേ? കാശ് വാങ്ങിച്ച അർത്ഥം എന്താ? ഈ പശുവിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് കൊടുത്തു എന്നല്ലേ എന്റെ അർത്ഥം. പക്ഷെ ഉടമസ്ഥാവകാശവും കൊടുത്തു, പശുവിനെയും കൊടുത്തു, അതിലുള്ള എല്ലാം കൊടുത്തു, എല്ലാ അവകാശങ്ങളും നമ്മൾ കൊടുത്തു വെച്ചാലും ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മുടെ എൻ്റെ എന്ന അവസ്ഥ കൊടുത്തില്ല ഏത് വസ്തുവിലും. അതാണ് ഇവിടെ ഉദ്ധവര് ചോദിച്ചത് ഭഗവാനോട്, സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ചസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. അതുകൊണ്ട് ഈ ഞാൻ എൻ്റെ എന്നുള്ള ഈ ബുദ്ധിയുടെ ഇങ്ങനെ കളയുക, ഒന്ന് അങ്ങ് പറഞ്ഞു തരണേ നല്ലോണം. ആര് പറഞ്ഞു? തൊഴുതു, ഉദ്ധവര് തൊഴുതു. ഭഗവാൻ പറഞ്ഞു എളുപ്പല്ല. ഏത് ഈ ഞാൻ എൻ്റെ എന്നുള്ള ബുദ്ധി കളയൽ എളുപ്പമല്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് എന്ത് ചെയ്തു തരാം? ഒരു കഥ പറഞ്ഞുതരാം. പണ്ടായതൊന്നുമില്ല, കുറെ മുമ്പുണ്ടായതാണ്. പണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ദത്താത്രേയ ഭഗവാനെ കണ്ടു യദുമഹാരാജാവ്. യദുമഹാരാജാവും ദത്താത്രേയ ഭഗവാനും കൂടി പരസ്പരം കണ്ട സമയത്ത് ദത്താത്രേയ ഭഗവാനോട് യദുമഹാരാജാവ് ചോദിച്ചു, ഈ ദത്താത്രേയ ഭഗവാൻ എന്ന് പറഞ്ഞ പരമഹംസ പരിവ്രാജകനാണ്. അദ്ദേഹം ഒരു അവധൂത യോഗീശ്വരനാണ്. ഈ അവധൂത യോഗീശ്വരനായ ദത്താത്രേയ ഭഗവാന്റെ മുമ്പിൽ എത്തിപ്പെട്ടതായ യദുമഹാരാജാവ് ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങപ്പോ ഈ ലോകത്ത് എല്ലാവരും വിഷമിച്ച് ബുദ്ധിമുട്ടി ക്ലേശിച്ച കഷ്ടത്തിലായിട്ട് നടക്കുമ്പോഴും അങ്ങക്ക് ക്ലേശവുമില്ല, വിഷമവുമില്ല, ഒരു വിഷമവുമില്ല, വളരെ സന്തോഷമായിട്ട് സാവകാശത്തിൽ അങ്ങ് സഞ്ചരിക്കുക. എന്താ അതിന്റെ കാരണം? നമ്മളൊക്കെ ഇങ്ങനെ വെപ്രാളായിട്ടല്ലേ ലോകത്തിൽ നടക്കുന്നത്, ശരിയല്ലേ? ലോകത്തിലെ വെപ്രാളം കൊണ്ട് നമുക്ക് എപ്പോഴാ ഉള്ളത്? ഒരു ഒഴിഞ്ഞ നേരമുള്ളത്. രാവിലെ കാണുമ്പോൾ പറയും വൈകുന്നേരം കാണാൻ നേരമില്ല, വൈകുന്നേരം കാണുമ്പോൾ രാവിലെ കാണാൻ. നമ്മുടെ ഏതായാലും ആരും കാണൂല്ല. പരക്കം പാച്ചിൽ എങ്ങനെ പരക്കം പായുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊട്ട് നിശ്ചയമില്ല. എന്തിനാ ഈ പരക്കം പായണത്? എന്തിനാവോ അല്ലേ? അങ്ങനെയാണ് ലോകം. അപ്പൊ അങ്ങനെയുള്ള ഈ പരക്കം പാച്ചില്, വെപ്രാളം, കലശല് കൂട്ടി ഓടുന്നതായ ലോകത്തില് അങ്ങ് വളരെ ശാന്തനായിട്ടിരിക്കണോ? എന്താ അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. ഏതുപോലെ എന്നാണെങ്കിൽ കാട് കത്തിയിരിക്കണ സമയത്തും ഗംഗാനദിയിൽ ഇറങ്ങിയിരിക്കണ ആനയ്ക്കൊരു വിഷമവും ഇല്ലല്ലോ.
കാട് ഇങ്ങനെ കത്തുകയാണേ. ആനയാണെങ്കിൽ പുഴയിൽ ഇറങ്ങിയിരുന്നിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ നോക്കുക. ആനയ്ക്ക് ഒരു വിഷമമില്ല. എന്താ വിഷമിക്കാണ്ടിരിക്കാൻ കാരണം? എങ്ങനെ ഏത് കാട് എവിടെ കത്തിയാലും പുഴയ്ക്ക് തീപിടിക്കില്ല എന്ന് ആർക്കും ഉറപ്പുണ്ട്? ആനയ്ക്ക് ഉറപ്പുണ്ട്. പുഴ നദി എങ്ങനെയാ കത്തുവോ? കത്തില്ല. അപ്പൊ അതുകൊണ്ട് സൗകര്യമായിട്ട് പുഴയിൽ ഇറങ്ങി നിന്ന് കാട് കത്തണത് ആര് കാണണു? ആന കാണണു. ഈ ആനയുടെ മട്ടാണല്ലോ അങ്ങയുടെ സമ്പ്രദായം. ഇങ്ങനെ ലോകം കത്തി വേവലാതിയിൽ ജ്വലിച്ചും കൊണ്ടിരിക്കുമ്പോൾ അങ്ങക്ക് ഒരു വിഷമമില്ല, സാവകാശം ഇരുന്ന് കാണാന്. എന്താ ഇതിന്റെ ഒരു ഇതെങ്ങനെ അങ്ങക്ക് സാധിക്കണത്? ഇതിന്റെ രഹസ്യം എന്താ ചോദിച്ചു. അതിന് മറുപടി ആയിട്ട് ദത്താത്രേയ ഭഗവാൻ പറഞ്ഞു, അത് രാജാവ് എന്താണെന്നറിയൂ പറഞ്ഞത്? സന്ധിമേ ഗുരവോ രാജൻ. അതാണ് സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധിയുപാശ്രിതാഃ തതോ ബുദ്ധിമുപാദായ മുക്തോടാമീഹതാൻ ശൃണോ. അതാണ്, എനിക്ക് കുറെ ഗുരുനാഥന്മാരുണ്ട്. ഈ ഗുരുനാഥന്മാര് തന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ നല്ലോണം ധരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തന്ന ഉപദേശത്തിന്റെ ഒരു മഹിമയില്ല. ആ മഹിമ കാരണം ഞാൻ ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഒരു വിഷമമില്ലാതെ കണ്ട്. അതാണ്. അപ്പൊ നമുക്ക് തോന്നും, ആരാ ഈ ഗുരുനാഥന്മാര്? എന്താ അങ്ങയുടെ ഗുരുനാഥന്മാരുടെ പ്രത്യേകത? നമ്മൾ ഗുരുനാഥന്മാരെന്നൊക്കെ പറയുമ്പോൾ എന്താ വിചാരിക്കുക? വേദവ്യാസര്, ശ്രീശുകര്, അതുപോലെ വസിഷ്ഠര്, വിശ്വാമിത്രര്, അത്രി, അങ്ങനെ അങ്കിരസം എന്നൊക്കെ അല്ലേ ധരിക്കുന്നത്. ഇതൊന്നുമല്ല. ആരൊക്കെയാ ഗുരുനാഥന്മാരെന്നറിയോ? പൃഥിവി വായുരാകാശം. ആരൊക്കെയാണ്? പൃഥിവി വായുരാകാശമാപോഗ്നിശ്ചന്ദ്രമാ രവി കപോതോ ജഗര സിന്ധോ പതംഗോ മധുഗജ മധുഹ ഹരിണോ മീന പിംഗളാ കുരരോർഭക കുമാരീശരകൃത് സർപ്പ ഊർണനാഭിസുപേശകൃൽ ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷം ഇഹാത്മന. ഇതാണ് എന്റെ ഗുരുനാഥന്മാര്. ഈ 24 ഗുരുനാഥന്മാര് തന്ന വിദ്യയുടെ വെളിച്ചം കൊണ്ടാണ് ഞാൻ ഈ വിധം അങ്ങനെ സന്തോഷമായിട്ട് ലോകത്ത് നടക്കുന്നത്. ആരൊക്കെയാ ഗുരുനാഥന്മാര്? ഒരു പൃഥിവി, വായു, ആകാശം, ആപോ, അതല്ലേ പൃഥിവി, ഭൂമി, ആകാശം, വായു, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, ഇങ്ങനെ പറഞ്ഞ് പുറപ്പെടുക. കുറെ പേരുണ്ട് ഗുരുനാഥന്മാര്. അന്നൊന്ന് വിസ്തരിച്ച് കേൾക്കണല്ലോ ഗുരുനാഥന്മാരുടെ പ്രത്യേകത. ഈ ഭാഗം ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ചോദിച്ചാല്, നമുക്ക് ഭൂമി, വെള്ളം, വായു, അഗ്നി ഇതൊക്കെയാണ് ഗുരുക്കന്മാര് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ഈ പ്രപഞ്ചത്തില് നടക്കണേ ജിജ്ഞാസുവായ ഒരു ഉപാസകന്, ഒരു ഭക്തന് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഗുരുക്കന്മാരാണ്. എന്താ ഗുരു വെച്ചാൽ നമ്മൾക്കൊരു വഴി കാണിച്ചു തരുന്ന വെളിച്ചത്തിനൊക്കെ എന്ത് പറയും? ഗുരു എന്നാ പറയാ. എന്ന് വെച്ചാൽ എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത്? അതായത് എന്താണെന്നറിയോ? ഇപ്പൊ നമ്മൾ നല്ലൊരു മഹാത്മാവിനെ കണ്ടു, നല്ല സമ്പ്രദായത്തില് നല്ല ഒരു മട്ടുമാതിരിയൊക്കെ ആയിട്ട് ജീവിക്കണോ, ഒരു അനുകരിക്കാവുന്ന രീതിയിൽ നല്ല മട്ടുമാതിരിയായിട്ട് ജീവിക്കണ ഒരാളെ കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിന് ഒരു ഗുരുവായിട്ട് എടുക്കുന്ന എന്താ കാരണം എന്നറിയോ? നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ മട്ടുമാതിരിയായിട്ട് നടന്നാൽ നമുക്കും നന്മയുണ്ടാവുമെന്ന് തോന്നിയില്ലേ? എന്നാ ഒരുത്തൻ കള്ളും കുടിച്ച് റോഡിന്റെ വക്കത്ത് ഇങ്ങനെ ആ കാല് സർവേക്കലിന്റെ മുകളിലേക്കും തല ഓടയിലേക്കും ഇങ്ങനെ തൂക്കിയിട്ടിട്ട് തല കുത്തനെ കിടന്ന് നായയുടെ മൂത്രം വായയെ കൂടി ഇങ്ങനെ മുഖത്തെ കൂടി ഇങ്ങനെ ഒഴുക്കി അങ്ങനെ കിടക്കുക. അവനും ഗുരു. അതെങ്ങനെയാ ഗുരു ആവണത്? ഇവനെങ്ങനെയാ ഗുരു ആവണെന്ന് ചോദിച്ചാൽ, ഈ ജാതി കിടപ്പ് കിടക്കണവനെ കണ്ടപ്പോ തന്നെ നമ്മൾ എന്ത് തീരുമാനിച്ചു? ഓ, ഇവന്റെ മാതിരി ഒന്നും ആവരുതേ. എന്താവും? ഇങ്ങനെയാവില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ആവരുത് എന്നൊരു ബോധം ഇവനെ കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലേ? അതൊരറിവാണ്, അതൊരു ഉപദേശല്ലേ. എന്നാ മറ്റയാളെ കണ്ടപ്പോഴോ ഇതുപോലെയൊക്കെ ആണച്ച എത്ര നന്നാവും ഇല്ലേ? അങ്ങനെ ഒരു ഉപദേശം. അതുപോലെ ആവുകയാണ് വേണ്ടത്, ഇതുപോലെ ആവാതിരിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ഉപദേശം തരണ മഹിമകളെ ലോകത്തിൽ എല്ലാ ദിക്കിലും ഉള്ളൂ. ആ ലോകത്തിലിരിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മുടെ ആത്മഭാവത്തിന് വെളിച്ചുണ്ടാവുന്ന വിധത്തിൽ ഗുരുക്കന്മാരായിട്ട് സ്വീകരിച്ച് ആ ഗുരുക്കന്മാരുടെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാ ഗുരുനാഥന്മാര്? ഓരോന്നായിട്ട് പറഞ്ഞു നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ വെച്ചാൽ ഈ 24 ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ 24 ഉള്ളൂ എന്നല്ല, 24 എണ്ണത്തിന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ വെളിച്ചത്തില് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ സ്ഥലി പുലാക ന്യായേന എന്ന് പറയുന്നതിന് സംസ്കൃത ഭാഷയിൽ അങ്ങനെ ന്യായം ഉണ്ട്. ന്യായം ചെന്താ സ്ഥലി പുലാക ന്യായം. സ്ഥാലി എന്ന് പറഞ്ഞ ഉരുളി, പാത്രം, അരി വെക്കണ പാത്രം. എന്താ വെച്ചാൽ അത് സ്ഥാലി. പുലാകം പറഞ്ഞ വറ്റ. നമ്മളിപ്പോ ഒരു പാത്രത്തിൽ അരി വേവിക്കുമ്പം, വലിയൊരു ഉരുളിയിൽ അരി വേവിക്കുമ്പം ഈ അരി വെന്ത് ചോറായോ വേവ് പാകായോ എന്ന് എങ്ങനെ അറിയുക? ആരും അരി വെക്കാറില്ല അല്ലേ?
നമ്മൾ അരി വെക്കില്ലേ, ഉരുളിയിൽ നേദ്യം ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അരി വെക്കണ ഏർപ്പാടില്ലാത്തവരാരും ഇല്ലല്ലോ. അടുപ്പത്തെ അരി കഴുകിയിട്ട് വേവിച്ചിട്ട് നമ്മളിത് വെന്തുവോ പാകമായോ, വേവ് പാകമാണോ, ഇറക്കി വെക്കാറായോ എന്നൊക്കെ എങ്ങനെ നോക്കും? ചട്ടുകം കൊണ്ട് ഒന്നും കൊണ്ട് വട്ടത്തിൽ ഇളക്കിയിട്ട് ഇങ്ങോട്ട് കോരിയിട്ട് അതിൽ ഒരു വറ്റെടുത്തിട്ടൊന്ന് അമർത്തി നോക്കും. ആ ഒരു വറ്റ് അമർത്തി നോക്കുമ്പോൾ നല്ല പാകായ വേവിലാണ് ഇരിക്കണത് വെച്ചാൽ നമ്മൾ പറയും നല്ല പാകാണ്, ഇറക്കി വെച്ചോളൂ, വറക്കാറായി എന്ന് പറയില്ലേ? അതല്ലേ പറയുക. ആ ഒരൊറ്റ വറ്റ് അമർത്തി നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആ പാത്രത്തിലെ എല്ലാ വറ്റിന്റെയും വേവ് മനസ്സിലാവും. അത്രയല്ലേ വേണ്ടോ? അല്ലാതെ ആ പാത്രത്തിൽ എല്ലാ വറ്റും അമർത്തി നോക്കേണ്ട കാര്യമുണ്ട്? അങ്ങനെ അമർത്തി നോക്കിയാൽ പിന്നെ അമർത്തിയോന് വിളമ്പി കൊടുത്തോളൂ, കൊണ്ടേ കഴിക്കട്ടെ. ഒന്നിനും പറ്റില്ല, അത് വളവളവളാന്നായിട്ടുണ്ടാവും. ഒന്നുകൊണ്ട് നമ്മൾ ആ പാത്രത്തിലെ എല്ലാറ്റിൻ്റെയും രൂപം മനസ്സിലാക്കണ മാതിരി അങ്ങനെയാ വേണ്ടത്. എല്ലാം ഇപ്പൊ നമ്മൾക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരില്ലേ? 5 5 10 എന്ന് പഠിപ്പിച്ചാൽ പിന്നെ 6 6 12 എന്ന് നമ്മൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പഠിക്കില്ലേ? ശരിയല്ലേ? ചിലര് പഠിക്കില്ല കേട്ടോ, അതിനുണ്ടെന്നാലും അങ്ങനെയാണ് വേണ്ടത്. പഠിച്ചതുകൊണ്ട് പഠിക്കാത്തതിനെ അറിയാനുള്ള മഹിമയ്ക്കാണ് പഠിപ്പ് എന്ന് പറയുക. ഒന്നും മനസ്സിലായില്ലേ? പഠിച്ചതുകൊണ്ട് പഠിക്കാത്തതിനും കൂടി മനസ്സിലാക്കാനുള്ള വിവരം നമുക്കുണ്ടായാൽ നമുക്ക് പഠിപ്പുണ്ട് എന്ന് പറയുക. അങ്ങനെയാണ്. അതാണ് ഇപ്പം നമ്മൾ കുറച്ച് പഠിച്ചു. അപ്പോൾ പഠിച്ചത് ആ പഠിച്ചതിൻ്റെ വെളിച്ചം കൊണ്ട് പഠിക്കാത്തതിനും കൂടി മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നന്നായി പഠിക്കണമെന്നാണ് അർത്ഥേ. അതുകൊണ്ടാണ് പണ്ട് ഗുരുനാഥന്മാർ പറയും, പഠിച്ച ഭാഗം പഠിക്കാത്ത ഭാഗം കണ്ടാൽ ഒരുപോലെ ആയി തുടങ്ങിയ പഠിപ്പ് നിർത്താമെന്ന്. എന്ത്? പഠിച്ച ഭാഗം പഠിക്കാത്ത ഭാഗം കണ്ടാൽ ഒരുപോലെ ആയാൽ പഠിപ്പ് നിർത്താം. പണ്ട് മാഷ് ഗുരുനാഥൻ പഠിപ്പിക്കുമ്പോഴേ പഠിപ്പിക്കാത്തൊരു ഭാഗം ഇങ്ങനെ വായിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് പഠിപ്പിച്ചതാണേ എന്ന് പറഞ്ഞു. ഗുരുനാഥൻ അറിയാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന്. എന്താ കാരണം? പഠിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ അർത്ഥമൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ ഈ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പഠിപ്പ് നിർത്താറായി എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇവൻ ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതെന്താ അങ്ങനെ? നല്ല വിവരണ്ടേ? ഇത്രയും പഠിച്ചതുകൊണ്ട് പഠിക്കാത്ത ഭാഗം കണ്ടാൽ മനസ്സിലാവാറായി. അങ്ങനെയുണ്ട്. എന്നാൽ വേറെ ഒരുത്തുണ്ടായിരുന്നു. അവൻ എന്താണ്ടായിച്ചാൽ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഭാഗം വീണ്ടും പഠിപ്പിച്ചു. ഇവൻ പറഞ്ഞു, ഇത് പഠിപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, നിനക്ക് നിർത്താറായി എന്ന്. എന്താ കാരണം? ഈ ജാതി സാധനങ്ങളെ പഠിപ്പിച്ചിട്ട് നമുക്ക് പ്രാന്താവുക എന്നല്ലാണ്ട് ശരിയല്ലേ? ഇത് അവനെയും പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലേ? മനസ്സിലാവണ്ടല്ലേ കുറേശ്ശെയൊക്കെ? കുറേശ്ശേ മനസ്സിലാവാൻ പാടുള്ളൂ. ലോകത്തിൻ്റെ ഒരു കഥയെ. അതുകൊണ്ടാണ് ഗുരുനാഥന്മാരെ പറഞ്ഞ പഠിച്ചു. അപ്പം അതുകൊണ്ട് ഇതുകൊണ്ട് ഈ 24 എണ്ണം കൊണ്ട് നമ്മൾ പഠിക്കാത്ത ഇനിയും കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ള വെളിച്ചം ഉണ്ടാക്കലാണ്. ആദ്യത്തെ ഗുരു ഭൂമി എന്തേ പഠിപ്പിച്ചു വെച്ചാൽ, നമുക്ക് ഭൂമിയിൽ കുഴിക്കണോ, കിളയ്ക്കണോ, മാന്തണോ, പറയ്ക്കണോ, എന്തൊക്കെ ജാതി ചെയ്യുന്നുണ്ട് ലോകരെന്നല്ല എന്തൊക്കെ ജന്തുക്കളും മനുഷ്യന്മാരും പ്രാണികൾ എന്തൊക്കെ തരത്തിൽ ഭൂമിയെ ഇങ്ങനെ ഉപദ്രവിക്കണോ. ഇങ്ങനെ എല്ലാവരും ഉപദ്രവിക്കുമ്പോഴും ഭൂമിയുടെ സ്വധർമ്മം ഒരിക്കലും തെറ്റിക്കാറില്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ഇതെനിക്കൊരു പാഠമാണ്. എന്താ ചോദിച്ചാൽ, നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്ന് പെട്ടാലും സ്വധർമ്മം കളയരുത് എന്ന പാഠം ആര് തന്നു? ഭൂമിയെ തന്നത്. സ്വധർമാനുഷ്ഠാനം വളരെ പ്രധാനമാണെന്ന് എനിക്ക് ഉപദേശിച്ചു തന്നത് ഭൂമിയാണ്. അങ്ങനെയുണ്ട്. അപ്പൊ സ്വധർമാനുഷ്ഠാനത്തിന്റെ മഹിമയാണ് ഭൂമി പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഗുരു വായു എന്തേ പഠിപ്പിച്ചു? വായുവിൽ സുഗന്ധം വരും, ചിലപ്പോൾ ദുർഗന്ധം വരും, ചിലപ്പോൾ രണ്ടും വരും, ചിലപ്പോൾ രണ്ടും വരില്ല. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ സുഗന്ധം വരുമ്പം സുഗന്ധത്തിനോടും ഇല്ല വായുവിന് പ്രത്യേകത, ദുർഗന്ധം വരുമ്പോൾ അതിനോടും ഇല്ല, രണ്ടും വരുമ്പോഴും ഇല്ല, രണ്ടും വരാത്തപ്പോഴും ഇവര് വരിക പോവുക എന്നല്ലാതെ വായു എപ്പോഴും അവിടെ ഉണ്ടാവും. പൂവിന്റെ മണം, പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ മണം ഉണ്ടാവില്ലല്ലോ. അല്ല, അത് കഴിഞ്ഞാൽ അതിന്റെ കാലം കഴിഞ്ഞാൽ അത് പോകും. പക്ഷെ വായു എപ്പോഴും അവിടെ ഉണ്ട്. എനിക്കൊരു പാഠമാണ്. എന്താ ചോദിച്ചാലേ, ഗുണങ്ങളും ഉണ്ടാവും ലോകത്തിലെ, ദോഷങ്ങളും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ മട്ടിന് വരും പോകും. നമ്മൾ അതിലൊന്നും എന്ത് ചെയ്യണ്ട, ഒട്ടിപ്പിടിക്കേണ്ടതായിട്ട് അത് നല്ലതാണ് ഇത് മോശമാണ് എന്നൊന്നും പറയണ്ട. ലോകത്തിൽ നല്ലതും ഇല്ല, മോശമായതും ഇല്ല. നമ്മൾ നോക്കുമ്പോഴല്ലേ നല്ലത് മോശമായത് തോന്നണത് ഇല്ലേ? നമ്മൾ കറി വെക്കുമ്പം അരയ്ക്കാനായിട്ട് നാളികേരം എടുക്കുമ്പോൾ നമ്മൾക്ക് നാളികേരം അകത്തിരിക്കുന്ന സാധനമാണ് നമുക്ക് ആവശ്യം. ചിരട്ടയും ചകിരിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കളയും. എന്നാൽ അടുപ്പിൽ കത്തിക്കാൻ നോക്കുമ്പോൾ നാളികേരത്തിൻ്റെ ഉള്ളിലത്തേത് വേണ്ട, ചിരട്ടയും ചകിരിയാണ് വേണ്ടത്. ശരിയല്ലേ ഇത്? അപ്പൊ കത്തിക്കാനായിട്ട് പുറപ്പെടുമ്പം നമുക്ക് അവശ്യ വസ്തു നാളികേരം പൂളിയെടുത്തതാണോ അതോ ചിരട്ടയും ചകിരിയാണോ? അപ്പൊ ചിരട്ടയും ചകിരി അവശ്യ വസ്തുവാണ്. നാളികേരം പൂളിയെടുത്ത നാളികേരം നമുക്കിവിടെ വേണ്ടത് വേസ്റ്റാണ്. അവിടെ കളയില്ല, നല്ലത് നമുക്കിവിടെ വേസ്റ്റാണ്. എന്നാൽ അരയ്ക്കാനായിട്ട് പുറപ്പെടുമ്പോൾ നാളികേരത്തിൻ്റെ ഉള്ളിലിരിക്കണ പൂളിയെടുത്ത നാളികേരത്തിൻ്റെ പൂളുകളൊക്കെ എന്ത് വേണം? അരയ്ക്കാനായിട്ട് വേണം. ചിരട്ടയും ചകിരിയും വേസ്റ്റാണ്. അപ്പം അത്രയേ ഉള്ളൂ, ഓരോന്നിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ അത് ആവശ്യമില്ല എന്നേ അർത്ഥമുള്ളൂ. വേറെ രീതിക്കൽ അത്
ലോകത്തിൽ വേണ്ടാത്തതൊന്നുമില്ല, വേണ്ടതും ഒന്നുമില്ല. നമ്മുടെ ഭാവത്തിനനുസരിച്ചാണ് ഓരോന്നും പുറപ്പെടുന്നത്. അതിലൊന്നും എന്ത് വെക്കേണ്ട, ആസക്തി വെക്കേണ്ട. മൂന്നാമത്തെ ഗുരു ആകാശാണ്. ആകാശത്തെ പഠിപ്പിച്ചു. ആകാശത്തിൽ നോക്കിക്കോളൂ, സൂര്യൻ വരണോ പോണോ, ചന്ദ്രൻ വരണോ പോണോ, നക്ഷത്രങ്ങൾ വരണോ പോണോ, പക്ഷികൾ വരണോ പോണോ, വിമാനം വരണോ പോണോ, ഇതൊന്നും ആകാശത്ത് പറ്റി പിടിക്കാറില്ല. ഇതെനിക്കൊരു പാഠാണ്. ആകാശം പോലെ അലേപകനാണ് ആത്മാവ്. ആത്മാവിന് ഇപ്പം നമ്മുടെ ശരീരത്തിന്റെ ബാധ്യതകൾ കറുത്തിട്ടോ വെളുത്തിട്ടോ ക്ഷീണിച്ചിട്ടോ തളർന്നിട്ടോ അല്ലെങ്കിൽ സുന്ദരനായിട്ടോ സുന്ദരിയായിട്ടോ ഉണ്ണിയായിട്ടോ പ്രായമുള്ളവനായിട്ടോ ചെറുപ്പക്കാരനായിട്ടോ സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ ഇതൊന്നും ആരെ ബാധിക്കാറില്ല. ആകാശത്തിൽ കൂടി പോണേ പക്ഷികള് ആകാശത്തിൽ പറ്റിപ്പിടിക്കാത്ത പോലെ ഈ പറഞ്ഞ ഭാവങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കാറില്ല എന്ന പാഠം ആകാശം തന്നു. നാലാമത്തെ ഗുരു ജലം. ജലത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നോക്കൂ, ഈ വെള്ളത്തിന്റെ കൂടെ എന്ത് കൂടിയാലും അത് ശുദ്ധാക്കും. വെള്ളത്തിന്റെ കൂടെ കൂടിയതിനൊക്കെ വെള്ളം ശുദ്ധാക്കില്ലേ? അതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്ന് ചോദിച്ചാലേ, നമ്മുടെ കൂടെ ആരെങ്കിലും കൂടിയാൽ ആ കൂടിയ ആൾക്ക് എന്തെങ്കിലും ശുദ്ധി ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്, അശുദ്ധി ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് എന്നാണ്. അതൊരു വലിയ പാഠമാണ്. ഏതിന്റെ കൂടെ? വെള്ളത്തിന്റെ കൂടെ എന്ത് കൂടിയാലും. നമ്മൾ മുണ്ട് അഴുക്കായാൽ എന്ത് ചെയ്യും? അഴുക്കാവാറില്ല എന്നോ? അല്ല, അഴുക്കായ മുണ്ട് ഇപ്പം നമ്മൾ രാവിലെ എടുത്ത മുണ്ട് വൈകുന്നേരമായി നമ്മൾ എന്താ ചെയ്യുക? ശുദ്ധം വരുത്താൻ ആ വെള്ളത്തിൽ മുക്കി സോപ്പൊക്കെ തേച്ച് മുക്കി അഴുക്ക് കുത്തി പുറപ്പെടുമ്പോൾ അഴുക്കൊക്കെ അങ്ങോട്ട് പോയി മുണ്ട് ഇങ്ങോട്ട് വെളുത്ത്. അപ്പം ഈ അഴുക്ക ആരുടെ കൂടെയാണ് പോണത്? മുണ്ടിന്റെ കൂടെ പോവില്ലേ? മുണ്ടിന്റെ കൂടെ പോവാണ്ടിരിക്കാൻ വെള്ളത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോയി മുണ്ട് ശുദ്ധമായിട്ട് വെളുത്ത് നല്ല വൃത്തിയായിട്ട് ഇങ്ങോട്ട് വരും. ഇതുപോലെയാണ്. അപ്പൊ ഏത് വസ്തു അശുദ്ധമായാലും നമ്മൾ എങ്ങനെയാണ് ശുദ്ധം വരുത്തുക? വെള്ളത്തിൽ മുക്കിയിട്ടല്ലേ ശുദ്ധം വരുത്തുക. മുക്കി ശുദ്ധാക്കുക. മുക്കി അങ്ങനെയല്ലേ പതിവ്. പണ്ട് ആരോ ശർക്കര കൊണ്ടുവന്നു അമ്പലത്തിക്ക്. എന്നിട്ട് കൊണ്ടുവന്ന തർപ്പള്ളിയുടെ അവിടെ മുമ്പിൽ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പൊ മുത്തശ്ശിയമ്മയ്ക്ക് വലിയ ശുദ്ധാണേ. മുത്തശ്ശി പറഞ്ഞു, ഉണ്ണിയെ ശുദ്ധം മാറിയോ എന്നൊരു സംശയം ഉണ്ടെന്നും പറഞ്ഞു. എന്ത് ശർക്കര? എന്ത് ചെയ്യും? മുത്തശ്ശമ്മനെ ആരും കാണാത്ത നേരത്തെ ശർക്കര കൊണ്ടുപോയി കുളത്തിൽ കൊണ്ടുപോയി മുക്കി ഉണ്ണിയെ ശുദ്ധായി എന്നും പറഞ്ഞു. എന്ത് ശർക്കര വെള്ളത്തിൽ മുക്കി ശുദ്ധം വരുത്തിയ എങ്ങനെ ഉണ്ടാവും? എന്തായാലും നമ്മുടെ ഒരു സമ്പ്രദായം എന്താ? മുക്കി ശുദ്ധം വരുത്തുക. എന്തുകൊണ്ടായാലും വെള്ളത്തിൽ മുക്കിയ ശുദ്ധാവും നല്ലേ പതിവ്. അങ്ങനെയാണ്. അപ്പൊ വെള്ളത്തിന്റെ കൂടെ കൂടുന്നത് എന്തായാലും അതിനെ ശുദ്ധീകരിക്കും പോലെ നമ്മൾ എന്താവണം? വെള്ളത്തിന്റെ മാതിരി ആവണം. നമ്മുടെ കൂടെ ആര് കൂടിയാലും ആ കൂടിയവന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നന്മയുടെ വെളിച്ചം, ഒരു ശുദ്ധിയുടെ നന്മ കൊടുക്കാൻ സാധിക്കേണ്ടതാണ് എന്ന പാഠം ജലം തന്നു. അഞ്ചാമത്തെ ഗുരു അഗ്നി. അഗ്നി എന്തേ പഠിപ്പിച്ചു എന്നറിയൂ? അഗ്നിയിൽ ശുദ്ധായതും ദഹിക്കും, അശുദ്ധായതും ദഹിക്കും, രണ്ടും ദഹിക്കും, രണ്ടും അല്ലാത്തതും ദഹിക്കും. ഇതെനിക്കൊരു പാഠമാണ്. എന്താ ചോദിച്ചാലേ, അഗ്നിയെ പോലെ ആവണം എന്നാണ്. ശുദ്ധാശുദ്ധങ്ങളുടെയൊക്കെ അപ്പുറത്തെ ഒരു നിലയുണ്ട്, വലിയൊരു നിലയാണ് ഈ അഗ്നി. നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ അഗ്നിയിൽ കത്തിച്ചാലും നമ്മളിപ്പം നല്ല വെള്ളം, ചീത്ത വെള്ളം, ശുദ്ധമായ വെള്ളം, അശുദ്ധമായ വെള്ളം എന്ന് പറയുമ്പോൾ ശുദ്ധമായ അഗ്നി അശുദ്ധമായ അഗ്നി എന്ന് പറയാറുണ്ടോ? എന്താ കാരണം? അഗ്നിക്ക് അതില്ല. അതുകൊണ്ടാണ്. ഏത് അഗ്നി ആയാലും നമ്മൾ പറഞ്ഞ അത് അശുദ്ധമായ അഗ്നിയാണ് പറഞ്ഞ അടുത്തേക്ക് നീങ്ങി എന്താണ്ടാവും? മുണ്ടിന് തീ പിടിക്കില്ലേ? ശുദ്ധാണ് അഗ്നി എന്ന് പറഞ്ഞാലും അഗ്നി പിടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെതായ ഭാവത്തു നിന്ന് ഉയർന്ന് നോക്കൂ, ഒരു യോഗീശ്വരന്റെ മട്ടിലേക്ക് ഉയർന്ന് ഏതുകൊണ്ടും ബാധിക്കാത്തതായ നിലയിലേക്ക് ഉയരേണ്ടതാണ് എന്ന പാഠം അഗ്നി തന്നു. ഇങ്ങനെ 5 ഗുരുനാഥന്മാര്, പഞ്ചഭൂതങ്ങള്. ആറാമത്തെ ഗുരു ചന്ദ്രൻ. ചന്ദ്രൻ എന്തേ പഠിപ്പിച്ചത്? ആകാശത്ത് ചന്ദ്രനെ കണ്ടിട്ടില്ലേ? 15 ദിവസം വൃദ്ധിയാണ് ചന്ദ്രന്. പിന്നെ 15 ദിവസം ചന്ദ്രന് ക്ഷയാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ കറുത്ത പക്ഷത്തിൽ കണ്ടിട്ടില്ലേ? ചന്ദ്രൻ എന്ത് ചെയ്യും? ചെറുതായി അങ്ങോട്ടില്ലാണ്ടാവും കർത്തവാവ്. പിന്നെ പിറ്റേന്നാളെ വെളുത്ത പക്ഷം തുടങ്ങും. വെളുത്ത പക്ഷത്തിൽ വലുതായി വർദ്ധി. അപ്പൊ ചന്ദ്രൻ 15 ദിവസം വർദ്ധിച്ചു വരും, 15 ദിവസം ക്ഷയിച്ചു വരും. ഈ വർദ്ധിച്ചു വരുമ്പോഴും ക്ഷയിച്ചു വരുമ്പോഴും ചന്ദ്രൻ ഇല്ലാതെ കണ്ടാവണില്ല. ചന്ദ്രൻ അവിടെ ഉണ്ട്. ചന്ദ്രന്റെ ശരീരത്തിനാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവണത്, ചന്ദ്രന് നാശം ഉണ്ടാവണില്ല. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്ന് ചോദിച്ചാൽ, നോക്കൂ, ശരീരത്തിനാണ് എന്തുള്ളത്? ഈ പറയുന്നതായ ഏറ്റക്കുറച്ചിൽ, ക്ഷീണിക്കുക, തളരുക, വളരുക, അല്ലെങ്കിൽ നന്നാവുക, വെളുക്കുക, കറക്കുക, ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ ഈ ശരീരത്തിന്റെ ബാധകൾ, വൃദ്ധിക്ഷയങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കില്ല എന്ന പാഠം ചന്ദ്രനാണ് തന്നത്. ഏഴാമത്തെ ഗുരു സൂര്യൻ. സൂര്യൻ പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പറയും, സൂര്യൻ നോക്കൂ, ഈ സമുദ്രത്തിലും പുഴയിലും തോട്ടിലും കടലിലും അതുപോലെ തന്നെ കുളത്തിലും തടാകത്തിലും ഒക്കെ ഇരിക്കുന്ന വെള്ളത്തിനെ തൻ്റെ സൂര്യപ്രകാശത്തിന്റെ ചൂടുകൊണ്ട് നീരാവിയാക്കി ആകാശത്ത് കൊണ്ടുപോയി
മേഘമാക്കി ആ മേഘത്തിനെ കുന്നിന്റെ മുകളിൽ എത്തിച്ച് ആ കുന്നിന്റെ മുകളിൽ നിന്ന് മഴയായിട്ട് കീഴ്പ്പെട്ട് പെയ്യും. ഈ മഴയായിട്ട് പെയ്യണ വെള്ളം എവിടേക്ക് വരും? ഈ പറയുന്നതായ സമുദ്രത്തിലേക്കും തോട്ടിലേക്കും പുഴയിലേക്കും ഒക്കെ വരും. അത് വീണ്ടും നീരാവിയാക്കിയിട്ട് കൊണ്ടുപോയി ആകാശത്തെത്തിച്ച് അവിടുന്ന് അത് വീണ്ടും മേഘമായിട്ട് തിരിച്ച് എന്നിട്ട് വീണ്ടും വെള്ളമായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചും കൊണ്ടേ ഇരിക്കും. ശരിയല്ലേ? ഇത് സൂര്യൻ ഈ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യുമ്പോഴും സൂര്യൻ എന്തില്ല? സൂര്യന് അഭിമാനമില്ല. എന്തഭിമാനം? ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യണത് എന്ന അഭിമാനം ആർക്കില്ല? സൂര്യൻ ഇതൊക്കെ എത്രയോ കാലമായിട്ട് ചെയ്യണ്ട, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്നറിയോ? സ്വധർമാനുഷ്ഠാനം അഭിമാനമില്ലാതെ ചെയ്യേണ്ടതാണ് എന്ന ആ ഒരു ഉപദേശം എനിക്ക് ആര് തന്നു? എനിക്ക് തന്നത് സൂര്യനാണ്. എന്താ ഈ സ്വധർമാനുഷ്ഠാനം? നമ്മള് നമ്മുടേതായ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പം അതിൽ അഭിമാനം കാണിക്കേണ്ട കാര്യമില്ല. എന്താ അഭിമാനം? ഇപ്പൊ ചിലര് പറയാറില്ലേ, അമ്മയെ പിന്നെ ഞാനാണ് നോക്കിയത്. എന്തിനാ പിന്നെ അത് പറയുന്നത്? അമ്മയെ പിന്നെ അടുത്ത വീട്ടുകാരാ നോക്കേണ്ടത്? അത് ഇവന്റെ സ്വധർമ്മല്ലേ? അത് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ എടുത്ത് പറയുന്ന അർത്ഥം എന്താ? അവനതില് അഭിമാനം ഉണ്ടെന്നാണ്. അച്ഛനെ പിന്നെ ഞാനാ നോക്കിയതേ, ഇയാളുടെ പിന്നെ ആരാ നോക്കേണ്ടത്? അല്ല, അടുത്ത വീട്ടിലൊരു അമ്മ വയ്യാണ്ടി ഉണ്ടായിരുന്ന അമ്മയെ ഞാൻ എൻ്റെ കുടുംബത്തെ കൊണ്ടുവന്ന് നല്ലോണം നോക്കി സന്തോഷമായിട്ട് അമ്മ പോയിട്ടോ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരു ഭംഗിയുണ്ട്. എന്താ കാരണം? അത് ഇവന്റെ സ്വധർമ്മല്ല, ഇവന്റെ അമ്മയുമല്ല. ആ അമ്മയ്ക്ക് ആരോ ഒരു ഇല്ലായതുകൊണ്ട് ഇവൻ കൊണ്ടുവന്ന് പരിപാലിച്ചു, നല്ല കാര്യം തന്നെ. ശരിയല്ലേ? ഇത് അതിനൊരു സന്തോഷമുണ്ട്. അത് പറയുമ്പോൾ മാതിരിയല്ലല്ലോ അവനവന്റെ അമ്മ എൻ്റെ കുട്ടികളെയൊക്കെ ഞാനാ നോക്കിയത് എന്ന് പറഞ്ഞാൽ എന്തെങ്ങനെ ഉണ്ടാവും? അപ്പൊ സ്വധർമ്മാണത്. നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അത് നമ്മുടെ സ്വധർമ്മമാണ്. ആ സ്വധർമ്മം ചെയ്യുമ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ അമ്മയെ പരിപാലിക്കണവനാണല്ലോ, അച്ഛനെ എന്നൊക്കെ തോന്നണുണ്ടെങ്കിൽ ആ വിഡ്ഢിത്തം സൂര്യനെ കണ്ട് തിരുത്തിക്കോളൂ എന്നാ പറഞ്ഞത്. എനിക്ക് തന്ന ഉപദേശമാണ്. ആരുടെ? സൂര്യദേവന്റെ ഉപദേശമാണെന്നും പറഞ്ഞു. പിന്നെ എട്ടാമത്തെ ഇപ്പൊ നോക്കൂ, 5ഉം 2ഉം 7 എണ്ണം കഴിഞ്ഞു. 5 എണ്ണം പഞ്ചഭൂതങ്ങള്, 2 എണ്ണം സൂര്യചന്ദ്രന്മാര്. ഇനി പറയുന്നതൊക്കെ ലോകോദാഹരണങ്ങളാ. എന്ത് ഉദാഹരണം? ഈ ഭൂമിയിലിരിക്കണേ വസ്തുക്കളാണ്. അതിൽ എട്ടാമത്തേത് ആരാന്നറിയോ? കപോതം. കപോതം പറഞ്ഞാൽ പ്രാവ്. പ്രാവ് കണ്ടില്ലേ? നമ്മുടെ ഇവിടെ അമ്പലത്തിലൊക്കെ പറഞ്ഞ പ്രാവിനെ കണ്ടിട്ടില്ലേ? ആ പ്രാവ. പണ്ടൊരു പ്രാവ്, ഒരു പെൺപ്രാവും കൂടി ഇങ്ങനെ ഭാര്യയും ഭർത്താവായിട്ട് കഴിയുന്ന കാലത്ത് കുട്ടികളൊക്കെ ഉണ്ടായി കാട്ടിൽ അങ്ങനെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. ഇങ്ങനെ ഈ കാട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ, ഈ ആൺപ്രാവും പെൺപ്രാവും കൂട്ടിലില്ലാത്ത സമയത്ത് ഒരു വേടൻ വന്ന് ഈ പ്രാവിന്റെ കുട്ടികളെയൊക്കെ വല വീശി ആ വലയിൽ പെട്ടുപോയി. കുട്ടികൾ വലയിൽ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ആര് വരുന്നത്? ഈ പെൺപ്രാവ് വരുന്നത്. ഈ പെൺപ്രാവ് എന്തേ ചെയ്തു വെച്ചാല്, ഈ വന്ന് തൻ്റെ കൂട്ടിലേക്ക് വരുമ്പോഴാണ് ഈ വലയിൽ ഈ പ്രാവിൻ്റെ കുട്ടികൾ കിടക്കുന്നത് കണ്ടത്. ഈ കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഈ പെൺപ്രാവിന് തോന്നി, എൻ്റെ കുട്ടികളില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് കണക്കാക്കിയിട്ട് ഈ പെൺപ്രാവ് എന്ത് ചെയ്തു? ആ വലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് സ്വയമേവ അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് മാത്രമല്ല, ആ പെൺപ്രാവും കൂടി വലയിൽ പ്രവേശിച്ച എല്ലാവരും മക്കളും ആ പെൺപ്രാവും ആ വലയിൽ കിടക്കുന്ന സമയത്താണ് ആൺപ്രാവ് ദൂരെ എവിടെയോ ഭക്ഷണം തേടിപ്പോയ ആൺപ്രാവ് വന്ന്. ഈ ആൺപ്രാവ് വന്ന് നോക്കും, എന്ത് കണ്ടു? വലയുടെ ഉള്ളിൽ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും പെട്ട് കിടക്കണം. ഈ ആൺപ്രാവിന് തോന്നി, അയ്യോ ഭാര്യയും മക്കളും ഇല്ലാതെ എന്ത് ജീവിതം, ഇവരില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ച് ഈ ആൺപ്രാവും ആ വലയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. അതോടെ എന്താണ്ടായത്? വേടന് വലിയ സൗകര്യമായി. കുട്ടികളെ മാത്രം വലയിൽ കിട്ടിയ എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ എന്തുണ്ടായത്? ഭാര്യയും മക്കളും ഒക്കെ അതിൽ ചെന്ന് പെട്ടു. വേടൻ സന്തോഷമായിട്ട് എല്ലാറ്റിനെയും പിടിച്ചു കൊണ്ടുപോയി കൊന്നു തിന്നു. ഇതെനിക്കൊരു പാഠമാണ്. എന്താ ഈ പാഠത്തിന്റെ പ്രത്യേകത എന്നറിയോ? അതായത് അതിസ്നേഹം കൊണ്ട് ആപത്തുണ്ടാക്കരുത് എന്ന പാഠമാണ് ആര് തന്നത്? ഈ പ്രാവ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അങ്ങനെ പറഞ്ഞാല്. അപ്പൊ നമ്മളൊരു വഴിക്ക് നടന്നു പോവുക, കൂടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളും ഉണ്ട്. നടന്നു പോണ സമയത്ത് കൂടെ വന്നവൻ എന്ത് ചെയ്തു? അപ്പുറത്തെ വെള്ളക്കുഴിയിൽ വീണു. നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതെ പോവുകയെ. അല്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പതിവ്. സമ്പ്രദായമുള്ളവർക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ കൂടെ വന്ന് നമുക്ക് വേണ്ടപ്പെട്ട വെള്ളക്കുഴിയിൽ വീണാൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നുകിൽ നമുക്ക് നീന്താനൊക്കെ വശമുണ്ടെങ്കിൽ വേഗം ചാടി നീന്തി അദ്ദേഹത്തിനെ പിടിച്ച് വലിച്ച് കരയ്ക്ക് കയറ്റി ആവണ മാതിരി വേഗം രക്ഷിക്കാം. ഈ നീന്താനൊന്നും വശമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തൊക്കെയാണ് വെച്ചാൽ ഉടുത്തമുണ്ടെങ്കിൽ അഴിച്ചു വീഴ്ത്തി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒരു പിടുത്തം കിട്ടി അദ്ദേഹം കൊണ്ട് വലിഞ്ഞു കയറി പോരും. അങ്ങനെ ചെയ്യല്ലേ വേണ്ടത്. ഇനി അതിനും പറ്റിയില്ല വെച്ചാൽ എന്ത് ചെയ്യണം? ഉറക്കെ കൂവി വിളിച്ച് നിലവിളിക്കാം. ആരെങ്കിലും കേട്ടറിഞ്ഞ് ഓടി വന്ന് ചാടി
രക്ഷിച്ചോളും. ഇതൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ഇതൊന്നും അല്ലാതെ നമ്മുടെ കൂടെ വന്നു വെള്ളത്തേക്ക് വീണപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇവൻ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ ജീവിക്കുക എന്ന് തിരിച്ച് നമ്മൾ അപ്പുറത്തെ കുഴിയിലേക്കും ചാടി. എങ്ങനെ ഉണ്ടാവും? ഇത് ബുദ്ധിയാ? ഇത് സ്നേഹമാണോ? അല്ല. അതിസ്നേഹം കൊണ്ട് ആത്മനാശം. അതല്ല, ഈ വെള്ളത്തേക്ക് വീണയാളെ രക്ഷിക്കാൻ അധ്വാനിച്ച് അതിൽ ചത്തുപോയാൽ ഒരു ഭംഗിയുണ്ട്. എന്തെന്താ അയാളെ രക്ഷിച്ചു എന്നിട്ട് ചത്തുപോയാൽ എന്തുണ്ട്? ഏതായാലും ഇപ്പം ചത്തുപോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ജീവനെങ്കിലും അങ്ങനെയെങ്കിലും. അതാ പറഞ്ഞത്. അപ്പൊ അതിസ്നേഹം കൊണ്ട് ആപത്തുണ്ടാക്കരുത് എന്ന പാഠം എനിക്ക് തന്നത് ഈ പറയുന്നതായ കപോത പ്രാവാണ്. പിന്നെ 9ാമത്തെ ഗുരു അജഗരം എന്നാ പറയുക. അജഗരം എന്ന് പറഞ്ഞാല് പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്തേ പഠിപ്പിച്ചു എന്നാണെങ്കിൽ, പെരുമ്പാമ്പ് ഇങ്ങനെ ഈ കാടുണ്ടാവില്ലേ, കാട്ടും പൊന്തയില് ചുരുട്ട് മടങ്ങി വായയും പൊളിച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ അവൻ ചിലപ്പോൾ കുറുക്കൻ വരും, വായയ്ക്ക് ചാടും, പിടിച്ചങ്ങോട്ട് മുഴുങ്ങും. നായ വരും, പിടിച്ചങ്ങോട്ട് മുഴുങ്ങും. ചിലപ്പോൾ പൂച്ചയാവും, അങ്ങോട്ട് മുഴുങ്ങും. ചിലപ്പോൾ പെരിച്ചാഴിയാവും, അങ്ങോട്ട് മുഴുങ്ങും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജന്തുവാവും, എന്ത് വന്നാലും ആരും മുഴുങ്ങും? പെരുമ്പാമ്പ് മുഴുങ്ങും. ചിലപ്പോൾ വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരെ? ജന്തുക്കള്. ഇപ്പോൾ വരിയായിട്ട് മുഴുങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 1-2 മാസത്തേക്ക് ആരും വരൂല്ല. അപ്പോഴും പാമ്പ് എന്ത് ചെയ്യും? സമാധാനമായിട്ട് അവിടെ കിടക്കും, മിണ്ടാതെ കിടക്കും. പാമ്പിന് കുഴപ്പമൊന്നുമില്ല. വരുമ്പോൾ വരുമ്പം ധാരാളമായിട്ട് കഴിക്കും. ഒന്നും ഇല്ലാത്തപ്പോഴും പാമ്പ് സന്തോഷമായിട്ട് കഴിക്കും. ഇതെനിക്കൊരു പാഠ. എന്താണെന്നറിയോ? സുഖം വരും, ദുഃഖം വരും, രണ്ടും വരും, രണ്ടും ചിലപ്പം വരില്ല. ഇതെന്ത് വന്നാലും സുഖവും വരും പ്രാർത്ഥിക്കാതെ, ദുഃഖവും വരും പ്രാർത്ഥിക്കാതെ. വന്ന പാട്ടിന് പോവുകയും ചെയ്യും. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് യാദൃച്ഛികതയായിട്ട് ഇരുന്നാൽ മതി. എന്താ എപ്പോഴാ വരികയെന്ന് നോക്കി. അല്ലെ അവിടെ എവിടെയോ വെള്ളം കണ്ടതിന് ഇവിടുന്ന് മുണ്ട് അങ്ങനെ പറയില്ലേ നമ്മുടെ നാട്ടില്? എവിടെയോ വെള്ളം ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് മുണ്ട് ഇങ്ങനെ വലിച്ചു കയറ്റി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ വെള്ളത്തിൽ അവിടെ എത്തുമ്പോൾ അവിടെയാണ് പൊക്കി പിടിച്ച് ചാടി കിടന്ന് അങ്ങോട്ട് പോയാൽ പോരെ? ശരിയല്ലേ ഇത്? അതാണ് പറഞ്ഞത്. ലോകത്തിൽ ഈ മുൻധാരണയും കഥയില്ലായിട്ട് പുറപ്പെടരുതെന്ന്. 10ാമത്തെ ഗുരു സമുദ്രം. സമുദ്രം എന്തേ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാലേ, നോക്കിക്കോളൂ, ഈ സമുദ്രത്തേക്ക് ഏതേതെല്ലാം നാട്ടിൽ നിന്ന് പുഴകളും തടാകങ്ങളും അരുവികളും ഒഴുകി ചെന്ന് ചേരേണ്ട സമുദ്രത്തിലേക്ക്. എത്ര അരുവികള്, എത്ര പുഴകള് സമുദ്രത്തിലേക്ക് വന്നു കൂടുന്നു. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ വന്ന് ഒഴുകി സമുദ്രത്തിൽ വന്ന് ചേരണതിനനുസരിച്ച് സമുദ്രത്തിലെ വെള്ളം പൊങ്ങി വരുന്നുണ്ടോ? ഉണ്ടോ? ശരി തന്നെയല്ലേ? ഏതൊക്കെ ഇപ്പൊ നമ്മുടെ കേരള നാട്ടിൽ നിന്ന് എത്ര പുഴകള്, 10-40 ജില്ലാനം പുഴകൾ എവിടേക്ക് ചെല്ലുന്നുണ്ട്? സമുദ്രത്തേക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ വേറെയും ദിക്കുന്ന ചെല്ലുണ്ടാവില്ലേ? എല്ലാ പുഴകളും കുത്തി ഒഴുകി ചെന്ന് സമുദ്രത്തിൽ ചേർന്നിട്ടും സമുദ്രത്തിലെ വെള്ളം, നമ്മുടെ നാട്ടിലൊരു അണക്കെട്ട് തുറന്നു വിട്ട പുഴ കവിയില്ലേ? പുഴ കവിഞ്ഞൊഴുകില്ലേ? ശരിയല്ലേ? അത് ചെറിയൊരു അണക്കെട്ട് തുറന്നു വിട്ടാൽ പുഴ കവിയണോ? ആ കവിയണ വെള്ളം എല്ലാം കൂടെ ചെന്ന് സമുദ്രത്തിൽ ചേർന്നിട്ടും സമുദ്രത്തില് ഒരു മാറ്റവും ഇല്ല. ഇതെനിക്കൊരു പാഠാണ്. എന്താ പാഠം എന്നറിയോ? ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങള് അകത്തേക്ക് വരും. അകത്തേക്ക് ഇങ്ങനെ കണ്ണ് കണ്ടത് കൊണ്ടുവരും, മൂക്ക് കണ്ടത് കൊണ്ടുവരും, ചെവി കേട്ടത് കൊണ്ടുവരും, തൊക്ക് തൊട്ടത് കൊണ്ടുവരും, നാവ് രുചി. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങള് അകത്ത് വന്ന് മനസ്സിലേക്ക് വന്നു പെടുമ്പോഴും ആ വിഷയങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഹൃദയത്തെ ക്ഷോഭിപ്പിക്കരുത് എന്ന പാഠം ആര് തന്നു? എനിക്ക് തന്ന സമുദ്രാണേ. സമുദ്രം ക്ഷോഭിക്കാറില്ല. എന്താ കാരണം? എത്ര പുഴകൾ വന്നിട്ടും സമുദ്രത്തിന് ക്ഷോഭം. സമുദ്രം ഇങ്ങനെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് വേണ്ട മാതിരി കൈകാര്യം ചെയ്യണം. അതെനിക്കൊരു പാഠാണ്. പിന്നീട് 11ാമത്തെ ഗുരു പതംഗം. പതംഗം എന്ന് പറഞ്ഞാൽ ഈ വിളക്കിലൊക്കെ ചെന്ന് ചാടുന്ന പാറ്റയില്ലേ? എന്താ അതിനെ പറയാ? ഈയാൻ പാറ്റ. ഇവിടെ എന്താ പറയുക? ഈയാൻ പാറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചെറിയ പാറ്റ ഈ വിളക്കിൽ വന്ന് ചാടണേ. ആ പാറ്റയാണ് എനിക്കൊരു ഗുരു. എങ്ങനെയാ ചോദിച്ചാലേ, ഇപ്പൊ നോക്കും, വിളക്കിലേക്ക് ഈ പാറ്റ വന്ന് കത്തിച്ചു വെച്ച വിളക്ക് കണ്ടാൽ വിളക്കിലേക്ക് വന്നിങ്ങടെ ചാടും. പാറ്റ വന്നിങ്ങനെ ചാടിയപ്പം പാവം അത് വീണു നിലത്തേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അയ്യോ പാവം ചത്തു പോണ്ടാന്ന് വിചാരിച്ച് ഈ പാറ്റയെ പെറുക്കി എടുത്ത് കൊണ്ടുപോയി കുറച്ച് ദൂരെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. നമ്മൾ എന്ത് ചെയ്തു? പാവം അതിനുണ്ടാവില്ലേ കുട്ടികളും കുടുംബം ഒക്കെ നിരീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതിനവിടെ ഇരുത്തി. പാറ്റയാണെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴാണ് അതിനകത്ത് തലചുറ്റിലേക്ക് അങ്ങോട്ട് മാറി, ആ ചുട്ടുസഞ്ചാരമൊക്കെ അങ്ങോട്ട് പോയി. അപ്പൊ എന്ത് ചെയ്തു? പാറ്റയൊന്ന് എണീട്ടു, മുണ്ടൊന്ന് നേരെ കുടഞ്ഞു കൊടുത്തു, കുപ്പായ കൈയൊന്ന് നേരിയാക്കി, തലയൊന്ന് കുലുക്കി, കൈയൊന്ന് ഇളക്കി, ആകെ ഒന്ന് കുടഞ്ഞു, കാലുമുഖം ഒന്ന് കഴുകി, കണ്ണൊന്ന് മിഴിച്ചു, എല്ലാവരെയും ഒന്ന് നോക്കി. അപ്പൊ നമ്മൾ വിചാരിച്ചു വേഗം പോവുകയായിരിക്കും, കുട്ടികളൊക്കെ സ്കൂളിൽ വരാറായില്ലേ ആരുടെയും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുക എപ്പോൾ പോകുന്നു. പാറ്റ എന്ത് ചെയ്തു? നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം എഴുന്നേറ്റ് ഓടി പറന്ന് ചെന്ന് ആ വിളക്കിൻ്റെ നടുക്കേക്ക് അങ്ങോട്ട് ചാടി ചത്തങ്ങോട്ട് പോയി. ഇതെനിക്കൊരു പാഠ. വിവരല്യായ കൊണ്ടല്ല പാറ്റ പോണത്. അണച്ചപ്പം നമ്മൾ പെറുക്കി പിടിച്ച് വെച്ചപ്പോൾ പാറ്റയ്ക്ക് തോന്നണ്ടേ അബദ്ധം പറ്റിപ്പോയതാണ്, പിന്തിരിഞ്ഞ് പോകണമെന്ന് തോന്നിയോ? പറയുന്നതൊക്കെ മനസ്സിലാവണില്ലേ? പാറ്റ എന്ത് ചെയ്യണോ? രണ്ടാമതും
അതേ വിളക്ക് അന്വേഷിച്ച് വന്നിട്ടാണ് ആ ഈയാമ്പാറ്റ വിളക്കിൽ ചാടിയിട്ട് ചാവണത്. ഇതെനിക്കൊരു പാഠാണ്. എന്താന്ന് വെച്ചിട്ടോ, ഈ പാറ്റ വിളക്കിലേക്ക്, അതായത് ഈയാമ്പാറ്റ വിളക്കിൽ ചെന്ന് ചാടി സ്വയം ദഹിച്ച് നശിച്ചു പോകും പോലെ ഈ സ്ത്രീ പുരുഷാദി വിഷയാസക്തി കൊണ്ട് നശിച്ചു പോവരുത് എന്ന പാഠം എനിക്ക് ആര് തന്നു? ഈ ഈയാമ്പാറ്റയെ തന്നത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ കേട്ടിട്ടില്ലേ, സീരിയലിൽ അഭിനയിപ്പിച്ചോളാം, സിനിമയിലേക്ക് കൊണ്ടുപോയി അഭിനയിപ്പിച്ചോളാം എന്നും പറഞ്ഞിട്ടാണ് ഓരോ കുട്ടികളെയും കൊണ്ടുപോവുക. ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, കൊണ്ടുപോകും. എന്നിട്ട് ഈ പോയ സാധനങ്ങൾ തിരിച്ചു വരണ വരവ് എങ്ങനെയാ? അല്ല, ആരും കളിയാക്കിയതല്ല, പരിഹസിച്ചതൊന്നുമല്ല. പത്രത്തിലൊക്കെ നമ്മൾ വായിക്കണ ചില വാർത്തകളൊന്ന് സ്മരിച്ചോളോ. എന്നിട്ട് എന്ത് പറയും? അങ്ങനെ ഓരോന്ന് നമ്മൾ ഈ ചീത്ത വർത്തമാനങ്ങൾ കേട്ടിട്ടില്ലേ? 10 ആള്, 12 ആള്, 25 ആള്, 35 ആള്, 68 ആള്. നമുക്ക് തന്നെ ഇത് കേട്ടിട്ട് അന്ന് ഊണൊഴിക്കാനും വെള്ളം കുടിക്കാനും പറ്റിയില്ല. എന്താ പരിഹാസം പറയല്ല കേട്ടോ. ആലോചിച്ച് നോക്കോ, ആ പറഞ്ഞ കുട്ടി അല്ലെങ്കിൽ ആ വിഷമത്തിൽപ്പെട്ട കുട്ടി നമ്മുടെ കുട്ടി അച്ഛാ എങ്ങനെ ഉണ്ടാവും? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കും. വെറുതെ നമ്മുടെ കുട്ടിയായിരുന്നത് വെച്ചാൽ നമ്മൾ എത്ര വേദനിക്കും? വേദനിക്കില്ലേ? ശരിയല്ലേ ഇത്? ആ പറഞ്ഞ കുട്ടിയും അതിനെയും പറ്റിയ ഒരു അമ്മ അവിടെ ഉണ്ടാവില്ലേ? അതിനുണ്ടാവില്ലേ? അതിനെ പരിപാലിക്കുന്ന ഒരു അച്ഛൻ ഉണ്ടാവില്ലേ? അതിനെ സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ഏട്ടൻ ഉണ്ടാവില്ലേ? അമ്മാവന്മാരുണ്ടാവില്ലേ? മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഉണ്ടാവില്ലേ? അവരുടെയൊക്കെ ഹൃദയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അച്ഛൻ പറയുന്നത് കേൾക്കാൻ തോന്നില്ല, അമ്മ പറയുന്നത് കേൾക്കാൻ തോന്നില്ല, മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ ഗുരുനാഥന്മാരോ ഏട്ടന്മാരോ അനിയന്മാരോ ആര് പറയുന്നതും കേൾക്കാൻ തോന്നില്ല. ഈ അമ്പാറ്റ വിളക്കിക്ക് പോണ മാതിരി പോവുകയാണ്. ശരിയല്ലേ ഇത്? അതുകൊണ്ടാ പറയുന്നത് കേട്ടോ, നല്ല ബോധ്യം. നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. രണ്ടാമതൊരു ജീവിതം ഉണ്ടോ? ഇത് കുറച്ച് മോശമായി ഇപ്പൊ, ഞാൻ രണ്ടാമതൊന്നും കൂടി എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാ പറയുന്നത് ഇതൊക്കെ സൂക്ഷിച്ച് നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ജീവിച്ച പരിചയം ജീവിക്കണത് വരെ നമുക്കുണ്ടാവില്ല. അപ്പൊ നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയവരുടെ, നമുക്കിപ്പോൾ 5 വയസ്സ് വരെ ജീവിച്ചു വെച്ചാൽ 5 വയസ്സ് വരെ പരിചയം ഉണ്ടാവുള്ളൂ, ശേഷമുള്ളത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5-ൽ കൂടുതലുള്ളവരുണ്ടാവും, അവർ ചെയ്ത് നോക്കി മനസ്സിലാക്കണം. 25 വയസ്സുള്ള വെച്ചാൽ നമുക്ക് 25 വയസ്സിന്റെ വിവരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിലേറെ വിവരം ഉണ്ടാവാൻ എന്ത് ചെയ്യണം? 25-ൽ കൂടുതൽ ജീവിച്ചു പോയവരുണ്ടാവും, അവരുടെ ജീവിതത്തിന്റെ വെളിച്ചം നോക്കിയിട്ട് നമ്മൾ വെളിച്ചമുണ്ടാക്കണം. നമ്മൾ കുഴിയിൽ വീഴാതെ രക്ഷപ്പെടും. അതുകൊണ്ടാ പറഞ്ഞത്, വിഷയാസക്തി കൊണ്ട് ഈ പാറ്റയുടെ മാതിരി നശിച്ചു പോകരുത് എന്ന പാഠം എനിക്ക് തന്നത് ഈ പതംഗം, അതായത് ഈയാമ്പാറ്റയാണ്. 12ാമത്തെ ഗുരു മധുകരം. മധുകരം എന്ന് പറഞ്ഞ തേനീച്ച എങ്ങനെയാ ചോദിച്ചാൽ, തേനീച്ച ഓരോ പൂവിലേക്ക് ചെല്ലും. അങ്ങനെ ഓരോ പൂവിൽ ചെന്ന് കുറേശ്ശെ തേനെടുക്കും. അത് കഴിഞ്ഞ് ആ പൂവിൽ ചെല്ലും, കുറേശ്ശെ തേനെടുക്കും. ഇങ്ങനെ എല്ലാ പൂവിലും ആര് പോകും? തേനീച്ച പോകും. ഒരു ലേശം തേനെടുക്കുള്ളൂ. അങ്ങനെയാണ്. എല്ലാ തേനും കൂടി ഒരു പൂവെന്ന് ആരെടുക്കില്ല? തേനീച്ച എടുക്കില്ല. ഒരു പൂവ് പോയി ഇത്തിരി എടുക്കുള്ളൂ, ലേശം. എന്നാൽ പൂമ്പൊടി ഉണ്ട്, എടുക്കോ? ഇല്ല. അതിൽ ഗന്ധമുണ്ട്, എടുക്കോ? ഇല്ല. അതിന് നല്ല മനോഹരായ ദളങ്ങളുണ്ട്, എടുക്കോ? ഒന്നും എടുക്കില്ല. തേനീച്ച എന്ത് മാത്രമേ എടുക്കുള്ളൂ? പഴങ്ങളുണ്ടാവും, എടുക്കോ? ഇല്ല, ഒന്നും എടുക്കില്ല. എന്ത് മാത്രമേ എടുക്കുള്ളൂ? ആ പൂവിലിരിക്കുന്ന തുള്ളി തേൻ ഉണ്ടച്ചാൽ ആ തുള്ളി തേൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ ആരെടുക്കുള്ളൂ? തേനീച്ച. ഇതെനിക്കൊരു പാഠാണ്. എന്താ? അവനവന് ആവശ്യം ഉള്ളതേ എടുക്കാവൂ, അല്ലാത്തതൊന്നും നമ്മൾ എടുക്കരുത്. ലോകത്തിൽ ഏത് ജീവിയും ഈ നിയമം പാലിച്ചിട്ടാണ് ജീവിക്കണത്. പശു വയറ് നിറഞ്ഞ ആഹാരം കഴിച്ച് വയറങ്ങോട്ട് നല്ലോണം നിറഞ്ഞാൽ പശു പിന്നെ നമ്മൾ അമൃത് കൊടുത്താലും കഴിക്കില്ല. നായ ആഹാരം കഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് വയറ് നിറഞ്ഞാൽ നമ്മൾ ഇനി എന്ത് മനോഹരായ പാൽപ്പായസം കൊടുത്താലും നായ എന്ത് ചെയ്യില്ല? തൊടില്ല. അപ്പൊ പുലി ഒരു മാനെ പിടിച്ച് തിന്നോ, വയറ് നല്ലോണം നിറഞ്ഞ് ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് വേറെ ഒരു മാൻ മുമ്പിൽ കൂടി ഇങ്ങനെ പോണത്. പുലി എന്ത് ചെയ്യും? പുലി ഒന്നും ചെയ്യില്ല. മാനോട് ചോദിക്കും, കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നോ? പിടിക്കാനും കൊല്ലാനും തോന്നില്ല. എന്താ കാരണം? തനിക്ക് വിശപ്പില്ല. ഇനിയിപ്പോ ഇത് ഒന്നും വേണ്ട, ഇനി നാളെയോ മറ്റന്നാളോ നോക്കിയാൽ മതി. ആർക്ക്? കണ്ടു? അതാണ് ഏത് ജീവിയും അവനവന് വേണ്ടതേ എടുക്കുള്ളത്. കൂടുതൽ പുലി എന്തോ കാര്യങ്ങൾ സൂക്ഷിച്ച് വെക്കാറുണ്ടോ വല്ലതും? പശു എൻ്റെ കേട്ട് പുല്ലിനി മഴയാ പെയ്യണത് കൊണ്ടുപോയി വെക്കുക, പിന്നെ തിന്നാലോ. പുല്ലരിഞ്ഞ് കൊണ്ടുപോയി വെക്കുക പശു? അതൊന്നും ചെയ്യില്ല. അതെ, അത്രയ്ക്കുള്ള എല്ലാ ജീവിക്കും അത് അതിൻ്റെ ആവശ്യം വയറിൻ്റെ മതിയായ പിന്നെ പുറപ്പെടില്ലേ. മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. 5 ഉണ്ടോ, 6ാമത്തേത് വിളമ്പി അതും ഉണ്ടോ, 7ാമത്തേത് വിളമ്പി അതും ഉണ്ടോ, 8ാമത്തേത് വിളമ്പി അതും ഉണ്ടോ, പിന്നെ മോരുണ്ട് എന്ന് കേട്ടപ്പോൾ 9ാമത്തേതും വിളമ്പി അതും ഉണ്ടോ. അപ്പൊ ആരോ പറഞ്ഞു രസം ഉണ്ടാത്രേ, അത് കേട്ടില്ല, അത് ഇതിന്റെ മുമ്പ് വേണ്ടതാണ്, എന്നാൽ അതും കൂട്ടിയുണ്ടോ. അപ്പൊ പിന്നെ പറഞ്ഞു രസം കൂട്ടി കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ എങ്ങനെയുണ്ട് നോക്കാൻ 9ാമത്തേത് അതും ഉണ്ടോ. 10ാമത്തേത് വിളമ്പം ഉണ്ണണോൻ പറഞ്ഞു വയ്യ.
വേണ്ടെന്നല്ല, എന്താ പറഞ്ഞത്? വയ്യ. ഇപ്പൊ പണ്ടത്തെ മാതിരി ഒന്നും വയ്യ. ഇപ്പൊ വിളമ്പണ ഇപ്പൊ ചിന്തിച്ചു നോക്കി, അല്ലേ? ഇപ്പോഴത്തെ മാതിരി ഇങ്ങനെയാ, അപ്പൊ പണ്ടത്തെ മാതിരി എന്താവും? ഇപ്പോഴത്തെ മാതിരി കണ്ടില്ലേ? ശരിയല്ലേ ഇത്? അതായത് എന്നിട്ട് പറയും ചെയ്തു, 10ാമത്തേത് വിളമ്പുമ്പോൾ എന്നെ ഒരു കാര്യം ചെയ്തോളൂ, പൊതിഞ്ഞോളൂ സഞ്ചി ഉണ്ട് കയ്യിൽ എന്നും പറഞ്ഞു. നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു സഞ്ചി ഉണ്ടാവൂലോ. എന്തിനാ അത്? പൊതിയാനാണേ. അർത്ഥം മനസ്സിലാവില്ലേ? ഇത് നോക്കൂ, എത്ര കിട്ടിയാലും തികയാത്ത ഒരേ ഒരു ജന്തുവേ ഉള്ളൂ. നമുക്ക് അടുത്തത് പറഞ്ഞ് അവിടെ തന്നെ എത്തുന്നത്. അതേതാ ജന്തു? ശരിയല്ലേ ഇത്? വെറുതെ റോഡമ്മ കൂടി പോകുമ്പോൾ ഒരു കമ്പി കിടക്കുന്നത് കണ്ടു. നല്ല കമ്പിയാ, ഇത് വേണ്ടി വരും, ബാഗിലിട്ടു. എന്തിനാണാവോ? അറിയില്ല. പിന്നെ ഒരിക്കൽ കൂടി നടന്നു പോണ സമയത്ത് റോഡിന്റെ പക്കത്ത് ഈ വണ്ടിയുമെന്നൊക്കെ ഊരി പോണേ തുരുമ്പ് പിടിച്ച ആണിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നോക്കിയപ്പം ആണി തിരക്കടില്ല, വേണ്ടി വരും അവന്റെ പെട്ടിയുമ്പോ തറയ്ക്കാനേ. എന്തിനാന്ന് വെച്ചാൽ എന്ത് കിട്ടിയാൽ നല്ല ഒന്നാം തരം വെട്ടുകല്ലുണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല, സഞ്ചി ചെറിയ സഞ്ചി ആയതുകൊണ്ട്. മോഹമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കഥ? എന്തല്ലേ മനുഷ്യനങ്ങനെയാ. അപ്പൊ അതുകൊണ്ട് അവനവന് വേണ്ടതേ എടുക്കാവൂ എന്നെ പഠിപ്പിച്ചത് മധുകരമാണ് എന്നും പറഞ്ഞു. 13ാമത്തെ ഗുരു ആരാന്ന് വെച്ചിട്ടുണ്ടോ? ഗജം ച ആന എന്തേ പഠിപ്പിച്ചു വെച്ചാൽ നോക്കിക്കോളൂ. അപ്പം ഈ കാട്ടില് ആനകൾ ഇങ്ങനെ നടക്കുമ്പം ആനയ്ക്ക് ഈ മതപ്പാട് പറയാൻ മനസ്സിലാവില്ലേ? മതപ്പാടുള്ള സമയത്താണ് വെച്ചാൽ ആന ഇങ്ങനെ കാട്ടിക്കൂടി പോകുമ്പോഴേ ഈ കാട്ടുവാഴയുടെ തടി കാണുമ്പം അതിൻ്റെ ആ തടി ഉണ്ടാവില്ലേ, ആ തടി കാണുമ്പോൾ ആനയ്ക്ക് തോന്നും പിടിയാനയുടെ കയ്യാണ്, പിടിയാനയുടെ കാലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ആന എന്ത് ചെയ്യും? പിമ്പിൽ അങ്ങനെ പോയി ആ വാഴയുടെ തണ്ടുണ്ടല്ലോ അതിൻ്റെ ഒപ്പം പോയിട്ട് വാരിക്കുഴിയിൽ ചെന്ന് ചാടും. വാരിക്കുഴി പറഞ്ഞാൽ മനസ്സിലാവുമോ? പണ്ടൊക്കെ ആനയെ പിടിക്കണ കുഴി ഉണ്ടായിരുന്നു, വാരിക്കുഴി, അങ്ങനെ ഉണ്ടായിരുന്നു. ആ വാരിക്കുഴിയിൽ ചെന്ന് വീഴും. അപ്പൊ പിടിയാനയാണെന്ന് വിചാരിച്ച് പോയിട്ട് ഇപ്പൊ വാരിക്കുഴിയിൽ വീഴുകയുണ്ടായത്. ശരിയല്ലേ ഇത്? പിന്നെ വാരിക്കുഴിയിൽ വീണ ആനയുടെ കഥ എന്താ? വലിയ താപ്പാന വന്ന് പിടി ആന വലി ആന, പിടിയാനില്ല. പിന്നെ പിടിയും വലിയല്ലേ ഉള്ളൂ. ആനയെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ശർക്കര ഉപ്പേരിയൊക്കെ കൊടുക്കുക. അതിന് എന്തോ ഉപ്പേരി കൊടുത്തിട്ട് എന്താ? ആനയുടെ വിചാരം അപ്പോഴും കാട്ടിൽ എൻ്റെ ഭാര്യയും മക്കള്, കാട്ടിൽ തന്നെ എൻ്റെ അമ്മാവൻ്റെ മക്കള്, കാട്ടിൽ എൻ്റെ കുട്ടികൾ സ്കൂളിൽ കൂട്ടിയത്. ആനയുടെ ജീവിതം മനസ്സുകൊണ്ട് എപ്പോഴും എവിടെയായിരിക്കും? ആനയെ നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് ഏത് പാൻറ്റും ഷർട്ടും കുപ്പായി ഇടിച്ച് കൊണ്ടാടിയിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ മോഹം കാട്ടിലെ ചളിയില്. ശരിയല്ലേ ഇത്? അതിന് കാട്ടിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടെ കൊണ്ടുവന്ന് കുത്തി മറിച്ച് ഓട്ടയുണ്ടാക്കിയതിൽ തൊട്ടി തിരികി ഇടത്താന വലത്താന പടിഞ്ഞാറ് കിഴക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പഠിപ്പിച്ച് എന്തൊക്കെ നമ്മൾ മഹിമ പറഞ്ഞാലും ആ ജന്തുവിന് പാവം മോഹം ഉണ്ടാവുക. നമ്മുടെ കൂടെ തോട്ടിയും ചാരി നിൽക്കാൻ മോഹം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതിനെ കാട്ടിൽ അപ്പൊ ആനയുടെ ജീവിതം അതോടെ ഇതെനിക്കൊരു പാഠമാണ്. എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് പിടിച്ചു വലിക്കണത് ഒരു ചിത്രമാണെങ്കിൽ പോലും ഒരു പ്രതിമയാണെങ്കിൽ പോലും അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് എന്ന പാഠം ആര് തന്നു? ഈ ആനയാണ് എനിക്ക് തന്നത്. പിന്നെ മാത്രമല്ല 14ാമത്തെ ഗുരു മധുഹാരി എന്ന് പറയും. എന്താ ഈ മധുഹാരി എന്ന് പറഞ്ഞാല്? മധു ച തേൻ, ഹാരി ഹരിക്കണവൻ മോഷ്ടാവ്, തേൻ മോഷ്ടാവ്. ഈ തേനീച്ചോള് ബുദ്ധിമുട്ടി കഷ്ടത്തിലായി പല ദിക്കിലും എവിടേക്കോ പോയിട്ടാണ് പൂക്കളിൽ നിന്ന് കുറേശ്ശെ എന്ത് കൊണ്ടുവരിക? തേൻ സ്വരൂപിച്ച് കൊണ്ടുവരിക. അങ്ങനെ കഷ്ടപ്പെട്ട് പല ദിക്കിലും പോയി തേൻ സ്വരൂപിച്ച് കൊണ്ടുവന്ന് ആ തേൻ കൂട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. തേനീച്ച കഴിക്കുമോ? ഇല്ല. ആർക്കെങ്കിലും കോരി കൊടുക്കുമോ? അതും ഇല്ല. അങ്ങനെ വെച്ച് സൂക്ഷിച്ചിരിക്കും. ഈ തേൻ കൂട്ടിൽ ഇങ്ങോട്ട് നിറഞ്ഞ് കൂടും ഇങ്ങോട്ട് തേനായിട്ട് അങ്ങോട്ട് നിറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയുമോ? ഈ തേൻ മോഷ്ടാവ് വേടൻ ഇങ്ങോട്ട് വരും, തേനീച്ചോളം എല്ലാവരും ഇങ്ങോട്ട് കൊല്ലും, തേനും കൊണ്ട് ആര് പോവും? ആ തേൻ മോഷ്ടാവ് പോവുകയും ചെയ്യും. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം? പിശുക്കി സൂക്ഷിച്ചു വെച്ച് ആത്മനാശം ഉണ്ടാക്കരുത്. ഈ തേനീച്ചോള് പിശുക്കി സൂക്ഷിച്ചു വെച്ച് അവരോ അനുഭവിച്ചില്ല. അവസാനം എന്താണ്ടായത്? കഷ്ടപ്പാട് മാത്രം ബാക്കി, നശിച്ചു പോവുകയും ചെയ്തു. ഒരു പാഠം. അതുകൊണ്ട് പിശുക്കി സൂക്ഷിച്ച് ജീവിക്കരുത്. അവനോന് വേണ്ടതൊക്കെ ഉപയോഗിച്ച് ജീവിക്കുക. ധാരാളിത്തല്ലെങ്കിലും നമ്മൾ പണ്ട് പറഞ്ഞില്ലേ, ഏതോ ബസ് സ്റ്റാൻഡിൽ ഏതോ ഭിക്ഷക്കാരൻ മരിച്ചുപോയി. ഈ റോഡ് മേലെ കൂടി ഇങ്ങനെ ഭിക്ഷ ചാക്കൻ്റെ കെട്ടൊക്കെ ആയിട്ട് നടക്കണുണ്ടല്ലേ. ഒരു ഭിക്ഷക്കാരൻ മരിച്ചു പോയപ്പോൾ പോലീസുകാർ വന്ന അതിൻ്റെ ക്രിയകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് അതിൻ്റെതായ ചില നിയമവശങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അവർ വന്ന് അദ്ദേഹത്തിൻ്റെ അതൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ചാക്ക് കെട്ട് പരിശോധിച്ച് നോക്കിയാൽ കുറേ പഴയ തുണിയും കുറേ പഴയ ശീലയും അതിൻ്റെ കൂടെ 12 ലക്ഷം ഉറുപ്പിയും. പോലീസുകാരനും ബോധം പോയി. എന്താ കാരണം? അയാൾ ശമ്പളക്കാരൻ, അപ്പോഴും അയാളുടെ കയ്യിൽ ഇപ്പം എന്തില്ല? 12 ലക്ഷം ഉറുപ്പിയെന്ന് അദ്ദേഹം ഒന്നിച്ച് കണ്ടല്ലോ. നമ്മളാരെയും കണ്ടല്ലോ 12 ലക്ഷം ഉറുപ്പിയ
ചെലവാക്കാനൊക്കെ ചെലവാക്കിയിരുന്ന ഒന്നിച്ച് കാണാൻ മാത്രം നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, ഈ ഭിക്ഷക്കാരൻ ഈ 12 ലക്ഷം ആ ഭാണ്ഡച്ചാക്കിൽ കെട്ടിത്തൂക്കി നടന്നിട്ടാണ് പിച്ചയും തെണ്ടി നാറിയും കീറിയും നാണം കെട്ടും കണ്ടവന്റെ മുമ്പിൽ അപമാനിതനായിട്ട് നേരെ ഉണ്ണാതെ, നേരെ ഉടുക്കാതെ, നേരെ കിടക്കാതെ, നേരെ ഒരു മനുഷ്യന്റെ മാതിരി ജീവിക്കാതെ മരിച്ചു പോയതേ. നമുക്ക് ആലോചിച്ച് നോക്കാം അവന്റെ ജീവിതം എന്തിനിപ്പോ സൂക്ഷിച്ചു വെച്ചത്. എന്നിട്ട് ഈ 12 ലക്ഷം ഉറുപ്പ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ചേർത്ത്. ഇയാൾ പിച്ച തെണ്ടിയിട്ട് വേണ്ടേ അവിടെ നിധി ഉണ്ടാക്കാൻ? ഇങ്ങനെയുണ്ട്. അതാ പറഞ്ഞത്, ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക, മനുഷ്യന്റെ മാതിരി ജീവിക്കുക. പിശുക്കി സൂക്ഷിച്ചു വെച്ച നാശം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും ആർക്കറിയല്ലേ? ഉള്ള കാലം ധാരാളിത്തം അല്ല പറഞ്ഞത്, ഉള്ള കാലം മനുഷ്യന്റെ മാതിരി വൃത്തിയും വെടുപ്പായിട്ട് നല്ലവണ്ണം അവനവനെ കൊണ്ട് ആവണ മാതിരി ഒരു സമ്പ്രദായത്തിലൊക്കെ അതാണ് വേണ്ടത് എന്നുള്ള പാഠം എനിക്ക് തന്നത് മധുഹാരിയാണെന്ന് പറയും. 15ാമത്തെ ഗുരു ഹരിണം. ഹരിണം എന്ന് പറഞ്ഞാൽ മാനാണ്. ഈ മാനുകൾ പോണ വഴിയിൽ വേടൻ വല കെട്ടും. വല കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ വലയുടെ അപ്പുറത്തെ ഭാഗത്ത് പോയി ഇരുന്നിട്ട് വേടൻ ഇങ്ങനെ കുഴല് വിളിക്കും. ഈ വേടന്റെ കുഴൽ വിളി കേൾക്കുമ്പം ഈ മാൻ വിചാരിക്കും പേടമാൻ വിളിക്കുകയാണ്, തന്നെ പേടമാൻ വിളിക്കുകയാണ് എന്ന് കണക്കാക്കിയിട്ട് ഒരു ഓട്ടാണ്. ആ ഓട്ടം ഓടുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കെട്ടിയ വലയിൽ ആര് പെടും? ഈ മാൻ പെടും. അങ്ങനെ വേടൻ എന്ത് ചെയ്യും? ഈ മാനിനെ കൊണ്ടുപോയി കൊന്നു തിന്നും. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്നറിയോ? ഗ്രാമ്യ ഗീതങ്ങളിലും ഗ്രാമ്യ നൃത്തങ്ങളിലും അഭിരമിക്കരുത് എന്നൊരു പാഠം. ഈ ഗ്രാമ്യ ഗീതം, ഈ ഗ്രാമ്യം എന്ന് പറഞ്ഞാലേ സംസ്കൃതത്തിലെ അശ്ലീലം എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഗ്രാമ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. അത്ര തന്നെ അർത്ഥം കൂട്ടണം എന്നില്ല. എന്നാലും നമ്മുടെ സദ്ഭാവങ്ങളെയും സദ്ഭാവനകളെയും ഇല്ലാണ്ടാക്കണതായ പാട്ടായാലും ഡാൻസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സൂക്ഷിക്കണം എന്നാ പറഞ്ഞത്. അതിനൊരു ഉദാഹരണം പറഞ്ഞത് പണ്ട് ഋഷിശൃംഗന്റെ കഥയാണ്. ഋഷിശൃംഗൻ എന്ന് പറഞ്ഞിട്ട് വിഭാണ്ഡക മഹർഷിക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ആ മഹർഷി എന്ത് ചെയ്തു വെച്ചാൽ മകനെ, ഇദ്ദേഹത്തിന് ഒരു അപ്സരസിലുണ്ടായ മകനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു സ്ത്രീ കാരനായിട്ടാണല്ലോ അങ്ങനെ ഒരു തപസ്സിന് ഭംഗം ഉണ്ടായത്, പുത്രനൊക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തൻ്റെ മകൻ ഈ പെണ്ണുങ്ങളെ കാണുകയേ വേണ്ട എന്ന് ആര് വിചാരിച്ചു? ഈ മഹർഷി. അങ്ങനെ സ്ത്രീകളെ കാണിക്കാണ്ടാ വളർത്തിയത്. സ്ത്രീകളെ ഒന്നും കണ്ടിട്ടില്ല ഈ കുട്ടി. ആശ്രമത്തിൽ അങ്ങനെ വളർന്നു വന്നു. അക്കാലത്ത് ഒരിക്കൽ അംഗരാജ്യത്ത് മഴ പെയ്യാതെ വന്ന സമയത്ത്, അംഗരാജ്യത്തേക്ക് മഴ പെയ്യണമെങ്കിൽ നിത്യബ്രഹ്മചാരിയായിട്ടുള്ള ഈ കുമാരനെ അംഗരാജ്യത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കാല് കുത്തിയാൽ എന്ത് ചെയ്യും? മഴ പെയ്യും എന്നും പറഞ്ഞിട്ട് പുറപ്പെട്ടപ്പം അംഗരാജ്യത്തെ ലോമപാത മഹാരാജാവ് കുറച്ച് വാരസ്ത്രീകളെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? വൈശ്യസ്ത്രീകളെ കുറച്ച് പേരെ തോണിയിൽ കയറ്റിയിട്ട്, തോണി വഞ്ചി ഉണ്ടല്ലോ, വഞ്ചി കൂട്ടിക്കെട്ടി ഇങ്ങനെ ആശ്രമം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് ഈ കുമാരന്റെ അടുത്ത് ചെന്ന് വർത്തമാനൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യും? അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഏത് ആശ്രമത്തിലെ മഹർഷി കുമാരന്മാരാണ് ചോദിച്ചു. ഞങ്ങളിവിടെ അടുത്തൊരു ആശ്രമത്തിലെ കുമാരന്മാരാണ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മുടി എന്താ അങ്ങനെ നല്ല മിനുസുണ്ടല്ലോ, എൻ്റെ മുടി ഇങ്ങനെ ചകിരി പോലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾ മറ്റേതാ തേക്കുന്നത്, മറ്റേ എണ്ണ, അപ്പം പരസ്യത്തിലുള്ള എണ്ണയെ തേക്കണേന്നൊക്കെ പറഞ്ഞു. നല്ല രസമായിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ ചോദിച്ചു, നല്ല രസം കിട്ടും നിങ്ങളെ കാണാൻ, നിങ്ങളെ നല്ല മണമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു മറ്റേതൊക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ പൂശിയിട്ടാ പോയതേ. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടി പാവം ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയേണ്ടിയിരിക്കുകയാണേ. ഒക്കെ ചെന്നു. അപ്പൊ എന്നിട്ട് ഇവരാണെച്ച് ഈ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുപോയി ലഡുവും ജിലേബിയൊക്കെ ഓരോന്ന് കൊടുത്തേ. ചോദിച്ചോ, അയ്യോ ഈ കുമാരന്മാരെ, എന്തുമാരെയെന്ന്? ഇതൊക്കെ കുമാരിമാരൊക്കെ വല്യമ്മമാരാണ്. എന്നിട്ടാ പറയുന്നത് എന്ത് കുമാരൻ? അതിനറിയില്ലല്ലോ. അങ്ങനെ കുമാരന്മാരെ, ഈ പഴം ഏത് മരത്തിന്റെ മുകളിൽ ഉണ്ടായത്? ഇത് ഞങ്ങളുടെ ആശ്രമത്തിന്റെ മുറ്റത്തുണ്ടായ മരത്തിന്മേൽ ഉണ്ടാവുന്നതാണ് ഈ പഴം എന്നും പറഞ്ഞു. ഇതിന് കുരു ഉണ്ടാവില്ല, ഇതിന് കുരു ഉണ്ടാവില്ല. ലഡുവിന് കുരു ഉള്ളത് കേട്ടിട്ടില്ല എന്തോ. ആ പാവ അതൊക്കെ വാങ്ങി തിന്നു. ജിലേബി ഇങ്ങനത്തെ എന്താ അതിങ്ങനെ ആകൃതിയും പ്രകൃതിയും ഇല്ലാത്ത ചോദിച്ചു. അത് അങ്ങനത്തെ ഒരു വള്ളിമേൽ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിത് ഓരോന്നും കൊടുത്ത് പാവം ആ കുമാരനെ വലിയ സന്തോഷം. അപ്പൊ ഈ കുട്ടിക്ക് തോന്നി ഇവരുടെ ആശ്രമം അപ്പൊ നല്ല രസം ഉണ്ടാവും. നിങ്ങളുടെ ആശ്രമം ഞങ്ങളുടെ ആശ്രമം മഹാകേമ ഉണ്ണി വരണോ ചോദിച്ചു. ഇല്ല ഞാൻ വരില്ല, അച്ഛൻ വരുമ്പോ പിന്നെ കണ്ടാൽ അപ്പോ പ്രശ്നമാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് മഹർഷി വരും. 4:15 അദ്ദേഹം ആഫീസിൽ നിന്ന് വരും. അപ്പോഴേക്ക് പെണ്ണുങ്ങൾ പോരും. 8:30 അദ്ദേഹം പോകും. അപ്പോൾ അവർ പോവുക. അദ്ദേഹം ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കയറി അവർ പോവുക അവിടേക്ക് അദ്ദേഹത്തിന്. അങ്ങനെ പറഞ്ഞു ഒരു ദിവസം മഹർഷി പോയ സമയത്ത് രാവിലെ ഇവര് പറഞ്ഞു, എന്നാ കുമാര വരൂ, ഞങ്ങളുടെ ആശ്രമത്തേക്ക് വരും. ഈ ഉണ്ണി എന്ത് ചെയ്തു? ഇവരുടെ കൂടെ പോയി. അങ്ങനെയാണ് എവിടെ എത്തിയത്. ബാക്കി കഥയൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ഇപ്പൊ നമ്മൾ എന്നെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? എങ്ങനെ? അതാണ് ഇവരുടെ പാട്ടൊക്കെ കേട്ടിട്ടേ, പാട്ട് ഡാൻസിലൊക്കെ ഭ്രമിച്ചിട്ടാണ് ആര് പോയത്? ഈ കുമാരൻ. അതുകൊണ്ട് നമ്മൾ ഗ്രാമ്യ ഗീതങ്ങളെ, ഗ്രാമ്യ നൃത്തം പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. നമ്മുടെ സദ്ഭാവനകളെ, സദ്വിചാരങ്ങളെ വിഷയവാസനയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോണത് പാട്ടാണെങ്കിൽ ആ പാട്ടുകളെയും ആ ഡാൻസുകളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിരുത്തണം എന്നാ പറഞ്ഞത്. 16ാമത്തെ ഗുരു മത്സ്യം എന്തേ പഠിപ്പിച്ചു എന്നാണെങ്കിൽ, നമുക്ക് ഈ പുഴയിലൊരു മത്സ്യം, മഹാകേമനായ മത്സ്യം സന്തോഷമായിട്ട് കഴിയണേ, ധാരാളം ആഹാരമൊക്കെ ഉണ്ട്.
പട്ടിണിയൊന്നുമില്ല. അവിടെ പട്ടിണി കിടക്കേണ്ട കാര്യമില്ലേ. നല്ലോണം ഭക്ഷണവും വേണ്ടത്ര വസ്തുക്കളൊക്കെ ഉള്ള പുഴയാണ്. ഇതൊക്കെ കഴിച്ച് നല്ലോണം വിശപ്പും ദാഹമൊന്നും ഇല്ലാതെ തളർച്ച തീർത്ത് ക്ഷീണം ഇല്ലാതെ സന്തോഷമായിട്ട് മത്സ്യം ഇങ്ങനെ കഴിയാണ്. അങ്ങനെ ഈ മത്സ്യം സുഖമായിട്ട് പുഴയിൽ കഴിച്ചു കൂട്ടുന്ന കാലത്താണ് ഒരു മത്സ്യപിടുത്തക്കാരൻ വന്നിട്ട് ഒരു കോലിന്റെ മുകളിലൊരു നാര് കെട്ടിയിട്ട് അതിന്റെ മുകളിലൊരു കമ്പി വളച്ച് കെട്ടി ഒരു ജന്തുവിനെ അതിന്റെ മുകളിൽ കുളത്തിയിട്ട് ആ പുഴയിലേക്ക് ഇട്ട് കൊടുത്തു. ഈ മത്സ്യം ഈ കുളത്തിന്റെ മുകളിൽ പിടിപ്പിച്ചിട്ട ജന്തുവിനില്ലേ കണ്ടപ്പോൾ മത്സ്യം വിചാരിച്ചു എന്തോ രുചികരായ വസ്തുവാണ്, രസകരായ വസ്തുവാണ്, അത്യന്തം സ്വാദുള്ള വസ്തുവാണ് എന്ന് വിചാരിച്ച് ചെന്ന് ആ വളഞ്ഞ കൊക്കയുമ്പോൾ ചെന്ന് ഒരൊറ്റ പിടുത്തം മത്സ്യപിടുത്തക്കാരൻ കുടഞ്ഞു വലിച്ചു. ആര് കരയിലെത്തിപ്പോയി? മത്സ്യം കരയിലെത്തി എന്ന് മാത്രമല്ല, കരയിലെത്തി എന്നല്ല, അതിന് ഈ വേടൻ ഈ മത്സ്യപിടുത്തക്കാരൻ കൊണ്ടുപോയി കൊന്നു തിന്നു. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്നറിയോ? നാവിൻ്റെ രുചി അന്വേഷിച്ച് നടന്ന് നാശം ഉണ്ടാക്കരുത് എന്ന പാഠം ആര് തന്നു? മത്സ്യന തന്നത്. ഇത് ഈ നാവിൻ്റെ രുചി നോക്ക്. നമുക്ക് എന്തൊക്കെ കഴിച്ചാലും വിശപ്പിന്നു വിഭവങ്ങൾ വെറുപ്പോളമശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ണിൽ കൊതിയാമാർക്കും. വിശപ്പിനെ നമ്മൾ എത്ര കഴിച്ചാലും വിശിഷ്ടമായത് കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അങ്ങനെയുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചിട്ട് തീരെ വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും നടക്കാനും വയ്യ, വല്ലാത്ത ജാതി കഴിച്ചത്. അപ്പൊ ആരോ അദ്ദേഹത്തിന്റെ വിഷമം കണ്ടിട്ടേ, ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ വിഷമം കണ്ടപ്പോൾ ആരോ പറഞ്ഞു, തിരുമേനി ഒരു കാര്യം ചെയ്യൂ, ആ പറമ്പിക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു 2 വിരല അണ്ണാക്കിക്ക് അങ്ങോട്ട് ഇട്ടോളൂ, കുറച്ചങ്ങോട്ട് ഛർദ്ദിച്ചാൽ ഒരു ആശ്വാസം ഉണ്ടാവും എന്നും പറഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞു, 2 വിരൽ അണ്ണാക്കിക്ക് കയറ്റാനുള്ള പഴുതുണ്ട് വെച്ചാൽ ഞാൻ 2 ഏത്തപ്പഴം കഴിക്കായിരുന്നു എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? അത്ര പോലും പഴുതിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അങ്ങനെയാണേ. അപ്പൊ നമ്മൾ ഈ കഴിക്കണമെന്നൊക്കെ എന്താ വെച്ചാൽ നാവിൻ്റെ രുചിയെ നമുക്ക് പ്രധാനം. എപ്പോഴും അങ്ങനെയല്ലേ, പലതും നാവിൻ്റെ രുചിയെ അന്വേഷിച്ചു പോയി ആപത്തിൽ ചെന്ന് ചാടരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ വയ്യായ അങ്ങനെ കലശലായിട്ട് തോന്നിയപ്പോൾ, തീരെ അങ്ങോട്ട് പറ്റാത്തൊരു ജാതി വയ്യായ വന്നപ്പം വൈദ്യരെ ചെന്ന് കണ്ടു. വൈദ്യരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആയുർവേദ നല്ല വിദ്വാനാണ് അദ്ദേഹം, മഹാവിദ്വാനാണ്, നല്ല വിവരമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങേക്ക് പ്രമേഹത്തിന്റെ ഉപദ്രവമാണെന്ന് പറഞ്ഞു. പ്രമേഹം എന്ന് മനസ്സിലാവില്ലേ? പഞ്ചസാര കൂടിയതെന്നാണ് നമ്മളെന്ന് പറയണത്. പ്രമേഹത്തിന്റെ ഉപദ്രവമുണ്ട്. അപ്പൊ എന്താ ചെയ്യുക? വൈദ്യരെ ചികിത്സ ചെയ്യണം. അല്ലേ, നന്നായി. എന്നപ്പോ എന്താ എങ്ങനെയാ വേണ്ടത്? ഒരു കാര്യം ചെയ്യൂ, പ്രമേഹത്തിന് നല്ലോണം ഉണ്ട്, നമുക്ക് ചികിത്സ അങ്ങോട്ട് തുടങ്ങാം. ഇന്നിപ്പോ എന്തായാലും വേണ്ട, ശനിയാഴ്ചയല്ലേ, നല്ല ദിവസമല്ല, നാളെ ഞായറാഴ്ച കൊള്ളില്ല, പിന്നെ തിങ്കളാഴ്ച നന്ന്, പക്ഷെ നക്ഷത്രം കൊള്ളില്ല, ചൊവ്വാഴ്ച പിന്നെ തീരെ പറ്റില്ല, ബുധനാഴ്ച ആവാമെന്നും പറഞ്ഞു. ബുധനാഴ്ച നന്ന് ചികിത്സ തുടങ്ങാനേ. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, ചികിത്സ തുടങ്ങിയ പഥ്യം നല്ലോണം നോക്കണം. പഞ്ചസാരയും മധുരമുള്ളതൊന്നും കഴിക്കാൻ പാടില്ല. നല്ലോണം പറഞ്ഞ മാതിരി ഇരുന്ന് മരുന്ന് കഴിക്കണം. പഥ്യത്തിൽ തെറ്റ് പറ്റിയാൽ ചികിത്സയ്ക്ക് പിന്നെ ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ആയിക്കോട്ടെ, അപ്പം ചികിത്സ തുടങ്ങിയാൽ അറിയാലോ. പഥ്യം അറിയാം, നല്ലോണം അറിയാം. ശരി, എന്നാ പൈക്കോളൂ, ബുധനാഴ്ച വന്നോളൂ, മരുന്ന് തരാമെന്നും പറഞ്ഞു. ഇനി ഇദ്ദേഹം കുടുംബത്ത് വന്ന് ഭാര്യയോട് പറഞ്ഞു, അമ്മുട്ടിയെ ബുധനാഴ്ച നല്ലോണം ചികിത്സ തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ വലിയ പഥ്യ, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല, നീ ആ ഭരണി ഇങ്ങോട്ട് എടുക്കോ എന്നും പറഞ്ഞു. ഏത് ഭരണി? ആ ലഡുവിന്റെ ഭരണി ഇങ്ങോട്ട് എടുക്കുമെന്നും പറഞ്ഞു. അത് ഇങ്ങോട്ട് മടിയിലേക്ക് വെച്ചിട്ട് ആ 33 ഇരുന്ന ഇരിപ്പിനെ തരാക്കി. പിന്നെ ഒരു ഗുണം ഉണ്ടായി, ബുധനാഴ്ച ചികിത്സ വേണ്ടി വന്നില്ല. എന്താ ഉണ്ടായെന്നു അതൊക്കെ പിന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. അർത്ഥം മനസ്സിലാവണില്ലേ? അപ്പൊ എന്തിനാ ഇപ്പൊ ഇതിനെ പുറപ്പെട്ടത്? നാവിന്റെ രുചി അന്വേഷിച്ച കഷ്ടത്തിലായതാണേ. അപ്പൊ ഭാഗവതം പറയും, ജിതം സർവം ജിതേ രസേ. ഇതാണ് അതിന്റെ പ്രമാണം. ജിതം സർവം ജിതേ രസേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നാവിനെ ജയിച്ചാൽ എല്ലാറ്റിനെയും ജയിച്ചു. എന്താണ്? നാവിനെ ജയിച്ചാൽ എല്ലാറ്റിനെയും ജയിച്ചു. നമ്മുടെ ഈ ശരീരത്തിലെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഇന്ദ്രിയാണ് എന്ത്? നാവ്. അല്ലാത്ത പാടാ അതിനെ ജയിക്കല്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വ്രതങ്ങളും എല്ലാ ഉപാസനകളും, ഏത് വ്രതങ്ങളായിക്കോട്ടെ, ഏകാദശി, പ്രദോഷം, ഷഷ്ഠി, ഇനി അതല്ല മണ്ഡലകാല വ്രതം, ഇനി അതല്ല വേറെ വൈശാഖമാസ വ്രതം, എന്ത് വ്രതമായാലും ഭക്ഷണ നിയന്ത്രണം അതിലൊക്കെ പ്രധാനല്ലേ? അല്ലേ? നമ്മൾ മണ്ഡലമാസം എന്നൊക്കെ കേട്ടില്ലേ? നമ്മുടെ നാട്ടിൽ 41 ദിവസം വ്രതമാണ്, ഗംഭീര വ്രതമാണ്. എന്താ അല്ലേ, ഒന്നും പറയണ്ട. സാധാരണ ഈ മണ്ഡലമാസം 1-ാം തീയതി, വൃശ്യമാസം 1-ാം തീയതിയാണ് എന്ത് തുടങ്ങുക? അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണം അങ്ങനെയൊക്കെയുള്ള കേമത്രങ്ങളൊക്കെ തുടങ്ങുക. അപ്പൊ ആ മറ്റേ അമ്പലത്തിലാച്ചാൽ അന്ന് 1-ാം തീയതി അല്ല തുടങ്ങിയത്, തുലാമാസം 31-ാം തീയതി തന്നെ തുടങ്ങി. എന്ത് ഈ വ്രതം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഈ പ്രഭാഷണം. എന്താ വെച്ചാൽ വൃശ്യമാസം 1-ാം തീയതി വിവരം ഉണ്ടാവാനേ.
രാവിലെ വിളിച്ചാകുമ്പോഴേ വിവരം ഉണ്ടാവണമല്ലോ, അതിനാണ് തുടങ്ങിയത്. ഈ പ്രഭാഷണത്തിന് നമ്മളെ വിളിച്ച് നമ്മൾ പോയി പ്രഭാഷണമൊക്കെ കേമായിട്ടൊക്കെ കഴിഞ്ഞൊക്കെ ഗംഭീരമായിട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അങ്ങോട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണ്ടായി ചോദിച്ചു. തിരിച്ചു പോകുന്നപ്പോഴാണ്, പോകുമ്പോൾ നേരത്തെ സന്ധ്യയ്ക്കാണ് പോയത് വെച്ചാൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് 8-9 മണിയൊക്കെ ആവുമല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നപ്പോൾ എന്താണ്ടായി വെച്ചാൽ ഇരുട്ടുണ്ട് കുറേശ്ശെ റോഡും. ഈ ചെറിയ പഞ്ചായത്ത് റോഡ് സമ്പ്രദായമാണ്. അപ്പം അതിൻ്റെ മുകളിൽ അങ്ങനെ ധാരാളം എന്തില്ല, വെളിച്ചമൊന്നുമില്ല. ഈ വലിയ റോഡിൽ കൂടി പോണതിൻ്റെ ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കുറേശ്ശേരി നിറം വലിയ വലിയ വണ്ടി പോകുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ കാണാം അതിൻ്റെ ഒരു വെളിച്ചില്ല. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെളിച്ചമില്ലാണ്ട് വരില്ലേ. നോക്കിയപ്പോൾ എന്താ വെച്ചാൽ റോഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വിലങ്ങനെ ഓരോന്ന് കിടക്കണ്ട. നമ്മൾ വിചാരിച്ചു വാഴ വെട്ടിയിട്ടതാണെന്നാണ് വിചാരിച്ചത്. ഈ വാഴ അങ്ങോട്ട് പോകുമ്പോൾ വാഴയൊന്നും കണ്ടിട്ടുമില്ല. വൈകുന്നേരം പോകുമ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ വാഴ വെട്ടിയിട്ടത് ഇങ്ങനെ വിലങ്ങനെ കിടക്കുന്നത് കാണാനുണ്ട്. ഇതെന്താണാവോ എന്ന് അറിയാതെ നോക്കുമ്പോൾ അവിടെ നിപ്പിനെ അവിടെ നിന്നപ്പോഴാണ് ആ റോഡിൽ കൂടി മറ്റേ വലിയ റോഡിൽ കൂടി വണ്ടിലോറി പോണതിൻ്റെ ഒരു ലേശം വെളിച്ചം കണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് വാഴയൊക്കെ നമ്മുടെ നാട്ടിലെ വാഴ തന്നെയാണ്. ഏത് വാഴ ഒക്കെ ഇനിയിപ്പോൾ നാളെ മുതൽ ഇതൊന്നും വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചങ്ങോട്ട് തരാക്കിയതാണേ. ഇപ്പം 41 ദിവസം വയ്യല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, ഒന്നിച്ചിരുന്ന് മോന്തിയതാണ്. മോന്തി നല്ലോണം അങ്ങോട്ട് നിറഞ്ഞ് മോന്തിയപ്പോൾ എന്ത് തോന്നി, കുടുംബത്തേക്ക് പോകണമെന്നൊക്കെ മോഹം ഉണ്ടായി. പക്ഷേ എന്താ വെച്ചാൽ അതിനങ്ങനെ ഉത്സാഹിച്ചിട്ട് നല്ലോണം ഒന്ന് പരിശ്രമിച്ച് നോക്കി, ഉത്സാഹിച്ച് പോകാനൊക്കെ നോക്കി. എന്നിട്ടൊന്നും വലിയ ആ മുമ്പിലേക്ക് പോകാനൊന്നും പറ്റിയതുമില്ല. എന്താ ഇപ്പോൾ കുറേ നീന്തി നോക്കി, നമ്മൾ 6-ാം മാസത്തിലൊക്കെ ചെയ്യാറില്ല. എന്നിട്ടൊന്നും മുമ്പിലെത്തിയില്ല. നെഞ്ചത്ത് കുറച്ച് വേദന തുടങ്ങിയപ്പോൾ മതിയാക്കി. പിന്നെ നിരങ്ങി നോക്കി, ട്രൗസർ കയറിയപ്പോൾ അതും മതിയാക്കി. പിന്നെ ഇപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഉത്സാഹിക്കൊന്നും വേണ്ട, എന്തായാലും ഇപ്പോൾ നാളെ വെളിച്ചാവുമ്പോൾ അമ്പലത്തേക്ക് ഒന്ന് പോയി കുളത്തിലൊന്നും മുങ്ങി കുളിച്ചു. എന്നിട്ട് അമ്പലത്തിലൊന്ന് കയറി സ്വാമിയെ ഏയ് എന്ന് പറഞ്ഞാൽ സ്വാമിയും ഞെട്ടും. അത്രയല്ലേ വേണ്ടു. അപ്പം അങ്ങനെ ആവാന്ന് നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ അങ്ങോട്ട് കിടന്നു. അതാണ് നമ്മൾ കണ്ട വാഴ. ഇതൊക്കെ വാഴ വെച്ചാൽ മതിയായിരുന്നു ഇതിൻ്റെയൊക്കെ നേരത്ത് അല്ലേ, അത് തോന്നിപ്പോവും. അങ്ങനത്തെ കുറേ എണ്ണം. എന്നിട്ടോ പിറ്റേന്നാൾ രാവിലെ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നാൽ പിന്നെ സ്വാമിയേ ഉള്ളൂ. ആരെ കണ്ടാലും സ്വാമി, അയ്യപ്പൻ, അങ്ങനെയൊക്കെയല്ലേ പിന്നത്തെ വ്യവഹാരം. പിന്നെ എല്ലാവരും സ്വാമി, എന്താ ശുദ്ധി, അതൊന്നും പറയണ്ട. ശുദ്ധത്തിൻ്റെ കാര്യമൊന്നും പിന്നെ പറയണ്ട. ഇന്നലെ വരെ മൂക്കറ്റം തിന്ന സാധനം ഇന്ന് തിന്നോനെ കണ്ട അല്ലേ നമുക്ക് കുളിക്കണം. കണ്ടാൽ മതി, തൊടൊന്നും വേണ്ട. അത്രയ്ക്ക് ശുദ്ധാണ്. ആരെ കണ്ടാലും സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ, ആരെ കണ്ടാലും പിന്നെ സ്വാമി എന്നേ വിളിക്കുള്ളൂ. വടക്കേല അമ്മൂട്ടിയമ്മയെ കണ്ടപ്പോൾ മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ, ഇന്നലെ വൈകുന്നേരമൊക്കെ അമ്മയെ വിളിച്ച പേര് കേട്ട ചെകിട്ടത്തുനിന്ന് കൈയെടുക്കില്ല. ഇന്ന് നേരെ വിളിച്ചപ്പോഴേക്ക് മാറിയത് കണ്ടില്ലേ, എന്തൊരു കേമത്തരം. കുടുംബത്താണെങ്കിൽ കുട്ടികളായിട്ട് നാമം ജപിക്കുക, നമസ്കരിക്കുക, കൊണ്ടാടുക, എന്താണ് ഭഗവാനെ ഭജിക്കുക, കർപ്പൂരം കത്തിക്കുക, തൊഴുക, ഭജിക്കുക, എല്ലാം കേമാണ്. വളരെ വിശേഷം, ഒന്നും പറയേണ്ട. പിന്നെ മാത്രമല്ല വൈകുന്നേരമായ കുടുംബത്തെത്തിയാൽ തൊഴലും നമസ്കാരം അത് വേറെ. അമ്മൂട്ടിയമ്മ ചോദിച്ചു എന്താ പന്നു വേണ്ടത് വൈകുന്നേരം കഴിക്കാൻ? അമ്മൂട്ടിയെ കഞ്ഞി മതി, നിനക്ക് ക്ഷീണമുണ്ട്. അല്ലാത്ത ജാതി. രാവിലെ ഉപ്പുമാവൊക്കെ മതി, എന്തിനാ നീ ഇങ്ങനെ പണിയെടുക്കണത്, വല്ലാതെ ക്ഷീണിച്ചിരിക്കണോ? അമ്മൂട്ടിയമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നി. പണ്ടൊരു ദിവസം ഉപ്പുമാവ് കൊണ്ട് കൊടുത്തതിനാണ് ആ പാത്രം കൊണ്ട് എറിഞ്ഞിട്ട് കണ്ണിൻ്റെ ഇവിടെ എപ്പോഴും ഇങ്ങനെയാണ്. ഇതല്ലേ മാറ്റം, ഒന്നും പറയണ്ട. വല്ലാത്ത ജാതി സമ്പ്രദായങ്ങൾ. അങ്ങനെ ഈ അമ്മൂട്ടിയമ്മയാണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു, ഭഗവാനെ ഒന്നും പറയണ്ട, എന്തൊരു നല്ല കാലാ വന്നത്. അപ്പോഴാണ് ആ വടക്കേലത്തെ മറ്റേയാൾ എന്താ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയും, എന്തൊക്കെ ജാതി തെറിയ വിളിച്ചു പറയുന്നു. ചീത്തത്തെന്നൊക്കെ പറഞ്ഞാൽ മഹാജാതി ചീത്തത്താ വിളിക്കണത്. ഈ ചീത്തത്തെ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്തും തൻ്റെ നേരെ നോക്കിയിട്ട് അതൊക്കെ പറയണത്. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴും ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരക്ഷരം അതിന് മറുപടിയായിട്ട് ചീത്തവാക്കായിട്ട് തിരിച്ചൊരക്ഷരം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ചീത്ത വിളിക്കുന്നവൻ്റെ നേരെ നോക്കിയിട്ട് ഒരു സംഗതി പറയുകയും ചെയ്തു, പോയിന്നും കുട്ടിയെ ഇതൊന്ന് ഊരിക്കോട്ടെ എന്നും പറഞ്ഞു. ഏത് ഊരിക്കോട്ടെ എന്ന് മനസ്സിലാവണില്ലേ? എന്താ അല്ലേ സമ്പ്രദായം. അങ്ങനെ അമ്മൂട്ടിയമ്മയാണെങ്കിൽ ഇതൊക്കെ അങ്ങനെ കണ്ട് ആനന്ദിച്ച് സന്തോഷിച്ചിട്ട് തൊഴുത് നമസ്കരിച്ചിട്ട് പറയുകയും ചെയ്തു, ഗുരുവായൂരപ്പ എന്നും ഇങ്ങനെ വൃശ്യമാസം ആയാൽ മതിയായിരുന്നോ, നാം മദ്ദളാവണ്ടല്ലോ. യമ്മയുടെ പുറത്താണ് കുട്ടി പഠിച്ചത്. എന്താ അല്ലേ കഥ. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലൊക്കെ ഈ വൃശ്യമാസമായി ഏത് കുടുംബത്ത് പോയാലും ശുദ്ധാണ്, ഒരു ദിക്കിലും വേണ്ട വൃത്തികളില്ല, അശുദ്ധായ സമ്പ്രദായം ഇല്ല, അശുദ്ധായിട്ടൊരു വർത്തമാനങ്ങളില്ല. എല്ലാം സ്വാമി അയ്യപ്പ, ഗുരുവായൂരപ്പ, ഭഗവാനെ ദേവരെ തൊഴലും നമസ്കരിക്കലും ഭജിക്കലും വലത്തേക്ക് പോകലും നാമം ജപിക്കലും വ്രതാനുഷ്ഠിക്കലും ഒക്കെ ആയിട്ട് ഒരു വലിയ ശുദ്ധിയുള്ള കാലം അത്. ശരിയല്ലേ? ഇതൊക്കെ ഇങ്ങനെ കൊണ്ടാടി ആഹാരം വിഹാരം എല്ലാറ്റിലും നിയന്ത്രണത്തോടു കൂടി വലിയ സംസ്കാര സമ്പന്നതയോടുകൂടി കഴിച്ചു കൂട്ടിയിട്ട് 41ാമത്തെ ദിവസം ഒരു മടങ്ങി വരവുണ്ട്. എവിടുന്നും കേൾക്കോട്ടെ, ഒരു വരവുണ്ട്. ആ വരവിൻ്റെ ഒരു കാര്യം ഒരു വിശേഷ വരവ് തന്നെയാണ്. ഇടത്തെ കയ്യിൽ മുണ്ടും മാലയും, വലത്തെ കയ്യിൽ ആ ഏലയിൽ പൊതിഞ്ഞ പൊതിയും, കക്ഷത്ത് കുപ്പിയും. അമ്മൂട്ടി മുണ്ടും മാലയും തട്ടുമ്പുറത്തേക്ക് ഇട്ടോളം അടുത്ത കൊല്ലം എടുക്കാമെന്ന് ഞാൻ വരുമ്പം തന്നെ അങ്ങോട്ട് ഊരി. ഇവിടെ വന്ന് പോയി ഊരി ഇത് വാങ്ങാൻ നേരം ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് വരുമ്പം തന്നെ ഊരി എന്ന് പറഞ്ഞു. എന്ത് ഊരി? ഇയാളുടേത് എന്തൊക്കെയാ ഊരിയിട്ടാ വരണത്.
അങ്ങനെ അപ്പോൾ ഇത് അങ്ങനെ അടുക്കളയ്ക്ക് കൊണ്ടുപോയിക്കോളൂ. ഇതെന്താ താമരപ്പൂവല്ല, താമരപ്പൂവ് പോലെയുള്ളതാ, കൊണ്ടുപോയിക്കോളൂ അത് അടുക്കളയ്ക്കും കൊടുത്തു. അപ്പൊ മകൻ വന്ന് കുപ്പി, അച്ഛത് എന്താ അച്ഛത്, ഉണ്ണിയെ കുപ്പി പൊട്ടിക്കരുത്, ഇതെന്താ അച്ഛ പനിനീരാണോ ചോദിച്ചു. അല്ല ഉണ്ണിയെ പനനീരാണെന്നും പറഞ്ഞു. ഹൈ, ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇത്രയും ദിവസം വലിയ ഖേമായിട്ട് വ്രതാനുഷ്ഠാന മഹിമേല് അങ്ങനെ ഗംഭീരമായിട്ട് ഖേമായിട്ട് കൊണ്ടാടിയിട്ട് ഒടുക്കം നമ്മൾ ആ മഹിമേല് ജീവിതത്തെ ഉറപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതല്ല, നമ്മൾ ഏതൊരു അന്തല്യായെന്നാണോ നന്മയിലേക്ക് പോകുന്നത്, ആ അന്തല്യായിലേക്ക് കുത്തനെ ചാടി വീണ് കഥയില്ലേണ്ടായിട്ട് തീരുകയാണോ ചെയ്യുന്നത്? എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കതിന് എന്തിനാണോ വ്രതം, എന്തിനാ വ്രതാനുഷ്ഠാനം? ആരാർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? ആരോടാ ചോദിക്കുന്നത്? നമുക്ക് അജാതി കാര്യങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അമ്പലത്തിൽ വരിക, കുറെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുക, തല കുത്തി മാറി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി, അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തിന്നെ, അല്ലെങ്കിൽ തിന്നണ്ട, അല്ലെങ്കിൽ അങ്ങോട്ട് പോവുക, ബഹളം കൂട്ടണം, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയണം. ഇതിൽ കവിഞ്ഞ് നമ്മുടെ നാട്ടിൽ ആധ്യാത്മികതയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ ചിന്തിച്ചാൽ മതി, ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചോളൂ. അവിടെ ഇവിടെ ഇരുന്ന് ഇതിൽ തോണ്ടുക മാന്തുക എന്നല്ലാതെ അതിന് ഏത് ദേവരുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ തോണ്ടും ചെയ്യും? അതിനൊന്നും ഒരു നാണം മാനൊന്നും നമ്മൾക്ക് ഇല്ല. ഇനി ഏത് മഹാസഭയിലെ ദേവേന്ദ്രൻ്റെ അല്ല, ഇനി ഭഗവാന്റെ വൈകുണ്ഠത്ത് പോയാലും ഈ സാധനം തോണ്ടാണ്ട് നമുക്ക് പറ്റില്ല. ലോകത്തിന്റെ ഗതി അത്. എവിടേക്കാ എന്താ തോണ്ടിക്കോളൂ. എല്ലാ ദിക്കിലും ഈ ജാതി അന്തല്യായ കാണിച്ച് നമ്മുടെ സമ്പ്രദായങ്ങളും മഹിമകളും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ എന്തേ ഉള്ളൂ, ജീവച്ഛവങ്ങളെ പോലെ നമ്മൾ ഇങ്ങനെ നടക്കണം. ഇത് പറയുകയും ചെയ്യും, അതില്ല ഇതില്ല, മഹിമയില്ല, നന്മയില്ല. എങ്ങനെ ഉണ്ടാവാനാണ്? ഓട്ടക്കലത്തിൽ വെള്ളം കോരിയാൽ വല്ലതും ഉണ്ടാവുമോ കലത്തിന്റെ ഉള്ളില്? കോട്ടയല്ലേ നമ്മളൊക്കെ. അതാണ് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഈ മത്സ്യം നോക്കൂ, നാവിന്റെ കാര്യം, നാവിനെ ജയിച്ചാൽ എല്ലാറ്റിനെയും ജയിച്ചു എന്ന് പറഞ്ഞു. ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ നാവിന്റെ ബുദ്ധിമുട്ട്. നോക്കൂ, എവിടെ എന്ത് വിഷയങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ ഏത് നാട്ടിലുണ്ടാവുമ്പോഴും ചിന്തിച്ചോളൂ, ആ പ്രശ്നങ്ങളുടെ ഒക്കെ പിമ്പിൽ ഒരു നാവ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേ ജാതിയിൽ പറഞ്ഞു, അത് കേട്ടു, ഇത് കേട്ടു, മറ്റേ തരത്തിൽ കേട്ടു പറഞ്ഞു എന്നൊക്കെ ഉള്ളൊരു അന്തല്യായ എല്ലാ ദിക്കിലുണ്ട്. അതുകൊണ്ടാണ് നാവിനെ നമ്മൾ ആഹാരത്തിൽ മാത്രമല്ല എല്ലാറ്റിലും നിയന്ത്രിക്കേണ്ടതാണ് എന്ന് പറയാൻ കാരണം ഇതാണ്. അത് പറയാൻ കാരണം എന്താ ചോദിച്ചാല്, നാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്തല്യായ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു നിയന്ത്രണവും ഇല്ലായ നാവിനുണ്ടെങ്കിൽ നാവ് കൊണ്ട് എന്തുണ്ടാവും? ദുരിതേ ഉണ്ടാവുള്ളൂ എന്നും ചിലര് കണ്ടിട്ടില്ല ഇങ്ങനെ വാങ്ങി കൂട്ടണത്. എന്താ കാരണം? നാവിന് വലിയ വകതിരിവൊന്നും ഇല്ല. അതുകൊണ്ട് അത് വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അടിയും വാങ്ങും, തല്ലും വാങ്ങും, മാട്ടും തുപ്പും വാങ്ങും, അല്ലെ അവഗണനയും പരിഹാസവും അതും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ നാവിനോട് ഈ പല്ലുകൾ ഇങ്ങനെ പറയും, നാവേ നീ ഇങ്ങനെ അന്തല്യായ എന്തെങ്കിലും ഒന്നും പറയരുത്, നീ അന്തല്യായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും. ഞങ്ങളാണ് മുറ്റത്തിറങ്ങി നടക്കുക. ആരാ? നാവിന് ഇല്ലേ? നാവിന് കഥയില്ലാണ്ട വന്നാൽ പല്ലിനാണല്ലോ കേട, പല്ലല്ലേ മുറ്റത്തേക്ക് പോവുക. നാവ് അരിയും എന്നൊക്കെ പറയുക എന്നല്ലാതെ കണ്ട് ആ സാധനം അരിയാൻ നമുക്ക് കിട്ടും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി ആ സാധനം കാണില്ല. പറയുമ്പോൾ എത്ര നീള, അത് കഴിഞ്ഞാലോ ഒന്നും അറിയൂല്ല. അതുകൊണ്ട് നാവ് വളരെ പ്രധാനമാണ്. ഭാഗവതം പറയും, ജിതം സർവം ജിതേ രസേ. നാവിനെ ജയിച്ചാൽ എല്ലാറ്റിനെയും ജയിച്ചു. ആ പാഠം എനിക്ക് തന്നത് ഈ പറയുന്നതായ മത്സ്യം. 17ാമത്തെ ഗുരുനാഥൻ പിങ്കളയാണെന്ന് പറയും. പിങ്കള ഒരു വേശ്യാസ്ത്രീയായിരുന്നു. ഈ വേശ്യാസ്ത്രീയുടെ സമ്പ്രദായം എന്താ ചോദിച്ചാൽ, ഇവള് വൈകുന്നേരമായ കുളിച്ച് പൊട്ടും തൊട്ടണിഞ്ഞ് ഒരുങ്ങി സുന്ദരി സ്വരൂപം ധരിച്ചിട്ട് ആ പടിപ്പരയുടെ വാതിൽക്കൽ അവിടെ നിൽക്കും. ഓരോരുത്തരും റോഡമ്മ കൂടി പോകുമ്പോൾ വിചാരിക്കും, ഇവൻ സുന്ദരനാണ് ഇങ്ങോട്ട് വരും, ഇവൻ പണക്കാരനാണ് ഇവിടേക്ക് വരും, അവൻ കേമനാണ് ഇവിടേക്ക് വരും, അവൻ പ്രശസ്തനാണ് ഇവിടേക്ക് വരും, അവൻ അധികാരിയാണ് ഇവിടേക്ക് വരും. ഇനി ഓരോരുത്തരും ഇവിടേക്ക് വരും എന്ന് വിളിച്ച് കാത്തിരുന്നു. ആര്? ഈ പിങ്കള. അങ്ങനെ കാത്തിരുന്ന് പാതിരിയോളം വരെ ഇരുന്നു. ആരും വരണില്ല എന്ന് കണ്ടപ്പം പിങ്കള ഇങ്ങനെ ചിന്തിച്ചു, എന്തേ പണ്ടായത്? ആരും വന്നില്ല. അപ്പോഴാണ് പിങ്കളയ്ക്ക് തോന്നി, താൻ ഇപ്പം ഇത്രയും നേരം ഈ മലമൂത്രപാത്രമായ ദേഹങ്ങളെ കാമിച്ചിരുന്ന നേരം കൊണ്ട് ആ ചെയ്ത ചിന്ത ഭഗവാന്റെ നേരെയായിരുന്നു ഞാൻ ചിന്തിച്ചതെങ്കിൽ ആ ഭഗവത് ധ്യാനത്തിന്റെ മഹിമ കൊണ്ട് താൻ എവിടെ എത്തുമായിരുന്നു? വൈകുണ്ഠത്തിൽ എത്തുമായിരുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴൊക്കെ പിങ്കളയുടെ കാര്യം തന്നെ നേരെയായി. പിങ്കള പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് കഥ. എങ്ങനെ? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ഇതാണ് പിങ്കള പറഞ്ഞ വാക്യം. എന്താണ്? ആശാഹി പരമം ദുഃഖം. ആഗ്രഹങ്ങൾക്ക് അതിർത്തിയില്ലായാണ് ഏറ്റവും വലിയ ദുഃഖം. ആഗ്രഹങ്ങൾക്ക് അതിർത്തിയും പരിധിയുണ്ടോ?
അതാണ് ഏറ്റവും വലിയ സുഖം എന്ന് പാടി കീർത്തിച്ച പിങ്കള പിന്നീട് ആ ദുഷ്ടവൃത്തിയിലേക്ക് പുറപ്പെട്ടില്ല. 18ാമത്തെ ഗുരുനാഥൻ കുരരപക്ഷി എന്ന് പറയും. കുരരപക്ഷി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ചെറിയ പക്ഷിയാണ്. ആ പക്ഷി ഒരിക്കലും ഇങ്ങനെ പോകുമ്പോൾ ഒരു കഷ്ണം മാംസം കിട്ടി. ആ മാംസ കഷ്ണം കൊത്തി ചുണ്ടിന്റെ മുകളിൽ കൊത്തിയെടുത്ത് ഇങ്ങനെ പറന്നു പോകുമ്പോഴാണ് കുറേ പരുന്തുകള് ഈ ചെറിയ പക്ഷിയുടെ ചുറ്റും വട്ടം ഇട്ട് കൂടിയേ. ഈ പരുന്തുകൾ തന്നെ കൊത്തിപ്പറച്ച് കൊല്ലും എന്നൊരു സ്ഥിതി വന്നപ്പം പലതരത്തിൽ രക്ഷപ്പെടാനായിട്ട് കിളി പറന്ന് പല വിധത്തിലും പറന്ന് നോക്കി. ആകാശത്ത് രക്ഷയില്ല എന്ന് കണ്ട ആ പക്ഷി എന്ത് ചെയ്തു? ചെറിയ പക്ഷി തൻ്റെ ചുണ്ടിന്റെ മുകളിലിരിക്കുന്ന മാംസ കഷ്ണം അങ്ങോട്ട് പിടിവിട്ടു. മാംസം തൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷി പറന്നും പോയി. പരുന്തുകൾ എന്ത് ചെയ്തു? ഈ മാംസ കഷ്ണത്തിന്റെ മുകളിലേക്ക് ശ്രദ്ധ വെച്ചു. ആര് രക്ഷപ്പെട്ടു? പക്ഷിയുടെ ജീവൻ രക്ഷപ്പെട്ടു. ആ പക്ഷി ഒരു കാര്യം പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ച് വെച്ച് നാശം വരുത്തരുത് എന്ന പാഠം ഈ പക്ഷിയാണ് എനിക്ക് തന്നത്. നമ്മൾ അങ്ങനെയുണ്ടേ, മുക്കിന്റെ പണ്ടാണെങ്കിലും 4 ആൾ കണ്ടോട്ടെ എന്ന് തിരിച്ച് കെട്ടിച്ചമഞ്ഞ് പോയി എടോഴിയിൽ വെച്ച് മറ്റോ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി കുറച്ച് മുമ്പിലെത്തിയപ്പോഴാണ് അപ്പം തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ആ മാല കണ്ണിന് എറിഞ്ഞു കമ്പി പൊടി കൊണ്ട് തലയ്ക്ക് തരും ചെയ്തു. എന്നിട്ട് പറയുകയും ചെയ്തു ആളെ പറ്റിക്കരുത് എന്നും പറഞ്ഞു. ഒരിക്കലും ഉണ്ടായതാ വായനയ്ക്ക് പോയി. ഇപ്പം എവിടെയെന്ന് പറയുന്നില്ല. ഒരു സാധു അമ്മ ഇങ്ങനെ പോകുമ്പോഴേ വൈകുന്നേരം പണി കഴിഞ്ഞ് പോകുമ്പോൾ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി മുക്കിന്റെ പണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവന് മനസ്സിലായത് മുക്കിന്റെ പണ്ടാണെന്ന്. അമ്മയുടെ കണ്ണിന് ഒരു ഏറും കൊടുത്ത് കണ്ണും പൊട്ടി തലക്കൊരു അടിയും കൊടുത്ത് ആസ്പത്രിയിൽ കിടക്കാൻ മസ്തിഷ്ക മരണം വന്നിട്ട്. എന്ത് കാര്യത്തിന്? 50 ഉറുപ്പികയുടെ പണ്ടാണത്. സ്വർണത്തിന്റെ വെച്ചാൽ തിരക്കേടില്ല. എങ്ങനെയുണ്ട്? അപ്പൊ നിസ്സാരമായ ഒരു വസ്തുവായിട്ട് പോലും അതൊരു പ്രിയ വസ്തുവായിട്ട് കണക്കാക്കി സൂക്ഷിച്ചു കൊണ്ട് കൊണ്ട് ആത്മനാശം വരുത്തി. അതുകൊണ്ട് സജ്ജനങ്ങളെ നോക്കി കണ്ടൊക്കെ നടന്നു പോയിക്കോളൂ. പല ആൾ അർത്ഥവും കഥയൊക്കെ ഉള്ള ദിക്കിക്ക് പോകുമ്പോൾ അതൊക്കെ കെട്ടിച്ചമഞ്ഞു പോയിക്കോളൂ. അല്ലാത്ത ദിക്കിക്കായൊന്നും പോകരുത്. നാട് നമ്മുടേതാണ്. ഇവിടുത്തെ സമ്പ്രദായമൊക്കെ നമുക്ക് നിസ്സണ്ടല്ലോ ഇല്ലേ? ഇതൊക്കെ സുലഭമായിട്ട് എല്ലാ ഇടവഴിയിലും ഇപ്പം നടക്കുന്ന ദുരിതങ്ങളാണ്. കേട്ടിട്ടില്ലേ? മുട്ടിന് പൊട്ടിച്ചോടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പൊട്ടിച്ചപ്പോൾ ഓടാനൊന്നുമില്ല, ഇപ്പം നടന്നിട്ടാ പോകുന്നത്. അത്രയ്ക്ക് സുലഭമാണ് ഇപ്പം എന്ത് ഈ പറയുന്നത്. ആർക്കും പേടിയില്ലാണ്ടേ. അതാണ് 19ാമത്തെ ഗുരു അർഭകൻ എന്ന് പറയും. അർഭകൻ എന്ന് പറഞ്ഞ കുട്ടി, ഒരു ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? ചെറിയ കുട്ടികളുടെ കഥ എന്താ? അവരെങ്ങനെയാ ചോദിച്ചാൽ കുട്ടികളെ ഇപ്പോൾ ഒരു അടി കിട്ടിയാൽ അവർ കരയും. കുറച്ച് കഴിഞ്ഞാൽ ആ കണ്ണീരോടുകൂടി ഒരു ചിരിക്കണതും കാണാം. ശരിയല്ലേ? ഇത് അത്രയുള്ള അവർക്ക്. ചെറിയ കുട്ടികളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്ക് നോക്കും പോലെ എന്തൊരു ഭംഗിയാണ് കുട്ടികൾ ചിരിക്കുന്നത് കാണാൻ. ഏതോ കുട്ടിയാണ്, നമുക്കറിയില്ല, ഏതോ നാട്ടിലെ കുട്ടി. ഏതോ കുട്ടിയാണെങ്കിലും ചിരിക്കുന്നത് കാണാൻ എന്തോ ഒരു ഭംഗിയല്ലേ? ശരിയല്ലേ? അത് എന്താ കാരണം? അവർ ചിരിക്കുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? ഉള്ളിലൊന്നുമില്ല. അതാണ്. എന്തിൻ്റെ ഉള്ളില്? ഹൃദയത്തിൽ മാലിന്യങ്ങളൊന്നും ഇല്ലായോണ്ട് ചിരിക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവേ. അതാണ് മുഖത്ത് ഇത്ര ഭംഗി ഉണ്ടാവാൻ കാരണം. അതുപോലെ തന്നെ പ്രായമായ വയസ്സായ മുത്തശ്ശിമാരൊക്കെ ചിരിക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാ. പല്ലൊന്നും ഉണ്ടാവില്ല, എന്നാലും എന്തൊരു ചന്താണ് ആ ചിരിക്കണ. ശരിയല്ലേ? ശ്രദ്ധിച്ചൊക്കെ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ആ ചിരിക്ക്. ആ ചിരിക്ക് ഇത്ര ഭംഗി ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? അവരുടെ ഉള്ളിലൊന്നുമില്ല. നമ്മളൊക്കെ ചിരിച്ച ഒരു നീല നിറ. അതെന്താ കാരണം? ഉള്ളിൽ നല്ലോണം ഉണ്ട്. എന്ത്? അതിപ്പോ എന്താ പാർക്കാൻ അറിയാത്തത്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം, ഡംഭ, കുശുമ്പ്, അസൂയ. വിരല് തീർന്നു, അതോട് നിർത്തുക. പറഞ്ഞു തീർന്നതല്ല, വിരല് തീർന്നതാണ്. അപ്പൊ നമുക്കുള്ള വിരലുകൊണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇനിയുണ്ട് പറയാൻ, അടുത്ത തവണ വരുമ്പോൾ പറയാം. ശരിയോ തെറ്റോ? ധാരാളം ഉണ്ടേ. അപ്പൊ അതൊക്കെ കൂടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ ചിരിക്കുന്നത്. അപ്പൊ ആകെ കൂടി ചിരിക്കുമ്പോൾ ഒരു നീല നിറാണ്, പേടിയാവും കണ്ടാല്. അപ്പം പറഞ്ഞതിന്റെ അർത്ഥം ഉള്ളു തെളിഞ്ഞാൽ, അകം തെളിഞ്ഞാൽ മുഖം തെളിയും. എന്താണ്? അകം തെളിഞ്ഞാൽ മുഖം തെളിയും. അപ്പൊ മുഖം തെളിയാൻ പൊടി തേച്ചിട്ട് കാര്യമില്ല. എന്ത് വേണം? അകം. ഉള്ളു തെളിഞ്ഞാൽ നല്ല തെളിച്ച മുഖത്ത് വരെ. അത് അതല്ലേ പറയേണ്ടത്. നമുക്ക് പുഞ്ചിരിക്കാനുള്ള കഴിവ് വേറെ ഒരു ജന്തുവിന് ഈശ്വരൻ കൊടുത്തത്. മനുഷ്യന്മാർക്ക് മാത്രമല്ലേ പുഞ്ചിരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും മുഖത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുഞ്ചിരി സൂക്ഷിക്കണം. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അകത്ത് പറഞ്ഞോളൂ. അതിലിപ്പോ പറഞ്ഞത് അകത്ത് ഒരു തെളിച്ചുണ്ടെങ്കിൽ മുഖത്ത് വെളിച്ചുണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവില്ലേ? അപ്പൊ അതാണ് മുഖത്ത് ഇങ്ങനെ ഒരു പുഞ്ചിരി. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പുഞ്ചിരിയുള്ള ഒരാളെ കണ്ട ഒരു സന്തോഷമല്ലേ? അതുകൊണ്ടാ പറഞ്ഞ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി സൂക്ഷിച്ചോളൂ. ഇത് കേട്ട എല്ലാവരും എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കേണ്ട പ്രാന്താണെന്നും പറയും. അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ചിരിച്ചു കാണിച്ച് നടക്കുക എന്നല്ല. നമ്മൾ ഉള്ളിൽ നല്ല ശാന്തതയും തെളിച്ചുണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത് തോന്നും? ഒരു വെളിച്ചം തോന്നും. അതിന്റെ പേരായി പുഞ്ചിരി. ഉള്ളു തെളിഞ്ഞതിന് ചില മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും ചെന്ന് മിണ്ടാനും പറയാനൊക്കെ തോന്നില്ല. അടുത്ത് ചെന്നിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നുന്നതിന്റെ കാരണം എന്താ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ അകത്ത് ആ തെളിച്ചം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആ തെളിച്ചം
ഹൃദയത്തില് സൂക്ഷിക്കേണ്ടതാണ് എന്ന പാഠം ആര് തന്നു? ഈ അർഭകനാണ് എനിക്ക് തന്നത്. ശരിയല്ലേ? ഇത് നമ്മൾ ഈ മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കുട്ടികൾ വരും. കല്യാണത്തിന് വരാത്തവരും മരിച്ചാൽ വരുമല്ലോ, എല്ലാവരും വരും. കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്യും? അകത്താണെങ്കിൽ അവരുടെ അച്ഛനമ്മമാരൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കും. കുട്ടികളാണെങ്കിൽ എല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ കൂട്ടായിട്ട് മാവിൻ്റെ ചോട്ടിൽ പോയി അടിയും പാടിയും ചാടിയും മൂടിയും കളിച്ച് ചിരിച്ച് രസിച്ച് കൊണ്ടാട് അവരെന്ത് ആ രസകരമായ സന്ദർഭങ്ങൾ. അവരെന്തൊരു രസമാണ് അവർക്കെന്ന് പറയേണ്ട. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, പാപ്പാന്മാരൊക്കെ അവിടെ വേറെ പണിയിലാണ്. അതുകൊണ്ട് ഈ പാപ്പാന്മാരെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ, തൊട്ടിയിട്ട് പിടിക്കാനുള്ളവരൊന്നും ആരും ഇല്ലേ, ഇപ്പൊ നിയന്ത്രണമൊന്നും ഇല്ലായതുകൊണ്ട് സന്തോഷമായിട്ട് ആടിപ്പാടി ചിരിച്ച് കളിച്ച് രസിക്കുകയാണ്. അതിന്റെ പിണ്ടമൊക്കെ കഴിഞ്ഞ് പോകുമ്പം കുട്ടികൾക്ക് ഇനിയിപ്പോൾ എല്ലാവരും നാലിക്കുന്ന നാലിലേക്ക് പോകൂലോ. കുട്ടികളെല്ലാവരും ആ മരത്തിന്റെ ചോട്ടിൽ വട്ടം കൂടിയിട്ട് ഒരു കൂട്ടപ്രാർത്ഥന പിരിഞ്ഞു പോകുമ്പോൾ, ഭഗവാനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മരിക്കണം. കുട്ടികൾക്ക് അറിയില്ലേ ഈ മരണം എന്ന് പറഞ്ഞാൽ ഒരു ദുരിതാണെന്ന് അവർക്കറിയില്ലേ. ഇപ്പൊ ഇവിടെ മരണമായിട്ടും 10-12 ദിവസം അവരെന്ത് ചെയ്തു? സന്തോഷമായിട്ട് കഴിക്കുക ചെയ്തത്. അവർക്ക് ഒരു വിഷമം ഉണ്ടായില്ല. ഇന്ന് ഇതേ 12 ദിവസം അകത്തിരിക്കുന്ന അച്ഛനമ്മമാര് കഴിച്ചു കൂട്ടിയത് എങ്ങനെയാണ്? നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. ഇപ്പൊ അവരുടെ നെഞ്ചൊക്കെ നീര് വന്ന് കൊണ്ടുപോയി ലങ്സിൽ നീരാന്ന് പറഞ്ഞ ആസ്പത്രിക്കാ പോണത്. ആദ്യം ശരിയല്ലേ ഇത് പറഞ്ഞതിന്റെ അർത്ഥം? സന്തോഷിച്ചവരുടെ കാലവും പോയി, ദുഃഖിച്ചവരുടെ കാലവും പോയി. ആരുടെ കാലം നല്ലോണം പോയത്? എന്താരും മിണ്ടാത്തത്? സന്തോഷിച്ചാലും കാലം പോകും, ദുഃഖിച്ചാലും കാലം പോകും. എങ്ങനെ കാലത്തെ പോക്കുക നല്ലത്? ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. നെഞ്ചത്തടിച്ചിട്ടാ, നിലവിളിച്ചിട്ടോ, പ്രാരബ്ധം പറഞ്ഞിട്ടോ, കഷ്ടത്തിലായിട്ടോ അല്ല. ഉള്ളത് നല്ലോണം ചിരിച്ചും സന്തോഷിച്ചും അല്ലെ ഒത്തിരിയൊക്കെ ആ ഒരു ആഹ്ലാദത്തോടു കൂടി മനസ്സിനൊരു ശാന്തിയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടിയാൽ ആ കഴിച്ചു കൂട്ടിയ കാലം ജീവിച്ചതായിട്ട് തോന്നും. അല്ലാത്ത കാലോ നരകിച്ചതായിട്ടും തോന്നും. നരകിക്കേ വേണ്ടു അതോ ജീവിക്കേ വേണ്ടു, അതൊക്കെ അവനവൻ തീരുമാനിച്ചാൽ മതി. 20ാമത്തെ ഗുരു നോക്കൂ. 20ാമത്തെ ഗുരു കുമാരി. കുമാരി പറഞ്ഞാൽ പണ്ടൊരു പെങ്കടാവ് ഉണ്ടായിരുന്നു. ആ കുട്ടറെ അച്ഛനമ്മമാരെ അതിന്റെ അമ്മാത്ത എന്തോ ഒരു കാര്യത്തിന് പോയ സമയത്താണ് ഈ കുട്ടയുടെ കല്യാണക്കാര്യം പറയാനും അന്വേഷിക്കാനും ആലോചിക്കാനായിട്ട് ചിലരൊക്കെ കുടുംബത്തേക്ക് വന്നേ. അപ്പൊ ഈ ഉച്ച സമയത്ത് ഇവര് വന്നപ്പോ ഈ പെൺകുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ അവിടെ. അപ്പൊ കുട്ടി പറഞ്ഞു, നമ്മളങ്ങനെ ലൗകികം പറയില്ലേ, ഇവരിങ്ങനെ വന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞു, അതെ ഊണ് കഴിച്ചിട്ട് പോവാന്നും പറഞ്ഞു. അപ്പൊ ഈ വന്നവര് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരുന്നു. അത്ര വിവരമില്ലാത്തവരാണ് വന്നത്. ഇപ്പൊ അവിടേക്കപ്പ കല്യാണം ഒരു കുട്ടി ഒറ്റയ്ക്കുള്ള അങ്ങോട്ട് പോയാൽ പോരെ എണീട്ട് അവിടെ ചോറുണ്ണാനിരിക്കണം. ഇവരവിടെ അമർന്നിരുന്നു. അവരവിടെ അമർന്നിരുന്ന സമയത്ത് ഇപ്പൊ എന്താ ഉണ്ടായേ ചോദിച്ചാലേ, ഇവിടെ ഇപ്പൊ അതാണല്ലോ ഉണ്ടായത്. ഈ കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക്. അപ്പൊ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഊണ് കഴിക്കാൻ പറയുകയും ചെയ്തു. അകത്ത് പോയിട്ട് പാത്രം തുറന്ന് നോക്കിയപ്പോൾ ഉരുളിയില് കുറേശ്ശെ ഒരാൾക്ക് ഉണ്ണാനുള്ള ചോറേ ഉള്ളൂ. അമ്മ രാവിലെ വെച്ച് അടച്ചു വെച്ച് പോയതാണ്. അവര് 4 ആളും ഉണ്ട്. എന്ത് ചെയ്യും? ഒന്നും പറയണ്ട. പെൺകുട്ടി വിചാരിച്ചു സാരല്ലേ, ഒരു നാഴിയേരി ആ കുക്കറിലിട്ടിട്ട് കൂവല് കൂവിയാൽ മതിയില്ല പൊന്നി. അതൊന്ന് നിരീക്ഷിച്ചു. ആര് കുട്ടിയല്ല കൂവുക, കുക്കറ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കുട്ടികളാ കൂവുക, പക്ഷെ അരി വേവില്ല. കുട്ടി കൂവിയതുകൊണ്ട് അരി വേവുവോ? ഇല്ല. കുക്കർ കൂവിയാൽ തന്നെ. ഇവിടെ എന്താ വെച്ചാൽ ഈ പെൺകുട്ടി അരി എടുക്കാനായിട്ട് പത്തായത്തിൽ നോക്കിയപ്പോൾ പത്തായത്തിൽ അരിയില്ല. ഇനിയിപ്പോൾ എന്ത് വേണം? പത്തായപ്പരയിൽ പോയി നെല്ലളന്ന് കൊണ്ടുവന്ന് കളപ്പരയിലിട്ട് കുത്തിച്ചേറി അരിയാക്കിയിട്ട് വേണം ശിവ നെല്ലളന്ന് കൊണ്ടുവന്ന് നോക്കിയപ്പം നെല്ല് കുത്താൻ നോക്കുമ്പോൾ പണിക്കാരത്തി വന്നിട്ടുമില്ല. ഇനി എന്ത് ചെയ്യും? താൻ തന്നെ നെല്ല് കുത്തന്നെ. അങ്ങനെ ഈ പെങ്കടാവ് നെല്ല് കൊണ്ടുപോയി ആ ഉരലിലിട്ട് ഇങ്ങനെ നെല്ല് കുത്തുന്ന സമയത്ത് കൈ നിറയെ ശംഖവളയാണ്. ഈ ശംഖവള ഇങ്ങനെ കിലിങ്ങി വല്ലാത്ത ശബ്ദം. അപ്പൊ ഈ പെൺകുട്ടി വിചാരിച്ചു ഈ ശബ്ദം ഇപ്പൊ പൂമുഖത്തേക്ക് കേൾക്കില്ലേ? എവിടേക്ക് ഈ കിലിങ്ങണത്? അപ്പൊ അവര് വിചാരിക്കില്ലേ ഇവിടെ അരി വെച്ചുണ്ണാനൊന്നും പ്രാപ്തിയും കഥയില്ലാത്ത സ്ഥലത്താണ് ഇപ്പൊ എന്തിരിക്കണത്, നമ്മൾ വന്നതെന്ന് വിചാരിക്കില്ലേ? അപ്പൊ അത് കണക്കാക്കിയിട്ട് അവരെന്ത് ചെയ്തു? ഈ പെൺകുട്ടി ഓരോ വള ഊരി വെച്ചു. എത്ര ഓരോന്ന് ഊരിയപ്പോഴും ശബ്ദമുണ്ട്. പിന്നെയും ഊരി, അപ്പോഴും ഈരണ്ട് വെച്ച് ഊരി, അപ്പോഴും ശബ്ദമുണ്ട്. ഒടുക്കം ഓരോന്ന് നിർത്തി മറ്റുള്ള വളകളൊക്കെ ഊരി. എന്തില്ല? ശബ്ദമില്ല. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം എന്നറിയോ? 2 എണ്ണം കൂടിയാൽ ശബ്ദം ഉണ്ടാവും. ഇതിത്ര പറയാനാ നമ്മൾ പതിലെ കേൾക്കുന്നത്. 2 എണ്ണം കൂടിയ ശബ്ദം, 2 എണ്ണം കൂടിയാൽ ശബ്ദം ഉണ്ടാവും. സംശയമില്ലേ? അമ്പലത്തേക്കൊക്കെ വരുമ്പോഴേ നമ്മൾ അങ്ങനെയല്ലേ വരിക? അമ്പലത്തേക്കൊക്കെ എങ്ങനെയാ വരേണ്ടത്? നമ്മൾ വർത്തമാനം പറയാനാണ് ചിലരൊക്കെ വരണത് തന്നെ. ഇനി ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ വല്ല പാർക്കില് ബീച്ചിലൊക്കെ പോയി ഇരുന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? വർത്തമാനം പറയേണ്ടത്. അമ്പലത്തേക്ക് വരുന്നത് എന്തിനാണ്? വർത്തമാനം പറഞ്ഞിരിക്കാനോ? നല്ല കാര്യമായി.
അമ്പലത്തേക്ക് വരുന്നത് വർത്തമാനം പറഞ്ഞിരിക്കാനല്ല, അമ്പലത്തേക്ക് വരുന്നത് ഭഗവാനെ തൊഴുവാനും നമസ്കരിക്കാനും 4 നാമം ചൊല്ലി ഹൃദയം കൊണ്ട് തൊഴുത് നമസ്കരിച്ച് ഭഗവാനെ ഹൃദയത്തിലേക്ക് എടുത്ത് പ്രദക്ഷിണം കഴിച്ച് ഏകാഗ്രമായ ഭാവത്തിൽ നാരായണ 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 മനസ്സും വാക്കും ശരീരം ഒരുപോലെ എവിടേക്ക് യോജിപ്പിച്ചിട്ട് വേണം ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. ആ ഭാവത്തിനാ വരുന്നത്. അതുപോലും നമ്മുടെ ഇടയിൽ നിന്ന് പോയി നമ്മൾ അവിടെ വന്നിരുന്ന് നേരെ നടക്കലിരുന്നിട്ട് സിനിമാ കഥയും പറഞ്ഞ് അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് നിൽക്കും. കണ്ടിട്ടില്ലേ അത്? കണ്ടിട്ടില്ലേ? കാണാം. ശരിയോ തെറ്റോ? അപ്പൊ നമ്മൾ കുറ്റം പറയല്ല, എന്താ വെച്ചോ ഇത് അറിയായോണ്ടാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ കന്തല്യായ പലപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ ഏകാഗ്രത പഠിപ്പിക്കുന്ന ആളാണ് ആര്? കുമാരി. 2 എണ്ണം കൂടിയാൽ ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് 2 പേര് കൂടിയിട്ടല്ല പുറപ്പെടുന്നത്. ഏകാന്തമായ ഭാവത്തിൽ ഏകാഗ്രമായ ബുദ്ധിയോടെ വേണം എന്ത് ചെയ്യാൻ? ഭഗവാനെ ഹൃദയത്തിൽ ഉപാസിച്ചുറപ്പിക്കാൻ എന്ന് പറഞ്ഞു. ആ പാഠം എനിക്ക് തന്നത് ഈ കുമാരിയാണ്. പിന്നെ 21ാമത്തെ ഗുരു ശരകാരിയാണ്. ഈ ശരകാരി എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, ഒരുത്തൻ ഇങ്ങനെ അമ്പ് ഇങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ അരം കൊണ്ട് രാഗി കൂർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അസ്ത്രം ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ വഴിയുടെ മുമ്പിൽ കൂടി, ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലുള്ള വഴി കൂടി രാജാവും പട്ടാളക്കാരും പെരുമ്പറ കൊട്ടി സപരിവാരം രാജാവ് വലിയ മേളത്തോട് കൂടിയിട്ട് പെരുമ്പറയുടെ അകമ്പടിയോട് കൂടിയിട്ട് രാജാവ് ഇങ്ങനെ പോവുകയാണേ. രാജാവിൻ്റെ ഈ പെരുമ്പറ കൊട്ടി ആഘോഷമായിട്ടുള്ള മേളത്തോട് കൂടിയുള്ള യാത്ര അതെങ്ങനെ പോകുമ്പോഴും ഇദ്ദേഹം അത് അന്ന് അറിഞ്ഞതേ ഇല്ല. എന്ത്? രാജാവിൻ്റെ മേളം വലിയ പെരുമ്പറയുടെ ശബ്ദമൊന്നും ആര് കേട്ടതേ ഇല്ല. അദ്ദേഹം കേട്ടില്ല. എന്തേ കാരണം? അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ ഭാവം, അദ്ദേഹത്തിന്റെ മനസ്സ് എവിടെയായിരുന്നു? ഈ അമ്പിന്റെ അറ്റത്തായിരുന്നു. ഇതെനിക്കൊരു പാഠമാണ്. എന്താ അത്? നോക്കൂ, ഏകാഗ്രമാണ് മനസ്സ് എങ്കിൽ എന്തുണ്ടാവും? ആ മനസ്സിലേക്ക് വേറെ വിഷയങ്ങളൊന്നും എന്താ ഈ ഏകാഗ്രം എന്ന് പറഞ്ഞാൽ? ഏകം എന്ന് പറഞ്ഞാൽ 1, അഗ്രം എന്ന് പറഞ്ഞാൽ അറ്റം. ഒരറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ സൂചിയിലേക്ക് നൂല് കുറക്കാനായിട്ട് നൂലും ഇങ്ങോട്ട് എടുത്തിട്ട് ടക്കാ പറഞ്ഞാൽ പൊട്ടിച്ച ഈ നൂല് കൊണ്ട് ഈ സൂചിയുടെ ഓട്ടയിൽ ഇങ്ങനെ കുത്തി നോക്കൂ, എന്തുണ്ടാവും? ലീവ് എടുത്തിട്ട് കുത്തിയാൽ മതി. എന്നാൽ വൈകുന്നേരം വരെ കുത്താലോ, അല്ലെങ്കിൽ നമുക്ക് ആഫീസിൽ പോകാൻ പറ്റില്ല. എന്താ കാരണം? വൈകുന്നേരം വരെ കുത്തിയാലും നൂല് എവിടേക്ക് കിടക്കില്ല? ആ സൂചിയുടെ ആ ദ്വാരത്തേക്ക് കടന്ന് കൊണ്ട് തുന്നാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സൂചിയുടെ ഉള്ളിലേക്ക് നൂല് കയറ്റണതിന്റെ മുമ്പ് ആ പൊട്ടിച്ച നൂലൊന്ന് ഇങ്ങനെ നേരെ മുമ്പിലേക്ക് പിടിച്ചിട്ട് ആ നൂലിന്റെ അറ്റത്തേക്ക് നോക്കും. എന്ത് കാണാം? ചെറിയ ചെറിയ നാരുകൾ ഇങ്ങനെയൊക്കെ നിൽക്കണുണ്ടാവും. ശരിയല്ലേ ഇത്? അപ്പൊ ആ നാര് നാനാവിധാണ്. എന്തിന്റെ അഗ്രം? നൂലിന്റെ അഗ്രം നാനാവിധ അഗ്രാണ്. ആ നാനാവിധ അഗ്രായ നൂല് എവിടേക്ക് കയറില്ല? സൂചിയിലേക്ക് കയറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതെ, എവിടേക്ക് കൈയിടണം? ആദ്യം നാവൊന്നും കൈയിട്ട് മാന്തരുത് കേട്ടോ. കുറച്ച് വെള്ളം കൊണ്ടൊന്ന് തൊട്ട് നനച്ച്, നാവ് കൊണ്ടൊന്നും തൊട്ട് നനയ്ക്കരുത്. ഇതൊക്കെ 2ാം തരാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നാവൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊട്ടു എന്ന് പറഞ്ഞാല് കൈ എച്ചിലായി എന്നാ പറയുക. തൊടരുത്. വിരല് കടിക്കുക, നഖം കടിക്കുക, വായയിലെ കൈയിടുക എന്നൊക്കെ പറഞ്ഞാൽ കൈ എച്ചിലായി. കഴുകി ശുദ്ധം വരുത്തിയിട്ടേ എവിടേക്കും തൊടാവൂ. അല്ലെങ്കിൽ തൊട്ടതൊക്കെ എച്ചിലാണ്. അത് ചെയ്യാൻ പാടില്ല. ചിലര് കാണാം പുസ്തകത്തിന്റെ ഏട് മറക്കുന്നത്. 2.5 മീറ്റർ നീളമുള്ള ഈ സാധനം ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഒന്നും പറയണ്ട. നോട്ടെണ്ണ കാണാം 3 മീറ്റർ നീട്ടി പുറത്തേക്ക് വെച്ചിട്ട് എന്റെ ഈ നോട്ടൊക്കെ ശരി തന്നെ. കയ്യിൽ കൊടുത്താൽ വലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ആരുടെയൊക്കെ കയ്യിൽ തിരുമ്പി പൊടിച്ച് എവിടെയൊക്കെ തിരികെ വെച്ച സാധനം നടക്കാൻ നിശ്ചയുള്ളത്. അതാണ് അറപ്പും വെറുപ്പും. നമ്മളാരോ അത്യാവശ്യത്തിന് കൈ കൊണ്ട് തൊടുള്ളൂ. ആ സാധനം തൊട്ടാ പിന്നെ ശുദ്ധം മാറി കുളിക്കണം. വല്ല പൂജയ്ക്കൊക്കെ പോവുക ഈ സാധനം തൊട്ടാ എന്ത് ചെയ്യണം? ആദ്യം കുളിച്ചാലേ ശുദ്ധാവുള്ളൂ. ശരിയല്ലേ അത്? അങ്ങനെയൊക്കെ കാര്യമൊക്കെ അതിന് മൂല്യമൊക്കെ ഉണ്ടെങ്കിലും കൈകൊണ്ട് തൊട്ടാൽ കുളിക്കാണ്ട പറ്റില്ല. ഏതൊക്കെ കഴുകി മാറി ഇതൊക്കെ ജാതി വഴി കൂടി എന്തൊക്കെ കുപ്പയിലും ചപ്പലും പെരുമാറി വരുന്നതാണ് ഈ സാധനം. നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റം പറഞ്ഞതല്ല, ഓരോരുത്തരുടെ കൈ കൂടി വരുന്നതല്ലേ നോട്ട്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇന്നലെ അടിച്ച നോട്ടൊന്നും കിട്ടണം പറഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ വായയിലൊന്നും കൈയിട്ട് ഒന്നും ചെയ്യരുത്, എച്ചിലായി എന്നാ പറയൊക്കെ പണ്ട് പഠിപ്പിക്കുക. എങ്ങനെ തൊടാക? വായയെ തൊടരുത്. അവിടെ ഇവിടെയൊക്കെ തൊട്ടാൽ കൈ കഴുകി ശുദ്ധം വരുത്തണം എന്ന് പറയും. ആ കയ്യിലോ കണ്ണിലോ മൂക്കിലൊക്കെ കൈയിട്ടാലും നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. ഉടുത്താൽ കഴുകണം, അഴിച്ചാൽ കഴുകണം, പൊട്ടിച്ചാൽ കഴുകണം, ഒക്കെ കൈ കഴുകി ശുദ്ധം വരുത്തണം. തുപ്പിയാൽ കുൽക്കൊഴിയണം എന്നാണ്. പണ്ടൊക്കെ അങ്ങനെയാണ് നിയമേ. നമ്മളിപ്പോ അങ്ങോട്ട് തുപ്പിന്ന് കൂട്ടിക്കോളൂ, പിന്നെ ഇങ്ങോട്ട് ചുട്ടും തുടച്ച് പോരരുത്, കുൽക്കൊഴിഞ്ഞാലേ ശുദ്ധാവുള്ളൂ. എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പണ്ട് ഗുരുനാഥന്മാര് പറഞ്ഞത്? കണ്ടേ അവിടെ ഇവിടെ തുപ്പി വെക്കാണ്ടിരിക്കാനും കൂടിയാവും. ശരിയല്ലേ ഇത്?
എവിടെ തുപ്പിയാലും പുൽക്കൊഴിയണം എന്നാണ്. ശുദ്ധാവുള്ളൂ ഒക്കെ ഉണ്ടാ. ശുദ്ധം പറയാൻ നിന്നാ കുറെ പറയണ്ട. ഏതായാലും ഈ നൂലിന്റെ അറ്റം, നാനാവിധായ നൂലിന്റെ അറ്റത്തെ ഏകാഗ്രമാക്കാൻ ഒരു തുള്ളി വെള്ളം തൊട്ടിട്ട് നമ്മൾ ആ നൂലിനെ ഇങ്ങനെ എന്നിങ്ങോട്ട് മുകളിലേക്ക് പിടിച്ചു നോക്കൂ. അപ്പൊ എന്താവും? ഈ പലദിക്കിലേക്ക് തിരിഞ്ഞും മറിഞ്ഞും നിൽക്കണ ഈ അഗ്രത്തിൽ നാര് പോലെ നിൽക്കണതൊക്കെ ഒരഗ്രമായിട്ട് തീരും. ഒരു കുത്തിയാൽ എന്തിലേക്ക് കയറും? സൂചിയിലേക്ക് കയറും. മനസ്സിലായില്ലേ? അപ്പോ ഏക അഗ്രമാണെങ്കിൽ എന്താ പേര്? ഏക അഗ്രമാണെങ്കിൽ വേഗം എന്തിലേക്ക് പ്രവേശിക്കാം? സൂചിയുടെ ദ്വാരത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ മനസ്സ് ഏക അഗ്രമാണെങ്കിൽ ഭഗവാനിലേക്കും എളുപ്പം പ്രവേശിക്കും. പലജാതി അഗ്രാണെങ്കിലോ പലജാതി വിഷയങ്ങളായിട്ട് കൊണ്ട് നടക്കുക എന്നല്ലാതെ ഏത് ഭഗവാന്റെ മുമ്പിൽ ചെന്നാലും വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. ഈ പാഠം എനിക്ക് തന്നത് ശരകാരിയാണ്. 22ാമത്തെ ഗുരു സർപ്പാണെന്ന് പറയും. സർപ്പം എന്താ പഠിപ്പിച്ചു വെച്ചാൽ, നമ്മൾ ഈ സർപ്പം കണ്ടിട്ടില്ലേ? സർപ്പങ്ങൾ സ്വന്തമായിട്ട് മാളുണ്ടാക്കില്ല. എലി മാളുണ്ടാക്കും. ആ മാളത്തിൽ സർപ്പം ചെല്ലും, അതിലിരിക്കുന്ന എലിയെ പിടിച്ച് മുഴുങ്ങും, അന്ന് അവിടെ താമസിക്കും. പിന്നെ പിറ്റേന്നാൾ മറ്റേ മാളത്തേക്ക് ചെല്ലും, അവിടെ ഉണ്ടാവുമല്ലോ എലി, അതിനെ പിടിച്ച് മുഴുങ്ങും, അന്ന് അവിടെ താമസിക്കും. സ്വന്തമായിട്ട് ആർക്ക് വീടില്ല. സ്വന്തമായിട്ടുള്ള വീടല്ല എലി, ഈ പാമ്പിന്റെ വീട്. പാമ്പ് അതാത് ദിക്കില് അങ്ങനെ അതാത് ദിവസം താമസിക്കും. അതുകൊണ്ട് അതിന് എൻ്റെ വീട് എന്നുള്ള തോന്നലൊന്നും ഇല്ല. പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ വീട് എന്നുള്ള തോന്നലൊന്നും നമ്മൾ കൊണ്ട് നടക്കണ്ട. എന്താ കാരണം? 100-500 കൊല്ലം പഴക്കമുള്ളതാണ് നമ്മുടെയൊക്കെ വീട്. അത് എത്ര ആളെ തലമുറ ഇത് കഴിഞ്ഞു കൂടിയിട്ടുണ്ടാവും നടക്കാൻ നിശ്ചയുള്ളത്. കൂടിയോര് അന്നൊക്കെ വിചാരിച്ചത് ഇത് എന്റെയാണെന്ന്. അവരൊക്കെ എന്നിട്ട് ഇപ്പൊ എവിടെയുണ്ട്? അവരൊന്നും ഇപ്പൊ അവിടെ. ഇപ്പൊ നമ്മളെ എന്റെയെന്ന് പറയും. നമ്മുടെ കാലം കഴിഞ്ഞാൽ അടുത്ത കൂട്ടർ അവിടെ ഉണ്ടാവില്ലേ? ശരിയല്ലേ ഇത്? അപ്പൊ അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ള പാഠം സർപ്പാണ് തന്നത്. പിന്നെ 23ാമത്തെ ഗുരു ഊർണനാഭി എന്ന് പറയും. ഊർണനാഭി എന്നൊന്നും പറഞ്ഞ് കേട്ട് പേടിക്കണ്ട. എട്ടുകാലിക്ക് പറയുന്ന പേരാണ് ഊർണനാഭി. എട്ടുകാലി എന്നല്ലേ പറയാം. ഇവിടേക്ക് എന്താ പറയണേ? എട്ടുകാലി അല്ലേ? ശരിയല്ലേ? വേറെ പേരുണ്ടോ? ഇല്ല, എട്ടുകാലി. ആ എട്ടുകാലിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഊർണനാഭി. ഈ ഊർണനാഭി എനിക്കൊരു ഗുരുവാണേ. എന്താ കാര്യം ചോദിച്ചാൽ, എട്ടുകാലിയുടെ ശരീരത്തിൽ നിന്ന് ഒരു പശ പുറത്തേക്ക് എടുത്തിട്ട് ഒരു വല കെട്ടും. എന്നിട്ട് ആ വല കെട്ടിയിട്ട് ഇര പിടിക്കും. പല ജാതി ജന്തുക്കളെ പിടിച്ച് മുഴുങ്ങും. ജന്തുക്കളെയൊക്കെ പിടിച്ച് തിന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എട്ടുകാലി പോകുമ്പോൾ എന്ത് ചെയ്യും? ഈ വല തൻ്റെ ഉള്ളിലേക്ക് ഉപസംഹരിച്ചാര് പോവും? എട്ടുകാലി പോവും. ഇതെനിക്കൊരു പാഠമാണ്. എന്താ പാഠം? ഭഗവാൻ ഈ പ്രപഞ്ചത്തെ തൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് തൻ്റെ ഉള്ളിലേക്ക് ചേർക്കണോ? ഭഗവാങ്കെന്ന് പുറപ്പെട്ട് ഭഗവാങ്കലേക്ക് ചെന്ന് ചേരണതാണ് പ്രപഞ്ചം എന്ന പാഠം എട്ടുകാലിയാ തന്നത്. ഈ ഫുട്പാത്ത് കച്ചവടക്കാരെ കണ്ടിട്ടില്ലേ? ഫുട്പാത്ത് കച്ചവടക്കാർ റോഡിന്റെ വക്കത്തൊക്കെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇങ്ങനെ രാത്രി ആവണ നേരത്തെ കച്ചവടം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഇവര് വൈകുന്നേരം ആകുമ്പോഴാ വരിക. രാത്രി കച്ചവടത്തിന് വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറിയ സൂട്ട് കേസും തൂക്കി പിടിച്ചിങ്ങനെ വരും. വരുന്നത് കണ്ടാത്തൊന്നും കോളേജിലെ പ്രൊഫസറാണെന്ന് തോന്നുന്ന ആ വരവൊക്കെ കണ്ട് എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അവരവിടെ ഒരു മുട്ടി വെച്ച് അതിന്റെ മുകളിൽ അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ഈ പെട്ടി ഇങ്ങോട്ട് തുറക്കുന്നിട്ട് അതിലൊരു ഷീറ്റ് ഉണ്ടാവും, നീല നിറത്തിൽ. ആ ഷീറ്റ് മുമ്പിൽ അങ്ങോട്ട് വിരിച്ചിട്ട് ഈ പെട്ടിയിൽ നിന്ന് ചീപ്പ്, മറ്റേത് എന്താ മുടി കെട്ടണത്, മുടി കൊളത്തണത്, മുടി വലിക്കണത്, മുടി പറിച്ച് കളയണത്, മുടി മുറിക്കണത്, എന്തൊക്കെ ജാതി, പിന്നെ നഖം വൃത്തിയാക്കണത്, അതുണ്ടാ എന്തൊക്കെയാ ജാതി, പൊട്ട ചാന്ത്, എല്ലാ ജാതി, എത്ര സാധനങ്ങളായി പെട്ടിന്ന് പുറത്തേക്ക് വന്നത്. എല്ലാ സാധനങ്ങളും തൻ്റെ മുമ്പില് വരിയായിട്ട് അടുക്കടുക്കായിട്ട് കണ്ടാലൊരു കുറേ വിസ്താരം ഉണ്ടാവും. എന്താ ഈ കച്ചവടശാലയ്ക്ക്. എന്നിട്ട് എല്ലാം ഇങ്ങനെ പരത്തി വെച്ചതിന്റെ ശേഷം അതിന്റെ നടക്ക് ഒരു പെട്രോമാക്സ് കത്തിച്ചു വയ്ക്കുക. പെട്രോമാക്സ് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ ഈ കറണ്ടിന്റെ വിളക്കൊക്കെ വരണതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിക്കുക, ഇങ്ങനെ കാറ്റ് വീശി നിറച്ചിട്ട് നല്ല വിളിച്ചാണ് അതിനെ. ആ വിളക്ക് കണ്ടിട്ടില്ലേ? എന്താ പ്രായമുള്ളവർക്കൊക്കെ ശണ്ടാവും. ഈ പെട്രോമാക്സ് ഒന്ന് നടുക്ക് അവിടെ അങ്ങോട്ട് കത്തിച്ച് വെക്കും. എന്നിട്ട് ഇയാൾ ആ മുട്ടിയുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, ഏതെടുത്താലും 10 എന്ന് പറഞ്ഞാൽ മുട്ടിയുമ്പിലിരിക്കും. അപ്പോഴാണ് ഒരുത്തൻ അങ്ങോട്ട് വന്നിട്ട് ഒരു 10 ഉറുപ്പ്യ കൊടുത്തിട്ട് പെട്രോമാക്സും എടുത്ത് പോയി. അത് വേണ്ടിയിരുന്നില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരി തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നുവെച്ചിട്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അടുക്കടുക്കായിട്ട് ആ പെട്ടിയിൽ ഒതുക്കി വെച്ചിട്ട് ഒടുക്കം ആ ഷീറ്റും മടക്കി വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യും? പെട്ടിയും തൂക്കി പിടിച്ച് പ്രൊഫസർ പോണ മാതിരിയൊക്കെ പോകും. അപ്പൊ ചെറിയൊരു പെട്ടിയിൽ നിന്നാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായതും. ചെറിയൊരു പെട്ടിയിലേക്കാണ് ഈ സാധനങ്ങൾ ചെന്ന് ചേരുന്നത്. നോക്കൂ ഇല്ലേ? അത് ഇതുപോലെയാണ് പ്രപഞ്ചം. ഭഗവാന്റെ മഹിമയെന്ന പ്രപഞ്ചം, വലിയ പ്രപഞ്ചം ഉണ്ടാവണു. ആ മഹിമയിലേക്ക് ഈ പ്രപഞ്ചം ചെന്ന് ചേരുന്നു എന്ന പാഠം എനിക്ക് ഊർണനാഭി തന്നു. 24ാമത്തെ ഗുരു. ആശ്വാസം ഉണ്ടല്ലേ?
അതെ, 24ാമത്തെ ഗുരു പേശസ്കൃത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. വേട്ടാളൻ എന്ന് നമ്മുടെ നാട്ടിലേക്ക് പറയാം. ഇവിടേക്ക് എന്താ പറയണേ? വേട്ടാളൻ തന്നെയാ. ഹൗ ഭാഗ്യം. നമ്മൾ അതിന്റെ പേരെന്താ പറയാ ചെല്ലേണ്ടിരിക്കാറുന്നു. ഈ വേട്ടാളൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തട്ടിലാത്തിന്റെ മുളകെ ചളിമണ്ണ് കുഴച്ചുരുട്ടി കൂടുണ്ടാക്കി വെക്കണേ പ്രാണി, പറക്കണേ ആ ജാതി പ്രാണി. അത് വേട്ടാളൻ എങ്ങനെയാ വെച്ചാൽ മണ്ണുകൊണ്ട് ചളികൊണ്ടും കുഴച്ചുരുട്ടിയിട്ട് ഒരു കൂടുണ്ടാക്കും. ഈ കൂടുണ്ടാക്കിയിട്ട് ഒരു പുഴുവിനെ എവിടെ നിന്നെങ്കിലും പിടിച്ചോണ്ട് വരും. എന്നിട്ട് ഈ പുഴുവിനെ പിടിച്ചോണ്ടോന്ന് ഇതിന് ഓട്ടയുണ്ടാവും ഈ കൂടിനെ. ആ ഓട്ടയെ കൂടി ഈ പുഴുവിനെ അതിൻ്റെ ഉള്ളിലേക്ക് തിരികിയിട്ട് കാലുകൊണ്ടും കൈകൊണ്ടും ചവിട്ടി കുത്തി നമ്മൾ വൈക്കോലൊക്കെ ചാക്കിൽ നിറയ്ക്കണ മാതിരി അങ്ങോട്ട് നിറയ്ക്കും. പുല്ലൊക്കെ കണ്ടില്ലേ ചാക്കിലേക്ക് നിറയ്ക്കുന്നത് പണിക്കാര്? അതേ ജാതിയിൽ ചവിട്ടി കുത്തി ഉള്ളിലേക്ക് അങ്ങോട്ട് നിറച്ചിട്ട് ആ ഓട്ട ഉണ്ടാവുമല്ലോ, ആ കൂടിന്റെ ഓട്ട ഒരു ഉരുള ചളി കൊണ്ടുവന്ന് അങ്ങോട്ട് അടയ്ക്കും. എന്നിട്ട് ഈ വേട്ടാളനെ എങ്ങോട്ടെങ്കിലും പോകും. ഇതിന്റെ ഉള്ളിലിരിക്കണ ഈ പുഴു ഉണ്ടല്ലോ, പേടിച്ച് വിറച്ച് വേട്ടാളം വരുമോ ഇങ്ങനെ വേട്ടാളനെ ധ്യാനിച്ച് ഒടുക്കം ഒരു ദിവസം കൂടും പൊളിച്ച് വേട്ടാളനായിട്ട് പറന്നങ്ങോട്ട് പോവും. ഇതെനിക്കൊരു പാഠമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടോ, നമ്മൾ എന്താണോ ധ്യാനിക്കണത് അതായിട്ട് തീരും. എങ്ങനെ? ഭഗവാനെ ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ഭഗവാനെ ധ്യാനിക്കണോൻ ഭഗവാന്റെ സ്വരൂപമായിട്ട് തീരും. വിഷയങ്ങളെ ധ്യാനിക്കണോനോ വിഷയങ്ങളുടെ ഭാവത്തിലേക്കും ചെന്ന് ചേരും. ഈ പാഠം എനിക്ക് 24ാമത്തെ ഗുരു പേശസ്കൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ വേട്ടാളൻ തന്ന പാഠമാണ്. ഈ 24 ഗുരുക്കന്മാരെ എണ്ണിപ്പറഞ്ഞ് ഉപദേശിച്ചതിന്റെ ശേഷം പറഞ്ഞു എനിക്ക് 25ാമത് ഒരു ഗുരു ഉണ്ട് എന്നും പറഞ്ഞു. അത് ലിസ്റ്റിലില്ലാത്ത ഗുരുയാ. ആരെ? 25ാമത്തെ ഗുരു അതാരെന്നറിയോ? ദേഹോ ഗുരുർ മമ വിരക്തി വിവേകഹേതോ. ആരെ? ദേഹോ ഗുരുർ മമ. എൻ്റെ ഈ ശരീരമാണ് എൻ്റെ 25ാമത്തെ ഗുരു. എന്താ ഈ ശരീരമാകുന്ന ഗുരു ഉപദേശിച്ചു തന്നത്? വിരക്തി വിവേകഹേതോ. വിരക്തി ഉണ്ടാവാനും വിവേകം ഉണ്ടാവാനും കാരണമായത്, എനിക്ക് വിരക്തിയും വിവേകം ഉണ്ടാവാൻ ഉപദേശം തന്നത് ആരാന്നറിയോ? എൻ്റെ ഈ ശരീരം. എന്താ ഈ വിരക്തിയും വിവേകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ? വിരക്തി ചർച്ച എന്താ? ലോകത്തിനോടൊരു ആസക്തി ഇല്ലാത്ത സ്ഥിതി. വിവേകം ഒരു വകതിരിവ്. ഇതൊക്കെ ഉണ്ടാവാൻ കാരണം എൻ്റെ ഈ ശരീരം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് ഈ നല്ല പ്രായത്തിലൊക്കെ നമുക്ക് തോന്നും നമ്മുടെ ഈ ശരീരം കൊണ്ട് എന്തും ചെയ്യും തോന്നും. എന്താണ്? അങ്ങനെ ഒരു പ്രായമുണ്ട്, എന്തും ചെയ്യുന്ന അങ്ങനെ ഒരു പ്രായമല്ലേ? അങ്ങനെയുണ്ട്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തും ചെയ്യില്ല, ചിലതൊക്കെ ചെയ്യുള്ളൂ എന്ന്. പിന്നെ കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ചിലതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ചിലരൊക്കെ കൂടെ വേണമെന്ന്. ശരിയല്ലേ ഇത്? അങ്ങനെ ഒരു കാലമുണ്ട്. എന്തും ചെയ്യുന്നുള്ളൊരു പ്രായമൊക്കെ ഉണ്ട്. പണ്ട് വടക്കേല അമ്മൂട്ടിയമ്മ അമ്പലത്തേക്ക് പോവുകയാണ്. രാവിലെ ഒരു 6 മണിക്കാണ് പോകുന്നത്. നല്ലോണം കണ്ട് വെളിച്ചായിട്ടില്ല. 6 മണിക്കൊക്കെ ഒരു പ്രാവശ്യം ഇരുട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ വഴി കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് വടക്കേല അപ്പുട്ടനാരുടെ ചെറുപ്പക്കാരൻ മോനിൽ 20-22 വയസ്സുള്ള ഉണ്ണി, അവൻ രാവിലെ ഈ കപ്പിക്കടയിൽ പോയിട്ട് ഇതൊക്കെ പൊക്കി ശ്വാസം വലിച്ചു വരികയാണ്. ഈ വ്യായാമമൊക്കെ കഴിഞ്ഞിട്ടേ എൻ്റെ വഴി കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അമ്മൂട്ടിയമ്മ കുറെ കാലമായി ഉണ്ണിയെ കണ്ടിട്ടേ. അമ്മൂട്ടിയമ്മ ചോദിച്ചു ചിരിച്ചും കൊണ്ട്, കുട്ടൻ ഇപ്പൊ എന്തു ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉണ്ണി പറഞ്ഞു എന്തും ചെയ്യുന്നു പറഞ്ഞു. യമം അതിൽ ചാടി ഓടി എവിടേക്കോ പോയി, അടുത്ത വീട്ടിലേക്ക് എവിടേക്കോ പോയി. ഇപ്പോഴത്തെ കാലാണ് ഒന്നും പറയാൻ പറ്റില്ല. ആ പ്രായം അങ്ങനെയാ. എന്ത് ചെയ്യണോ ചോദിച്ചതിന്റെ അർത്ഥം പഠിക്കുകയാണോ അതോ ഉദ്യോഗമാണോ എന്നൊക്കെ ചോദിച്ചതേ. ചെക്കൻ എന്താ പറഞ്ഞത്? എന്തും ചെയ്യും. ആ പ്രായം അങ്ങനെ എന്തും ചെയ്യും. നമ്മൾ നോക്കുക എന്നല്ലാതെ എന്താ പിന്നെ ചെയ്യണോന്ന് എന്തും ചെയ്യും. അതൊരു കാലമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ദേഹം ആദ്യമൊക്കെ വലിയ കേമാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ തോന്നും. കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊക്കെ കഴിയും. അതുകൊണ്ട് എന്ത് വേണ്ട, ഈ ദേഹത്തില് അത്യാസക്തി ഒന്നും കൊണ്ട് നടക്കണ്ട. എന്താ ഈ ദേഹം എന്ന് പറഞ്ഞാൽ? ദേഹം നമ്മൾ പറഞ്ഞു കൊണ്ട് നടക്കുന്ന സാധനമല്ലേ. അതിന്റെ കാര്യം ഒന്നും പറയേണ്ടിയിരിക്കുക നല്ലത്. ദേഹം ചെന്താത് ത്വങ്മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. അത്രയേ ഉള്ളൂ. ത്വങ്മാംസ രക്താസ്ഥി വിൺമൂത്ര രേതസാം സമ്മേളനം. ഈ പറഞ്ഞ സാധനങ്ങളുടെ സമ്മേളനമാണ്. ഇതിൽ ഓരോന്നിന്റെ പേര് പറഞ്ഞാൽ തന്നെ, നമ്മൾ അർത്ഥം പറഞ്ഞാൽ തന്നെ പിന്നെ കണ്ടാലും മിണ്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ മിണ്ടാണ്ടിരിക്കുന്നത് അല്ലേ? ത്വക്ക് പറഞ്ഞ എന്താ അർത്ഥം? ത്വക്ക് തൊലി, മാംസം രക്തം വിട്ട് മൂത്രം രേതസം, മലം മൂത്രം രേതസ്, ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഓരോന്ന് തൊട്ടാൽ തന്നെ കുളിച്ചാൽ ശുദ്ധാവില്ല, പുണ്യാഹം തന്നെ വേണം. ആ ജാതി വസ്തുക്കളാണ്. ഈ സാധനങ്ങൾ കൂട്ടിക്കുഴച്ച് ഉരുട്ടി വെച്ചതിന്റെ പേരാണ് എന്ത്? സുന്ദരൻ, സുന്ദരി. ഔ ശരിയല്ലേ ഇത്? ഇതൊക്കെ അകത്തിരിക്കൊണ്ട് നന്ന്. അകത്തിരിക്കണതൊക്കെ അകത്തിരുന്ന നന്ന്. പുറത്തേക്ക് വന്ന് അന്ന് നമ്മൾ പണി മാറ്റി പോകും മതിയായേന്നും പറഞ്ഞിട്ട്.
അത്രയേ ഉള്ളൂ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ശരീരം നമ്മൾ വലിയ കേമായിട്ട് കൊണ്ട് നടക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊന്നും വലിയ കഥയുള്ളതൊന്നും ഇല്ല. നോക്കൂ, ബ്രഹ്മാവ് ഈ കണ്ണും മൂക്കും ചെവിയൊക്കെ പുറത്തേക്ക് പിടിപ്പിച്ച് വെച്ചത് എത്ര നന്നായി. എന്താ കാരണം? അകത്തുള്ളതൊന്നും അറിയില്ലല്ലോ, കണ്ടോൻ്റേത് പുറത്തുള്ളതല്ലേ അറിയുള്ളൂ. നമ്മുടെ കണ്ണൊക്കെ അകത്തേക്ക് വെച്ചാൽ മതിയാവും എന്ന്, ചെവിയൊക്കെ അകത്താശാലോ പേടിയാവും, മൂക്കൊക്കെ അകത്താശാലോ മുണ്ട് തിരികേണ്ടി ഒരു ഓട്ടയില്. എന്താ കാരണം? വയ്ക്കില്ല എന്ന്. ഒക്കെ കഷ്ടാണ്. അപ്പൊ നമ്മൾ ഈ തൊക്കെ മാംസം രക്തം വിട്ട് മൂത്രം രേതസ് എന്നൊക്കെ കൂട്ടിക്കൊഴിച്ച് വെച്ചതിനാണ് ഈ സുന്ദരൻ സുന്ദരി എന്നൊക്കെ പറയുന്നത്. ഈ സുന്ദരിയും സുന്ദരനെയൊക്കെ കാണുക നേരം വെളിച്ചാവുമ്പം പോകണം. എവിടേക്ക്? ആ നീട്ട് വരുമ്പം പായെന്ന് നീട്ട് വരുന്ന സമയത്ത് നിർമാല്യം തൊഴാൻ പോകണം. എന്നാലേ കാണാം എന്ത് മൂക്കുന്ന 2 കൊമ്പ്, ചീട്ടുന്ന 2 കൊമ്പ് ഇങ്ങനെ വരണത് കണ്ട പേടിയാവും. ഇന്നലെ കണ്ട സാധനം തന്നെയാണോ അതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയമാവും. പിന്നെ കൊണ്ടുപോയി തേച്ച് കുളിപ്പിച്ച് മറ്റേ പൊടിയൊക്കെ തേച്ച് നേരെയാക്കി കൊണ്ടുവന്ന് അതില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മോശമാണ്, മഹാപകടാണെന്നല്ല പറഞ്ഞത്. അഹമ്മതി അതിലൊന്നും വെക്കേണ്ട. എന്താ കാരണം? മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം, അത്രയേ ഉള്ളൂ. വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, അത്രയേ ഉള്ളൂ. മാത്രല്ല ഓരോ തരത്തിൽ പോവാനേ ഉള്ളൂ. ജന്തുക്കൾ ഭക്ഷിച്ചോ കാഷ്ടിച്ചോ പോകിലാം, ഒന്നും പറയാൻ പറ്റില്ല. വല്ല കുഴിയിലും വീണ് ചത്തും പോയി ആരും കണ്ടതുമില്ല. നേരം വിളിച്ചാകുമ്പോഴേക്ക് എന്ത് കൂർക്കന്മാര് തിന്ന് തീർത്തിട്ടുണ്ടാവും. ശരിയല്ലേ ഇത്? അത്രയേ ഉള്ളൂ. ജന്തുക്കൾ ഭക്ഷിച്ചോ കാഷ്ടിച്ചോ പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ അഹമ്മതിയൊന്നും വെക്കേണ്ട. പക്ഷേ ശരീരം മോശമാണെന്ന് കൂട്ടണ്ട കേട്ടോ. എന്താ കാരണം? ഈ ശരീരം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും സാധിക്കൊന്നുമില്ല. ശരിയല്ലേ? ശരീരത്തിന്റെ കാര്യമൊക്കെ കഷ്ടം എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചാടി നമ്മളിങ്ങോട്ട് എണീക്കുമ്പോൾ ഊരെ ചോദിക്കും, ആരോട് ചോദിച്ചിട്ട് എണ്ണീട്ടത്? അപ്പൊ നമ്മൾ ഇല്ല, ഞാൻ ഇങ്ങനെ വെറുതെ തന്നെ, ഞാൻ എന്തെങ്ങനെ ഇന്ന് തലോടിയപ്പോൾ ഇഷ്ടമായി. നമ്മളിപ്പോ ആ പഴയ ഓർമ്മയ്ക്ക്, കുട്ടിക്കാലത്തെ ഓർമ്മയ്ക്ക് ഇങ്ങോട്ട് എണ്ണീട്ടതാ. മുട്ടല് ആരോ ഇല്ല, മുട്ടല് ഇവറ്റോളൊക്കെ അങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് നടക്കണം. എന്താ കാരണം? വലിയ പിഴവാണേ. ശരിയോ തെറ്റോ? ശരിയല്ലേ? അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇവറ്റോളുടെ കാര്യം. ഓരോ മുട്ടാലും ഇങ്ങോട്ട് കഴിഞ്ഞു ഒന്നും പറയണ്ട. ലോകത്തിന്റെ കഥയെ ലോകം എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ ശരീരത്തിനൊന്നും നമ്മൾ പറഞ്ഞു രാവിലെ 8 മണിക്ക് പോവാട്ടോ, നമുക്ക് നാളെ കുട്ടിയെ ഞാനും വരാം, നമുക്ക് ഒന്നിച്ച് പോവാന്നും പറഞ്ഞ് തീരുമാനിച്ചു. രാവിലെ നമ്മൾ എണ്ണീട്ട് നോക്കിയപ്പോ കഴുത്ത് അങ്ങനെ കോൺക്രീറ്റ് ഇട്ടാ മതി. കഴുത്ത് തിരിയണമെങ്കിൽ വണ്ടി മുഴുവൻ തിരിക്കണം. ഇന്നലെ പറഞ്ഞാൽ മതി, നാളെ പണിമുടക്കാണ്, കഴുത്ത് തിരിയില്ല, കോൺക്രീറ്റ് ഇടുന്ന ദിവസം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇവനോട് വാക്ക് എപ്പോഴാ ഈ സാധനം പറ്റിക്കുക എന്നൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റും. എൻ്റെ തീവണ്ടിയിൽ പോണ കാലത്തെ നമ്മൾ ഈ സീസൺ ടിക്കറ്റ് പറയില്ലേ, ആ സീസൺ ടിക്കറ്റ് ആവാൻ പരിചയക്കാർ ഇഷ്ടമുണ്ടാവും. എല്ലാവർക്കും വലിയ കാര്യമാണ്. തിരുമേനി എന്നൊക്കെ പറഞ്ഞാൽ തോന്നും നമ്മളെ വലിയ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടോന്നൊന്നും അറിയില്ല, എന്നാലും വലിയ കാര്യമാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം തീവണ്ടിയിൽ പോകുമ്പം ഈ തീവണ്ടിയിൽ എന്താ വെച്ചാൽ ഈ അയ്യഞ്ചാള് ഇങ്ങനെ നിരന്നിരുന്നാൽ പിന്നെ അവിടെ സ്ഥലം ഉണ്ടാവില്ല. 4 ആളൊക്കെ ഇരിക്കുള്ളൂ, എന്നാലും ഒന്നും കൂടി അതിൽ ഇരിക്കും, അയ്യഞ്ചാക്കി ഇരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അവിടെയൊക്കെ സ്ഥലം കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇതിന്റെ ഈ തിണ്ണ ഉണ്ടല്ലോ, മറ്റേ ആ പെട്ടി വെക്കണേ ആ ഒരു സ്ഥലല്ലേ, ആ പെട്ടി വെക്കണേ അതിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കും. അങ്ങനെയുള്ളത്. അപ്പൊ അവിടെ ഇങ്ങനെ പെട്ടികളൊക്കെ കഷ്ടിയെന്ന് കണ്ടപ്പോ ഇരുന്നലത്തെ അതേ കസേരയിൽ ഇരിക്കണമെന്ന് എവിടെയും പഴുതില്ല. അങ്ങനെയാണ്. അപ്പൊ പഴുതൊന്നും എവിടെ ഇല്ലാണ്ട വന്ന സമയത്ത് എന്തുണ്ടായി ചോദിച്ചപ്പം ഒരു കാർന്നൂര്, ഒരു 10-65-70 വയസ്സ് തോന്നുന്ന ഒരു കാർന്നൂര് വണ്ടിയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നേ. അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ നിലത്തൊന്നും ഇരിക്കാനുള്ള പഴുത് കാണാനും ഇല്ല. ഇദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് ആ 2 ഭാഗല്ലേ പെട്ടി വെക്കണ 2 ഇരുമ്പിന്റെ കമ്പി അതുപോലെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പൊന്തിയതാ മുകളിലേക്ക് ഇങ്ങോട്ട് പോയി ആള് വരിക്കച്ചക്ക വരണ മാതിരി കീഴ്പ്പെട്ട് ഇങ്ങോട്ട് പോന്നു. ആ പോയ പോക്കിന് അപ്പോഴേക്ക് പിന്നെ താഴെയല്ലോ അയ്യോ പറഞ്ഞ എല്ലാരും കൂടി ഒന്ന് കൈ വെച്ചു. അതുകൊണ്ട് കാർന്നവര് നേരെ നിലത്തെത്തിയ കാർന്നവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രായമായത് ഓർമ്മയുണ്ടായില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പഴുത് കൊടുത്തു. പറഞ്ഞ അദ്ദേഹം ആ സ്ഥാനത്ത് ഒരു നേരം പോക്ക് പറഞ്ഞ ഒരു അവസ്ഥ ഇങ്ങോട്ട് കൈകാര്യം ചെയ്തു. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിന് പ്രായം ചിലപ്പം 10-18 ഒക്കെ ഉണ്ടാവുള്ളൂ. ശരീരത്തിന്റെ പ്രായം അത്രയൊന്നും ആവില്ല. മനസ്സിന്റെ ഒപ്പം ആരും നിൽക്കൂല്ല. പിന്നെ
ശരീരം നിൽക്കൂല, മനസ്സോടും ശരീരം എത്തൂല, മനസ്സോടും ശരീരം എത്തൂല. അങ്ങനെ ബുദ്ധിമുട്ട്. അതാ പറഞ്ഞത് ശരീരത്തിനൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാലും ശരീരം ഇങ്ങോട്ട് മോശമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്താ കാരണം? ബ്രഹ്മാവ് ഉണ്ടല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണേ. ബ്രഹ്മാവ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എങ്ങനെ? സൃഷ്ടുവാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീസൃപശൂൻ ഖഗദം ശമൽസ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. അതുണ്ടായത്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? സൃഷ്ടുവാ പുരാണി വിവിധാനി അജയ ആത്മശക്തിയ. ബ്രഹ്മാവ് തൻ്റെ ആ സൃഷ്ടി വൈഭവത്തിന്റെ മിടുക്കൊണ്ട് അനവധി പ്രകാരത്തിലുള്ള സൃഷ്ടികൾ ചെയ്തു. ഏതൊക്കെയത്? വൃക്ഷാൻ, മരങ്ങളെ സൃഷ്ടിച്ചോ. സരീസൃപ പശുവിൻ, എന്തൊക്കെ ജാതി ജന്തുക്കളെ സൃഷ്ടിച്ചത്. മാത്രല്ല ഖഗദം ശമൽസ്യാൻ, പക്ഷിയോളെ, പറവോളെ, മാത്രല്ല ഉരകങ്ങളെ, പാമ്പുകളൊക്കെ അതിലെ പെട്ടതാണ്. മാത്രല്ല വേറെ മത്സ്യങ്ങളെ, എല്ലാ ജന്തുക്കളെയും സൃഷ്ടിച്ചു. പക്ഷെ ബ്രഹ്മാവിന് എന്ത് തോന്നിയില്ല? തൈസ്തൈരതുഷ്ടഹൃദയ. നന്നായില്ല. ബ്രഹ്മാവിനൊരു സന്തോഷം തോന്നിയില്ല. ഇതിനൊന്നും സൃഷ്ടിച്ചിട്ടെ ഒരു സന്തോഷം ഉണ്ടായില്ല. ഒടുക്കം ബ്രഹ്മാവ് എന്ത് ചെയ്തു? എന്താണ്ടായി? മനുഷ്യനെ സൃഷ്ടിച്ചു. സന്തോഷായി. എന്താ കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്തോഷാവാൻ കാരണം എന്താണെന്നറിയൂ? അതവിടെ എടുത്തു പറഞ്ഞത് ബ്രഹ്മാവലോകധിഷണം. അതാ പ്രത്യേകത. എന്താണ്? ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താ? ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ് തന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന് സന്തോഷായി. എന്താ മനുഷ്യന്റെ കഴിവ്? അതും ചിന്തിച്ച് പറയൂ, അല്ലാണ്ട് പറയാണ്ട പോകാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വിവേക ബുദ്ധി, ബുദ്ധി വിശേഷ ബുദ്ധി, അതൊന്നും രണ്ടും ഇവിടെ പറയരുത് കേട്ടോ. അതിനേക്കാളൊക്കെ ജന്തുവിനുണ്ടാ സാധനം. വിവേക ബുദ്ധി വിശേഷ ബുദ്ധി ഒന്നല്ല. മനുഷ്യന് തന്നൊരു കഴിവ് എന്താ വെച്ചോ? ബ്രഹ്മാവലോകധിഷണം എന്നുവെച്ചാൽ എന്താണ്? ബ്രഹ്മാവലോകധിഷണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നാടൻ ഭാഷയിൽ പറഞ്ഞാലേ ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ്. വലിയ വിശേഷം പറഞ്ഞൊന്നും മനസ്സിലാവില്ല. അത്രയൊക്കെ മനസ്സിലായില്ലേ? ഭഗവാനെ ധ്യാനിക്കാനും ഭഗവാനെ ഉപാസിക്കാനും ഭഗവത് ഭാവത്തെ കണ്ട് ആ മഹിമ മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ രൂപപ്പെടുത്താനും ഉള്ള കഴിവ് തന്നിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? നമ്മുടെ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. എന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ വിചാരിക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ നമുക്ക് വലിയ കഴിവുണ്ട് എന്ന്. നമുക്ക് വലിയ കഴിവൊന്നുമില്ല. എന്താ വെച്ചാണ്ടോ, നമ്മളെക്കാളും കഴിവുള്ളവർ ജന്തുക്കൾ ധാരാളണ്ടേ. നമ്മളെക്കാളും കഴിവുള്ള. ഇപ്പം നമ്മളെ നോക്കൂ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും വലിയ കഥയൊന്നുമില്ല. ആകാശത്തിൽ കൂടി എത്രയോ ഉയരത്തിൽ പറന്ന് പോണേ പരുന്തിനെ കണ്ടിട്ടില്ലേ? എത്രയോ ഉയരത്തിൽ പറന്ന് പോവുക പരുന്ത് എത്ര ഉയരത്തിൽ കൂടി പറന്ന് പോയിട്ടാണ് അത് ജീവിക്കണത്. പക്ഷേ ആ പരുന്ത് മുറ്റത്തിൽ കൂടി അരിച്ചു പോണ ചെറിയൊരു പുഴുവിനെ, ചെറിയൊരു പുഴുവിനെ ആ ആകാശത്തുനിന്ന് കണ്ട് താഴേക്ക് വന്ന് എന്ത് ചെയ്യും? ആ പുഴുവിനെയും പിടിച്ച് കൊണ്ടുപോകും. നോക്ക്, എത്ര ദൂരെ നിന്ന് ആ പുഴുവിനെ ആര് കാണണത്? ഈ പരുന്ത് കാണണത്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ മുമ്പിൽ കൂടി ആന പോയാൽ നമ്മൾ ചോദിക്കില്ലേ ഇപ്പൊ പോയത് എന്താന്ന്? നമ്മൾ എത്രശയുണ്ട്, ഉണ്ടാക്കണമൊക്കെ എത്രശയുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടിട്ടില്ല? ആന പോയത് കണ്ടിട്ടില്ല. എന്തല്ലേ കഥ. ഇങ്ങനെയാണ് നമ്മുടെ കണ്ണിന്റെ കാര്യം തീരുമാനമായില്ലേ? ഇപ്പം ചെവിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കോ. ആ പടിപ്പരയുടെ അപ്പുറത്ത് കിടക്കണ നായയില്ലേ? എന്തല്ലേ നായ അവിടെ കിടക്കുമ്പോൾ ഒരു ഈച്ചയെ കേട്ട പറഞ്ഞ നായ ഉണർന്ന് നോക്കും. ഈച്ചയെ പോയത്. എത്ര വേഗം അറിയുക. അത്രയ്ക്ക് സൂക്ഷ്മമായ ശബ്ദം പോലും ആ നായയുടെ ചെവിയോട്ട് പിടിക്കാൻ അന്ന് പറ്റണ്ടേ? നമ്മുടെ കാലിന്റെ ആ കാലിന്റെ പടത്തിന്റെ അടിയിൽ നിന്നാണ് കതിനയുടെ കുറ്റി ഇങ്ങോട്ട് പൊട്ടിയിട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചു, എന്താ ഒരു പൊഹ? മുണ്ടിന്റെ വക്കനെ തീ പിടിച്ചതുപോലെ അറിഞ്ഞിട്ടില്ല. ശരിയല്ലേ? ചെവിയുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. കണ്ടിട്ടില്ലേ ഈ വവ്വാല പറഞ്ഞ ജന്തുവൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രതിധ്വനി കൊണ്ട് ദിശ മനസ്സിലാക്കിയിട്ട് എന്ത് വേഗത്തിലാ പോണത്. നമ്മൾ വലിയ ഉണ്ടക്കണ്ണും വീഴ്ച പോയിട്ട് ആ തൂണിന്റെ മുകളിൽ മുട്ടി മലർന്നു വീണത്. ആ പക്ഷി എവിടെയും തട്ടിമറിഞ്ഞ് വീഴണില്ലേ? എന്തല്ലേ ഈ സംവിധാനം. അതിന്റെ ധാരണയൊക്കെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാച്ചാ നമുക്കൊന്നും ധാരണയില്ല. ചെവി നമ്മളെക്കാളും എടുക്കാൻ ആർക്ക്? ജന്തുക്കൾക്ക്. പിന്നെ മൂക്കിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. എങ്ങനെയുണ്ട്? പണ്ട് കള്ളം വന്നു എല്ലാം പെറുക്കി കൊണ്ടുപോയി പോലീസിനെ അറിയിച്ച് പോലീസുകാരെ വന്ന് എല്ലാം പരിശോധിച്ചു നോക്കി. ഒരു തുണിക്കഷ്ണം ഇല്ലാണ്ടൊക്കെ പെറുക്കി കൊണ്ടുപോയി. വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച കള്ളം തന്നെ.
ഉടുത്തത് മാറ്റാൻ ഒരു മുണ്ട് കിട്ടാണ്ടേ, അജാതി കള്ളൻ. എല്ലാം പെറുക്കിക്കൊണ്ടുപോയി. ഇപ്പൊ പോലീസുകാരൻ വന്ന് പരിശോധിച്ച് സകല ദിക്കിലും നടന്നു. ഒന്നും ഒരു തെളിവ് നോക്കിയപ്പം ആ പൂമുഖത്തെ പടിയുമ്പല് ഒരു തുണിക്കഷ്ണം കിടക്കണ്ട. അപ്പൊ പോലീസുകാരൻ ചോദിച്ചു, അമ്മൂട്ടിയമ്മോട് ചോദിച്ചു, അമ്മൂട്ടിയമ്മ ഇത് ഇവിടുത്തെ തുണിയാണോ ചോദിച്ചു. അമ്മൂട്ടിയമ്മ നോക്കിയിട്ട് ഇവിടുത്തെ തുണിയല്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ എപ്പോഴാ മനസ്സിലായത് കള്ളന്റെ മുണ്ടിന്റെ കഷ്ണമാണ്. അപ്പൊ പോലീസുകാരൻ അത് കോലുകൊണ്ട് തോണ്ടിയിട്ട് ആ പോലീസ് നായയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. പോലീസ് നായ ആ തുണി മണത്തിട്ട് നേരെ പടിപ്പര കടന്ന് പാടത്ത വരുമ്പത്ത് കൂടി പോയി ആ ഓട്ടോറിക്ഷ നിർത്തുന്ന അടിയായി പോയി ബസ് സ്റ്റോപ്പ് പോയി തിരിച്ചും തന്നെ പോകുന്നു. ഇതെന്താർത്ഥം? ഇതൊക്കെ ഇനിയിപ്പോൾ എഴുതി തരണം. കണ്ടാൽ മനസ്സിലായി. പോലീസിന്റെ നായ പോയിട്ട് തിരിച്ചു വന്ന വഴി കണ്ടെന്താ മനസ്സിലാക്കുന്നത്? കള്ളം ബസ് കയറി പോയി എന്ന് തന്നെ, അല്ലാണ്ട് എന്ത് ശരിയല്ലേ ഇത്? അപ്പൊ എന്തിനിപ്പോ ഈ പോലീസുകാരൻ ഈ തുണി കൊണ്ടുപോയിട്ട് ആ നായയുടെ മുമ്പിൽ മണക്കാൻ കൊടുത്തത്? പോലീസുകാരന് മണത്താ പോരെ? പോരായൊന്നുമില്ല, പിന്നെ അയാളെയും കൊണ്ട് ആസ്പത്രിക്ക് പോണ്ടി വരും. എന്താ കാരണം? ആ പോലീസുകാരൻ മഹാകേമനാണേ. അദ്ദേഹം എത്ര ജാതി കേസ് തെളിയിച്ച വിദ്വാനാണ്, മഹാകേമനാണ്. അദ്ദേഹത്തിന്റെ സാമർഥ്യമൊന്നും ഒന്നും ആർക്കും ഇല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂക്കാരുടെയാണ്, മനുഷ്യന്റെയാണേ. മനുഷ്യന്റെ മൂക്കൊണ്ട് കള്ളന്റെ മണം മറ്റേ മണമൊന്നും വേർതിരിച്ചെടുക്കാനുള്ള കഴിവൊന്നും മനുഷ്യന്റെ മൂക്കിനില്ലേ. നമുക്ക് എന്ത് മണം? ആകെ ഒരു മണമില്ല. ഒരു ജലദോഷം വന്നാൽ നമ്മളൊന്നും ഇരിക്കും. വല്ലതും ഉണ്ടോ ചോദിച്ചു, ഒന്നും ഇല്ല. വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ശരിയല്ലേ? ഇത് ആലോചിച്ചൊക്കെ നമുക്ക് വലിയ കഴിവ്. പിന്നെ ശാരീരിക ശക്തിയൊക്കെ നമ്മൾ പറയും നമുക്കാണ് വലിയ കയമായ ശക്തി എന്ന്. എവിടെയും പറയണ്ട കേട്ടോ. ഇനി എന്താ കാരണം എന്നറിയോ? ഒന്നും പറഞ്ഞു നമ്മുടെ വടക്കേലെ ഗോവിന്ദൻ കുട്ടി 22 വയസ്സ്, നല്ല വീതിയുണ്ട്, അതിനനുസരിച്ച് നീളമുണ്ട്. എന്താ അവനെ കാണണമെങ്കിൽ തന്നെ നമ്മൾ ചുറ്റും നടക്കണം, അത്രയ്ക്ക് വിസ്താര. മഹാകേമൻ. അവൻ ഇടൊഴി കൂടിയൊക്കെ വരാൻ വലിയ വിഷമം, ചെരിഞ്ഞാ വരിക. എന്താ കാരണം? ഇവന്റെ അത്ര വീതി ഇടൊഴിക്കില്ലേ. അങ്ങനെയുള്ള ഗോവിന്ദൻകുട്ടി ഇങ്ങനെ രാവിലെ കമ്പിക്കടയിൽ നിന്ന് ഇങ്ങനെ ശ്വാസം വലിച്ചതൊക്കെ പൊക്കി താഴ്ത്തി വ്യായാമം കഴിഞ്ഞിങ്ങനെ വരുമ്പോഴാണ് വടക്കേല അമ്മൂട്ടിയമ്മയുടെ മറ്റേ നായയിലെ പോമറേനിയൻ നായ ഇങ്ങോട്ട് ഓട്ടി വന്നിട്ട് ഗോവിന്ദൻകുട്ടിയുടെ നെഞ്ചത്തരന്റെ കയ്യും വെച്ചിട്ട് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക നായ. ഗോവിന്ദൻകുട്ടി നായയുടെ കണ്ണിക്കും ഗോവിന്ദൻകുട്ടിയുടെ കണ്ണിക്കും ഇങ്ങനെ മുഖാമുഖം, കണ്ണോട് കണ്ണ്. ഗോവിന്ദൻകുട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ കാരണം? നായയുടെ മുഖത്തുനിന്ന് കണ്ണെടുത്താൽ നായ മൂക്കെടുക്കും. അതുകൊണ്ട് കണ്ണെടുക്കാൻ പറ്റില്ല. കണ്ണെടുത്താൽ മൂക്കെടുക്കും. ആര്? നായ. അനങ്ങാണ്ട് നിന്നു. നായയും അനങ്ങാണ്ട് നിന്നു. ഒരു 10 നിമിഷമൊക്കെ ഏതാണ്ട് അങ്ങനെ നിന്ന സമയത്താണ് ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി ഇന്നിപ്പോൾ കുടുംബത്തെ എത്തില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഗോവിന്ദൻകുട്ടി ആ നിന്ന നിപ്പിന് എന്ത് ചെയ്തു? അമ്മുട്ടിയമ്മേ എന്ന് നായയുടെ കണ്ണിക്ക് നോക്കി വിളിച്ചു. അമ്മുട്ടിയമ്മ മുണ്ടലക്കണ്ട് അവിടെ ഇട്ട് ഓടി വന്നിട്ട് എന്ത് പറഞ്ഞു? ടിപ്പു എന്നൊരു വിളി. എന്ത് ചെയ്തു? നായ ഓടി കുടുംബത്തേക്ക് പോയി. ഗോവിന്ദൻകുട്ടി നടന്ന് വീട്ടിലേക്കും പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ആ 12 കിലോ ഉള്ള നായ വിചാരിച്ചാൽ 88 കിലോ ഉള്ള ഗോവിന്ദൻകുട്ടിയെ 12 മിനിറ്റ് അവിടെ നിർത്താം, ഇടവഴിയില് നിർത്താം. ശരീരത്തിന്റെ ശക്തിയൊന്നും പറഞ്ഞ് പുറപ്പെടേണ്ട. അത്ര പോകുന്ന നായയുടെ ശക്തിയൊന്നും നമുക്കില്ല. നമുക്ക് വണ്ണവും വലുപ്പവും ഭാരവും ഒക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ തുലാഭാരം തൂക്കുമ്പോൾ നോക്കിയാൽ മതി, വേറെ എന്തിനും. ആ സമയത്ത് വാഴക്കൊലയുടെ എണ്ണം നോക്കുമ്പോൾ തീരുമാനാക്കാൻ അല്ലാതെ അതിലേറെ എന്തിനു ഉപകരിക്കിയത്? ഈ ഭാരം കൊണ്ടൊക്കെ എന്ത് കാര്യമുണ്ട്? ഒരു കാര്യമില്ലേ. പറഞ്ഞതിൻ്റെ അർത്ഥം ശാരീരികമായ മിടുക്കും അല്ലെ ഇന്ദ്രിയപരമായ മിടുക്കും കഴിവും ഒന്നും പറഞ്ഞു വരണ്ട. അതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ജന്തുജീവജാലങ്ങൾക്കുണ്ട്. പക്ഷേ ഈ ജന്തുക്കൾക്കൊന്നും ഇല്ലാത്തൊരു മിടുക്ക് നമ്മൾക്ക് ഉണ്ട്. അതിൻ്റെ പേരാണ് ബ്രഹ്മാവലോകധിഷണ. എന്താ പേര്? ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ്. നോക്കൂ, നമുക്കൊക്കെ ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ് തന്നിട്ടാ ഭഗവാൻ നമ്മളൊക്കെ ഇവിടേക്ക് അയച്ചിരിക്കണത്. പറഞ്ഞിട്ട് എന്താ കാര്യം? അത് എത്ര പേർക്ക് ധാരണയുണ്ട്? ഇങ്ങനെയൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് എന്ന് ധാരണ ഇരിക്കണവർ എത്ര പേരുണ്ട്? അപൂർവം ചിലര്. ശരിയല്ലേ ഇത്? ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇപ്പൊ എത്ര ആൾക്കാർ ധാരാളം ഈ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ അനവധി പേര് മനുഷ്യന്മാരായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിൽ യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. എന്താർത്ഥം? മനുഷ്യാണാം സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തില് കശ്ചിൽ ഒരുത്തനെ എന്തുണ്ടാവുള്ളൂ? ഈശ്വര വിചാരം ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെ തോന്നിയോര് 1000 എണ്ണം കൂടിയാൽ ആ 1000-ല് ഒരുത്തനെ മാം വേത്തി തത്വത, എന്നെ മനസ്സിലാക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ അപൂർവത എത്രയല്ലേ ലോകം. പക്ഷെ എല്ലാവർക്കും എന്ത് തന്നിട്ടുണ്ട്? ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിയണമില്ല, മനസ്സിലാക്കണമില്ല. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു സംഗതി കയ്യിലുണ്ടെന്നേ അറിയില്ല. നമ്മൾ ദുരുപയോഗം ചെയ്യണത്. ഏതുപോലെയെന്നാണെങ്കിൽ കയ്യിലിരിക്കണ സാധനം ഇന്നതാണ്, ഇന്ന വിശേഷം കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല വെച്ചാൽ നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ലേ. പണ്ടെന്താ വെച്ചാൽ എല്ലാവർക്കും കൂടി ആളുകൾ കുറേ പേര് 10,000-2000 ആള് കൂടിയ സഭയില് എല്ലാവർക്കും എന്ത് ചെയ്തു?
ഭഗവത്ഗീതയുടെ ഒരു പുസ്തകം എല്ലാവർക്കും വിതരണം. 1000-ഓളം ആൾക്കാർ കൂടിയ സഭയാണ്. ആ സഭയിലാണ് ഭഗവത്ഗീത പുസ്തകം എല്ലാവർക്കും കൊടുത്തു. എത്ര പേരാ പുസ്തകം വായിക്കും? ഏതാണ്ട് എത്ര പേര് വായിക്കും? ഒരു 10-25 ആൾക്കാരൊക്കെ വായിക്കുക. 1000 ആളുടെ ഇടയിൽ 10-25 ആളൊക്കെ വായിക്കുകയായിരിക്കും. കുറച്ചു പേരെന്ത് ചെയ്തു? കുറച്ചു പേരത് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പൊ വിളക്കിന്റെ ഉയരം പാകമായി. പണ്ട് മുട്ടി വെച്ച പൊക്കായിരുന്നു, അപ്പൊ വിളക്ക് നല്ല പാകം, ഒരു ഉപകാരമായി. അതുകൊണ്ട് വേറെ ചിലരത് എന്ത് ചെയ്യും ചോദിച്ചാല് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു, നല്ലോണം ഭക്തിയിൽ അവിടെ കൊണ്ടുപോയി വെച്ചു. രാവിലെയും വൈകുന്നേരം ഭഗവത്ഗീതോപാസന. എന്താ പേര്? ഭഗവത്ഗീതോപാസന. ഈ മുഖത്തെ മെഴുക്ക് ഇവിടെ പെരട്ടുക, ഇവിടുത്തെ പൊടിയും കരിയും ഇവിടെ തേക്കുക, ഇവിടുത്തെ മെഴുക്ക് അത് രാവിലെയും വൈകുന്നേരം ആവർത്തിച്ച്. ഇതാണ് ഭഗവത്ഗീതോപാസന. തുറക്കാൻ പാടില്ല, തുറന്ന വിവരം ഉണ്ടാവും. അബദ്ധത്തിൽ തുറന്നു പോയ വിവരം ഉണ്ടാവും. ഒന്ന് തുറക്കില്ല. ഈ ഉപാസന മുടങ്ങാണ്ട് നല്ലോണം. ശരിയല്ലേ? അത് ഒരുത്തന്റെ ഉപയോഗമാണ്. ഉപയോഗിച്ചു. വേറെ ഒരുത്തൻ എന്ത് ചെയ്തു? പുസ്തകം കിട്ടിയപ്പോൾ തന്നെ വരുന്ന വഴിക്ക് പഴയ പുസ്തകം വിൽക്കണ കടയിൽ കൊടുത്ത് കാശ് വാങ്ങി അപ്പുറത്തുനിന്ന് ബീഡിയും വലിച്ച് ഉപയോഗിച്ചു കേട്ടോ. വെറുതെ കളഞ്ഞില്ല, ഉപയോഗിച്ച് സന്തോഷമായിട്ട് പോകുന്നു ഒരുത്തൻ. വേറെ ഒരുത്തൻ ആ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന് എന്താ സാധനം എന്ന് അറിയാണ്ട് അത് കൊണ്ടുവന്നിട്ട് ആ ഊണഴിക്കണ മേശേമ്പിലിട്ട് അവൻ എങ്ങോട്ടോ പോയി. അമ്മൂട്ടിയമ്മ ആദ്യത്തെ ദിവസം അർജുന വിഷാദയോഗം കൊണ്ട് മേശ. കാട്ടുകോഴിക്ക് എന്ത്? പൂരിപ്പിച്ചോളൂ ബാക്കി. സംക്രാന്തി അല്ല ഭഗവത്ഗീത അല്ലേ? എന്താ അതറിയണോനല്ലേ അതറിയുള്ളൂ, അല്ലാത്തവൻ എന്ത് ഭഗവത്ഗീത? ശരിയോ തെറ്റോ? അത്രയേ ഉള്ളൂ. ലോകത്തിന്റെ കഥയാണേ. ഇതുപോലെ തന്നെയാണ് ഈ മനുഷ്യജന്മത്തില് ബ്രഹ്മാവലോകധീഷണ തന്നത്. അറിയണോന് അറിയാം, അല്ലാത്തവന് എന്തറിയാം? നശിപ്പിക്കല്ലേ. ഇതുപോലെ ചില ദിക്കില് നമ്മൾ ഈ യജ്ഞപ്രസാദം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. കേട്ടിട്ടില്ലേ? യജ്ഞപ്രസാദം എന്ന് പറഞ്ഞാൽ വല്ല സ്തുതിയോ നമസ്കാരമോ ഒക്കെ ആവും. നമ്മളിപ്പോ ഈ വായനയൊക്കെ കേട്ട് കഴിഞ്ഞ് പോകുമ്പം ഈ കേട്ട് പോണോരോ അവനവന്റെ വീട്ടിൽ പോയിട്ട് അപ്പൊ കുറച്ച് ദിവസം ഇനിയിപ്പോ ഇത് കേട്ട് കഴിഞ്ഞ് പോയാൽ പോരല്ലോ, കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ ജപിച്ചോ നമസ്കരിച്ചോ ഒക്കെ അതിങ്ങനെ നിലനിർത്തണമല്ലോ. മഹിമ അതിന് കൊടുക്കണതാണത്. സ്തുതികളോ സ്തോത്രങ്ങളോ വിശേഷമായിരിക്കും, എന്തെങ്കിലും നല്ല സാധനങ്ങളായിരിക്കും. എല്ലാ ദിക്കിലും കൊടുക്കും ചെയ്യും. നാളെ ചിലപ്പോൾ ഇവിടെയും തരും കേട്ടോ. അപ്പൊ അന്തല്യാണ്ടേ ആവണ്ട, അതുകൊണ്ട് പറയാണ്. അപ്പൊ ഈ യജ്ഞപ്രസാദം കൊടുക്കും. അന്നൊരു ദിക്കിൽ വായനയ്ക്ക് പോയപ്പോഴേ അവിടെ യജ്ഞപ്രസാദത്തിന്റെ കൂടെ ശർക്കര പായസം ഉണ്ടായിരുന്നു. പ്രസാദം കൊടുക്കാൻ ആളുകളൊക്കെ ശർക്കര പായസം പറഞ്ഞാൽ മനസ്സിലാവില്ല. നെയ് പായസം, ശർക്കര പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ ആചാര്യന്മാരെങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഓരോരുത്തർ ഇങ്ങനെ കൊടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് ആൾക്കാർ വരുമ്പം ആ വല്യമ്മ ഇങ്ങനെ കൈ ഇങ്ങോട്ട് നീട്ടിയ സമയത്താണ് ഇവിടുന്ന് എന്ത് ചെയ്തു? ശർക്കര പായസം കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ വല്യമ്മ ഇതിങ്ങോട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അപ്പോഴാണ് മറ്റേ തിരുമേനി സന്തോഷമായി. അത് ഇതിലങ്ങോട്ട് പൊതിഞ്ഞു നല്ലോണം. തിരുമേനി കഴിഞ്ഞ കൊല്ലം വന്ന തിരുമേനി ജാതി ഒന്നും തന്നിട്ടില്ല. തിരുമേനി നല്ല തിരുമേനി, അടുത്ത കൊല്ലം വരണേ. എന്തായാലും കടലാസായിട്ട് വരണേ. പൊതിയണ കടലാസല്ലേ വേണ്ടു. ഉപയോഗിച്ചു. എന്താണ് ഉപയോഗിച്ചു? ആ അമ്മ പോയി. വേറൊരു വല്യമ്മ വന്നു. ആ വല്യമ്മ ഈ പായസം ഇങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് അത് പെട്ടെന്ന് കഴിഞ്ഞു. കൈ എന്ത് ചെയ്യും? മുണ്ടാച്ച കോടിമുണ്ടും. എന്താ വേണ്ടേ നിശ്ചലാണ്ട് നിൽക്കുമ്പോഴാണ് നല്ല തിരുമേനി. കഴിഞ്ഞ തവണ വന്ന തിരുമേനി കൈ ഉടയ്ക്കണ കടലാസ് ഒന്നും തന്നിട്ടില്ല. എന്താ ആ തിരുമേനി അങ്ങനെ ചെയ്തത്? വല്ലാത്ത തിരുമേനി തന്നെ. ഉപയോഗിച്ചു. എന്താണ് ഉപയോഗിച്ചു? വേറൊരു വല്യമ്മ എന്തേ ചെയ്തു വെച്ചാല് ഈ കടലാസ് വാങ്ങിയിട്ട് മകന്റെ കുട്ടി ഉണ്ടായിരുന്നു, കൂടെ 6 വയസ്സുള്ള ഉണ്ണി ഉണ്ടായിരുന്നേ. അപ്പൊ ഇത് വാങ്ങിയിട്ട് വേഗം പായസം വാങ്ങിയതിന്റെ കൂടെ ഇത് വാങ്ങിയിട്ട് ഉണ്ണിയിടയിൽ കൊടുത്തു. ഏത്? ഈ യജ്ഞപ്രസാദ്. ഉണ്ണിയാണെങ്കിൽ മുത്തശ്ശിയമ്മ ഇതൊക്കെ വാങ്ങണതിന്റെ തിരക്കിൽ അത് ഇങ്ങനെ മടക്കി അതങ്ങോട്ട് അത് നാരായണ നായരുടെ തെങ്ങുമ്പിലെത്തിയപ്പോ ഇതിൽ പറയുകയും ചെയ്ത് ഏമായി എന്നും പറഞ്ഞു. ഉപയോഗിച്ചു. എന്താണ്? നല്ല ഉയരത്തിൽ പറഞ്ഞേ. ശ്ലോകങ്ങളായതുകൊണ്ടാവും നല്ല ഉയരത്തിൽ പറഞ്ഞു. ഉപയോഗിച്ചു. ശരിയല്ലേ? അത് വേറൊരു വല്യമ്മയെ കടലാസ് വാങ്ങി കൊണ്ടുവന്ന് കയ്യെ പിടിച്ച് അങ്ങനെ പോയി മിറ്റത്തോ എന്നുവെച്ചാൽ തിക്കും തിരക്കും നല്ലോണം തിരക്കുണ്ട്. ഉടുത്തതാച്ചാ കൂടിമുണ്ടും. നോക്കുമ്പോൾ ഇരിക്കാൻ ഒരു പഴുതുമില്ല. ആ മതിലിന്റെ അടുത്തൊരു കല്ല് കണ്ടു, അതിന്റെ മുകളിൽ ഇരിക്കാൻ നിറയെ പൊടിയും. അപ്പോഴാണ് ഓർമ്മ വന്നത്, തിരുമേനി തന്നെ വല്ലാത്ത തിരുമേനി. ഇങ്ങനെ ഒരു ഉപകാരം അതുകൊണ്ട് ഉണ്ടാവുന്നു. നല്ല തിരുമേനി അടുത്തല്ല വരട്ടെ. ഉപയോഗിച്ചു. എന്താണ് ഉപയോഗിച്ചു? അപൂർവം ചിലര് അത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചിരുന്ന് ചൊല്ലിയും സ്തുതിച്ചും ഭജിച്ചും നമസ്കരിച്ചും ഓർപ്പിച്ചു. ശരിയല്ലേ? കൊടുക്കായല്ലോ.
എന്താണ്? എല്ലാവർക്കും ഒരുപോലെയല്ലേ കൊടുത്തത്, പക്ഷെ ഉപയോഗിച്ചതോ? പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ മനുഷ്യജന്മം ഇങ്ങനെയാണ്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്ത്? ഈ പറഞ്ഞ ബ്രഹ്മാവലോകധിഷണം, ഈശ്വര വിചാരം ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും തന്നു വെച്ചാലും അത് ഉപയോഗിക്കണോര് എത്ര അല്പാണല്ലേ? ആലോചിച്ചോക്കൂ, എത്ര കുറച്ചേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? അറിയില്ല ഇങ്ങനെ ഒരു സാധനം ഉള്ളതേ. പ്രത്യേകം ധരിക്കണം, ഇല്ലാത്തതും ഉണ്ട് എന്ന് അറിയാത്തതും സമാണ്. എന്താണ്? കയ്യിലില്ലാത്തതും കയ്യിലുണ്ടായിട്ടും അതുണ്ടെന്ന് അറിയാത്തതും സമാണ്. ബസ്സിൽ കയറിയപ്പോളേ, ബസ്സിലിങ്ങനെ പോവുക, ബസ്സിൽ പോകുക, നമ്മളിങ്ങനെ നല്ല വെള്ളക്കുപ്പായൊക്കെ, നല്ല കഞ്ഞി പശയൊക്കെയുള്ള വെള്ളക്കുപ്പായൊക്കെ ഇട്ട് അങ്ങനെ ക്ഷേമമായിട്ട് ബസ്സിലെ കമ്പി പിടിച്ച് നിൽക്കുമ്പോഴാണ് കണ്ടക്ടർ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ബസ്സിലെ കാശ് കൊടുക്കണ്ടേ, കാശിൻ്റെ കീറി തന്നപ്പോൾ നമ്മൾ കീശയിൽ കൈയിട്ട് നോക്കിയപ്പം കീശയിൽ കാശ് കാണാനില്ല. പിന്നെ ഒന്നും കൂടി കൈയിട്ട് നോക്കി, അപ്പോഴും കാണാനില്ല. ഒന്നും കൂടി ഒരു കെട്ട് കടലാസുണ്ട്, കടലാസൊക്കെ ഇങ്ങനെ പറിച്ച് നോക്കിയപ്പോഴും ഒന്നുമില്ല കയ്യിൽ, കടലാസേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ആ ധനുമാസത്തിലെ രാവിലെ 8 മണി എന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ വിയർക്കുകയാണ്. തണുത്ത കാറ്റ് വീശുമ്പോഴും വിയർക്കുക. എന്താ കാരണം? കയ്യില് കാശില്ല. അയ്യോ, അപ്പൊ നമ്മളിങ്ങനെ കണ്ടക്ടറെ നോക്കിയിട്ട് പറഞ്ഞു പിന്നെ നമുക്ക് അബ്ബല്ലേ ഉള്ളൂ. കണ്ടക്ടർ എന്ന് നോക്കിയിട്ട് പറഞ്ഞു, തൻ്റെ ഭസ്മക്കുറിയൊക്കെ കണ്ടപ്പം കുറച്ച് കഥയുള്ളവരാ നിരീച്ചു എന്നും പറഞ്ഞു. ഓ, ആൾക്കാർ കേൾക്കാൻ പറയുന്നത് ഇങ്ങോട്ട് വല്ലാണ്ടേയി. അപ്പൊ ബസ്സിൽ നിന്ന് ഒരുത്തൻ നീട്ടിട്ട് പറഞ്ഞു, അതെ കണ്ടക്ടറെ, ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ ബസ്സിലുണ്ടായിരുന്നു, കള്ളനാന്നും പറഞ്ഞു. അയ്യോ, ഇയാൾ നമ്മളെ കണ്ടിട്ട് തന്നെ ഇല്ല. ആൾക്കാർക്ക് ബസ്സിൽ ഇങ്ങനെ മിണ്ടാണ്ട പോകുമ്പോൾ രസമുണ്ടെങ്കിൽ നേരം പോക്കൊക്കെ വേണം. അതിനെന്തിനെയോ ഒന്ന് കിട്ടിയാൽ എല്ലാവരും കൂടി ഉത്സാഹിക്കും. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കണ്ടക്ടറും എല്ലാവരും കൂടി നമ്മൾ കള്ളനായിയേ. എന്താ കാരണം? ടിക്കറ്റ് കീറി വാങ്ങിയിട്ട് കാശ് കൊടുക്കാൻ കയ്യിലില്ല. നമ്മൾ പറഞ്ഞു, അയ്യോ ഞങ്ങനെ അങ്ങനെ ഇങ്ങനെ. താൻ അങ്ങനെ ജാതി വലിയ വർത്തമാനമൊന്നും പറയണ്ട, ഞാൻ 10-12 കൊല്ലമായി ബസ്സിലെ കണ്ടക്ടറായിട്ട് പോകുന്നു, ഞാൻ ഇജാതി കുറെ കണ്ടതാണെന്ന് പറഞ്ഞു. ആര്? കണ്ടക്ടർ. എന്ത് ചെയ്യാൻ, നമ്മൾ ഘട്ടത്തിലായില്ലേ. കുടുക്ക വളവ് തിരിയുമ്പം കണ്ടക്ടർ ആ വാതിലിന്റെ അടുത്തേക്ക് വലിച്ചു കൊണ്ടുപോയി നമ്മളെ ബസ്സൊന്നും മെല്ലെ അമർത്തി ചവിട്ടൂലോ, അതിലൊരു ഉന്ത് നമ്മൾ ആ റോഡിന്റെ പക്കത്തെ പുല്ലിലേക്ക് അങ്ങോട്ട് വീണു, കയ്യും കുത്തി വീണു. അപ്പൊ കീശയിലത്തെ കടലാസ് കെട്ട് മുഴുവനും ആ റോഡിലേക്ക് അങ്ങോട്ട് വീണ്. അതിന്റെ ഇടയിൽ നിന്ന് ഒരു 500 ഉറുപ്പയുടെ നോട്ട് നോക്കിയിട്ട് ഇന്നും കുട്ടിയെ ഈ സാധനം കീശയിൽ ഇരുന്നിട്ട് അവന്റെ ആട്ട്. അപ്പൊ ഈ 500 നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് ആ കടലാസും കെട്ടിന്റെ ഇടയിൽ പെട്ടതുകൊണ്ട് നമ്മൾ കണ്ടില്ല. അത് ആ ബസ്സിൽ നിന്ന് കണ്ടു വെച്ചാൽ നമ്മൾ ആ കണ്ടക്ടറുടെ മുഖത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കില്ലേ? ശരിയല്ലേ? ഇത് ഇല്ലാത്തതും അറിയാത്തതും ഒരേ ഫലാണ്. ഇപ്പൊ ബ്രഹ്മാവലോകധിഷണ ഇല്ലേയല്ല, അതുണ്ടായിട്ട് അറിയായാണ്. പക്ഷേ അറിയാത്തതായ ഈ ബോധ്യം ഇല്ലാത്തതിന്റെ ഫലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇങ്ങനെയൊക്കെ ഉണ്ട് ഉള്ളില് എന്നുള്ള വിവരം ഉണ്ടാവാനാണ്. അതാണ് ഭഗവാൻ ശ്രീശുകര് പറഞ്ഞത്, ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. അതുകൊണ്ട് മനസ്സിരുത്തിക്കോളൂ. ഇങ്ങനെ 24 25 ഗുരുനാഥന്മാരെ കൊണ്ട് കിട്ടിയതായ പറഞ്ഞില്ലേ, സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാഹ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ തുടങ്ങിയത്? ആ 24 25 ഗുരുനാഥന്മാരെ തന്ന വിവരം കൊണ്ടാണ് ഞാൻ ഈ ലോകത്തില് സന്തുഷ്ടനായിട്ട് ജീവിക്കണത് എന്ന് പറഞ്ഞു. യദുമഹാരാജാവിനെ അനുഗ്രഹിച്ച ദത്താത്രേയ ഭഗവാൻ പോയി. ഈ യദുമഹാരാജാവും ദത്താത്രേയ ഭഗവാനും ചേർന്നുണ്ടായ സംവാദം അഹന്താ മമതകളെ ഇല്ലാതെ കണ്ടാക്കാനുള്ള വിദ്യയായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തു.